عمل لما بعد الموت. كل العداوة قد ترجى مودتها إلا عداوة من عاداك عن حسدي. الصلاة والسلام عليك يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله. ആദരണീയരായ പരിപാടിയുടെ ഉദ്ഘാടകനും നമ്മുടെ ഈ പരിസര ഭാഗങ്ങളിൽ ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കെ വി തങ്ങൾ അവറുകളെ, മറ്റു ഉലമാക്കളെ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും SSFൻ്റെയും നേതാക്കളെ, പ്രവർത്തകരെ, പ്രത്യേകിച്ച് ഈ മഹല്ല് നിവാസികളായ സത്യാന്വേഷികളായ സഹോദര സുഹൃത്തുക്കളെ, പുറ്റേക്കാട് ഒരാദർശ വിശദീകരണ പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നതിൻ്റെ ആവശ്യകത ഈ നാട്ടിലെ ജനങ്ങളോട് വിശദീകരിച്ചു ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാര്യമില്ല. പതിറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവുമുള്ള വളരെ ഐക്യത്തിലും സന്തോഷത്തിലും യോജിപ്പിലും മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ വളരെ അനുഗ്രഹീതമായ ഒരു മഹല്ലാണ് പുറ്റേക്കാട് മഹല്ല്. ഈ മഹല്ലത്തിൽ കേരളത്തിലെ അനവധി മഹല്ലുകളിൽ വളരെ ആസൂത്രിതമായ രീതിയിൽ ഛിദ്രതയും അനൈക്യങ്ങളും ഉണ്ടാക്കി വടക്കാക്കി തനിക്കാക്കുക എന്ന രീതി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഈ മഹല്ലത്തിലും അതിനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുകയുണ്ടായി. ഈ പരിപാടിക്ക് പുറം മഹല്ലുകളിൽ നിന്ന് വന്നെത്തിയിട്ടുള്ള സഹോദരങ്ങൾ ഒരുപക്ഷെ അവർക്കറിയില്ല പുറ്റേക്കാട് മഹല്ലത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന്. ഞാൻ കേരളത്തിലെ തീരെ നിലവാരം പുലർത്താത്ത ഒരു പത്രം, പേരൊന്നും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, കേരളത്തിലെ മലയാള പത്രങ്ങളിൽ ഏറ്റവും കല്ലുവെച്ച നുണകൾ ദിവസവും അച്ചടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രത്തിൽ കഴിഞ്ഞ ജൂലൈ 18 തിങ്കളാഴ്ചത്തെ ഈ പത്രത്തിൽ ഒരു വാർത്ത വായിച്ചപ്പോൾ സത്യത്തിൽ വലിയ ചിരിയും തമാശയുമാണ് വന്നത്. വാർത്ത ഇതാണ്:
പുറ്റേക്കാട് മഹല്ല് തെരഞ്ഞെടുപ്പ് സമസ്ത പാനലിനു വിജയം. ഇനി അതുമല്ല രസം, ഇതിലെ വരികൾ ഞാൻ വായിക്കാം. ഫറോക്ക്, ഞാൻ എന്തിനാണ് ആമുഖം ഈ കാര്യം പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ നാട്ടിലെ ജനങ്ങൾ അവർ നല്ലവരാണ്. ഐക്യത്തിലും യോജിപ്പിലും സന്തോഷത്തിലും കഴിഞ്ഞുകൂടുന്ന ഈ മഹല്ലത്തിൽ ഇവിടെ ഒരാൾ വന്ന് പ്രസംഗിക്കുകയുണ്ടായി. AP വിഭാഗത്തിന്റെ ആളുകൾ മഹല്ല് പിടിച്ചെടുക്കാൻ വരികയാണ്. അവർക്ക് മഹല്ലിൽ സ്വാധീനമുണ്ടായി കഴിഞ്ഞാൽ നോമ്പും പെരുന്നാളും ഒക്കെ രണ്ടാവും. പ്രശ്നം തീരെയില്ല. അതുകൊണ്ട് ഈ മഹല്ലിലെ ജനങ്ങളോട് ടിയാൻ പറയുന്നത്, നിങ്ങൾ എന്ത് വില കൊടുത്തും സമസ്തന്റെ ഒപ്പം നിൽക്കണം എന്നുള്ളതാണ്. ഇനി ഇതിലെ വരികൾ വായിക്കട്ടെ. ഫറോക്ക്, പുറ്റേക്കാട് മഹല്ല് ജുമാഅത്ത് പള്ളി കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സമസ്ത പാനലിന് വിജയം. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 101 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സമസ്ത പാനൽ വിജയിച്ചത്. ഇതോടെ വർഷങ്ങളായി സമസ്തക്കു കീഴിൽ പ്രവർത്തിക്കുന്ന പള്ളി പിടിച്ചെടുക്കാനുള്ള കാന്തപുരം വിഭാഗം നടത്തിയ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി. ഈ പത്രം വായിക്കുന്ന ഒരാൾക്ക് തോന്നലെന്താ? പുറ്റേക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ചേളാരി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമസ്തയും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും അനുഗ്രഹാശിസ്സുകളോടെ ആ ലക്ഷ്യത്തിനു വേണ്ടി ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റഈസുൽ ഉലമ മഹാനായ ഷെയ്ഖുന സുലൈമാൻ ഉസ്താദ് അവറുകൾ പ്രസിഡന്റായിട്ടുള്ള സമസ്തയും തമ്മിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നല്ലേ? അങ്ങനെ ഒരു ഇലക്ഷൻ ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ നടന്ന ഇലക്ഷൻ എന്താ? ഒരു ഭാഗത്ത് വടക്കാക്കി തനിക്കാക്കി പള്ളികളൊക്കെ സ്വന്തം സംഘടനാ താൽപര്യങ്ങൾക്ക് വേണ്ടി പഴയ കാലത്ത് പാവപ്പെട്ട ഉമ്മമാര് കാതുകളിൽ കിടക്കുന്ന ചിറ്റികളും കൈകാലുകളിലെ സ്വർണാഭരണങ്ങളുമൊക്കെ ഊരി അവര് വഖഫ് ചെയ്ത് അവര് സംഭാവനകൾ ചെയ്ത് കേരളത്തിൽ പടുത്തുയർത്തിയിട്ടുള്ള മഹല്ലത്തുകളൊക്കെ പിടിച്ചെടുക്കാനും അവരുടെ ഇംഗിതത്തിനും താൽപര്യത്തിനും അനുസരിച്ച് നീങ്ങാത്തവരെ മുഴുവനും പടിയടച്ച് പിണ്ടം വെക്കുന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ, അവരും ഈ പള്ളി മുത്തവല്ലി ഭരണം നടക്കുന്ന ഒരു പള്ളിയാണ്. അപ്പൊ അതിന്റെ ഒരു പാനലും സമസ്തയുടെ ഒരു പാനലുമാണ് ഇവിടെ മത്സരം നടന്നിട്ടുള്ളത്. ഇതിലെവിടെയാണ് AP വിഭാഗത്തിന്റെ പാനലുള്ളത്? ആലോചിച്ച് നോക്കാണ്. ഇവരുടെ ഒരു താല്പര്യം. എന്നിട്ടിങ്ങനെ വാർത്ത പറയാ, ആകെ പോള് ചെയ്ത 644 വോട്ടിൽ 371 വോട്ടുകൾ സമസ്ത പാനൽ നേടി. സമസ്ത ഒരു സംഭവം തന്നെ, സമസ്ത വല്ലാത്തൊരു സംഭവം. ഇനി നോക്കിക്കോളൂ, 270 വോട്ടുകളാണ് എതിർ വിഭാഗത്തിന് നേടാനായത്. ഇങ്ങനെ തുടങ്ങി ഈ വാർത്ത എന്ത് ലക്ഷ്യത്തിലാണ് ഈ പത്രത്തിൽ കൊടുത്തത്? അപ്പോ ഒരു പക്ഷേ ഈ ചേളാരി സമസ്തന്റെ ആളുകൾ പറയുന്നത്, കേരളത്തിലെ സുന്നി പ്രവർത്തകര് വഖഫ് ബോർഡിന്റെ ഓഫീസിലേക്ക് മാർച്ചുകൾ നടത്തിയിരുന്നു. അപ്പൊ അതിന്റെ റിപ്പോർട്ട് സിറാജിലും മറ്റു ചില പത്രത്തിലൊക്കെ വന്നപ്പോ കേരളത്തിൽ നിലവിൽ പ്രശ്നങ്ങൾ ഉള്ള ചില മഹല്ലുകളുടെ പേരെടുത്ത് പറയുന്നുണ്ട്, പല മഹല്ലും പറയുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ പുറ്റേക്കാട് എന്ന് പറയുന്ന ഒരു പേര് പരാമർശിച്ചു. അപ്പൊ അവര് തെളിവായിട്ട് പറയുന്നത് എന്താ അറിയോ? AP വിഭാഗം പുറ്റേക്കാട് മഹല്ല് പിടിച്ചെടുക്കാനല്ലേ? കണ്ടോ നിങ്ങള് ആ പത്രത്തിൽ നമ്മുടെ മഹല്ലത്തിന്റെ പേര് വന്നത്? അല്ല. ശുദ്ധ അസംബന്ധം അത് പ്രചരിപ്പിക്കുകയും പുറ്റേക്കാട് മഹല്ലിൽ
സമസ്തയും ചേളാരി സമസ്തയും തമ്മിൽ തെരഞ്ഞെടുപ്പ് നടന്നു എന്നും അങ്ങനെ സമസ്ത പാനൽ ജയിച്ചു എന്നും കാന്തവിഭാഗത്തിന്റെ തന്ത്രങ്ങൾ പാളിപ്പോയി എന്നൊക്കെയുള്ള ഒരു പ്രചരണം. സത്യത്തിൽ ഇവിടെ മുത്തവല്ലിയുടെ പാനലിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളും അതിൽ നിന്ന ആളുകളുടെ ചിത്രമടങ്ങുന്ന ഒരു നോട്ടീസാണ് എന്റെ കയ്യിൽ കാണുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവരാരും AP വിഭാഗത്തിന്റെ പാനൽ മത്സരിച്ചവരല്ല, മുത്തവല്ലിയുടെ പാനൽ മത്സരിച്ചവരാ. ഇതിൽ ചേളാരി സമസ്തയുടെ ആശയങ്ങളും ആദർശങ്ങളും അംഗീകരിച്ച് ഈ നാടിന്റെ മസ്ലഹത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പാനലിൽ മത്സരിച്ച എത്രയോ നല്ല സഹോദരങ്ങളില്ലേ, അവരെയൊക്കെ ഒരു തരം കൊച്ചാക്കി അവരൊക്കെ വളരെ മോശമാണെന്ന് ചിത്രീകരിച്ച് ഉള്ള ഒരു ശ്രമം നിങ്ങൾ ആലോചിച്ചു നോക്കി. അതുകൊണ്ട് ഓൺലൈനിലൂടെ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുന്നി സഹോദരങ്ങളും പുറ്റേക്കാട് ചേളാരി സമസ്തയും തമ്മിൽ ഒരു തെരഞ്ഞെടുപ്പ് മത്സരം ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും വേണ്ട. എന്നിട്ട് ആ ഒരു ഇലക്ഷന്റെ മുമ്പായിട്ട് ഇവിടെ ഒരാളെ പ്രസംഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അദ്ദേഹത്തെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, വളരെ ഒരു തീവ്രമായ ശൈലിയിൽ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി. ആര്യാടൻ മുഹമ്മദിന്റെ കയ്യും കാലും വെട്ടുന്നു പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന് കേസ് വരെ ഉണ്ടായത്. ഒരു മതപണ്ഡിതനാണ് പോലും. ഞാൻ ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പുറ്റേക്കാട് കടന്നു ചെന്ന് സംസാരിക്കുന്നില്ല. നമുക്ക് ആവശ്യമായി വരികയാണെങ്കിൽ തെളിവുകൾ സഹിതം ഓരോ കാര്യങ്ങളും നമുക്കങ്ങ് പറയാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇവിടെ അദ്ദേഹം വന്നിട്ട് പറയുന്നത് AP വിഭാഗം പ്രശ്നത്തിന്റെ ആളുകളാണ്, മഹല്ലുകളിലൊക്കെ കുഴപ്പമുണ്ടാക്കുന്നതാരാ? നമ്മളാണ്. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കട്ടെ, ഈ മഹല്ലത്തിൽ എന്തു പ്രശ്നമാണ് AP വിഭാഗം ഉണ്ടാക്കിയിട്ടുള്ളത്? കേരള മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം അതിന്റെ പ്രവർത്തകന്മാർ ഈ നാട്ടിലെ ഹിന്ദുക്കളോട് ചോദിക്കും. പാവങ്ങളെ സഹായിച്ച് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തി, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തി, നാട്ടുകാർക്ക് ഗുണമുള്ള ഉപകാരമുള്ള കാര്യങ്ങളല്ലാതെ ഈ നാട്ടിലെ ഈ മനുഷ്യൻ വന്നു പറഞ്ഞതുപോലെ ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ രാഷ്ട്രീയം ഏതോയിക്കോട്ടെ, നിങ്ങളെ സംഘടനാ മൈൻഡ് ഏതോകട്ടെ, AP വിഭാഗം ആളുകളിൽ നിന്ന് എന്ത് അക്രമമാണ് ഈ മഹല്ലത്തുകാർക്ക് ഉണ്ടായിട്ടുള്ളത്? ഞങ്ങൾ എന്തിനാ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതറിയോ? അയാൾ ഇവിടെ വന്നിട്ട് ഇലക്ഷനിൽ ഈ നാട്ടിലെ ജനങ്ങളോട് സമസ്ത പാനലിൽ വോട്ട് ചെയ്യണമെന്ന് പറയാനാണ് ടിയാൻ വന്നത്. എന്നിട്ട് അദ്ദേഹം എന്തിനാ AP ഉസ്താദിനെ കുറ്റം പറയുന്നത്? അത് ഒരു കാര്യം ഉറപ്പാ, ഇവരിഞ്ഞ് പരലോകെന്ന് വിഷയം വെച്ച് പ്രസംഗിക്കുകയാണെങ്കിലും ശരി, AP ഉസ്താദിനെ കുറ്റം പറയാതെ ഇവർക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. അതൊക്കെ ഞങ്ങൾക്ക് തിരിയുന്ന കാര്യമാണ്, അതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണ്? അതുകൊണ്ടാണല്ലോ നിങ്ങൾക്കൊരു വളർച്ചയില്ലാത്തത്. ഈ പ്രസ്ഥാനത്തെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി ഇല്ലേ? പിന്നെ അക്രമത്തിന്റെ ശൈലി, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ശൈലി, ഇതാരുടെ കയ്യിലാണുള്ളത്? ഞാൻ അതിന്റെ വസ്തുത ജനങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, മഹല്ലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? ഇതിനല്ലേ ഇയാളവിടെ കൊണ്ടുവന്ന് ഞങ്ങളാണ് മഹല്ലത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ വരുത്തി തീർക്കുന്നത്? ഞാൻ ഈ നാട്ടിലെ നിഷ്പക്ഷരായ ആളുകളോട് ഒരു കാര്യം പറയാണ്, ഒരൊറ്റ വിഷയം സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇവരുടെ ഈ വിഭാഗത്തിന്റെ അസഹിഷ്ണുത എത്രത്തോളാണെന്ന് മനസ്സിലാക്കാൻ എന്റെ കയ്യിൽ കാണുന്നത് അമ്മംകുളങ്ങര ഭഗവതിത്തറ ക്ഷേത്ര കമ്മിറ്റി മീനടത്തൂരിന്റെ ലെറ്റർ ബേഡിൽ ഒരു ക്ഷേത്ര കമ്മിറ്റി എഴുതിയ കത്താണ്. ഓൺലൈനിലൂടെ ആയിരക്കണക്കിന് ആളുകൾ ഈ പരിപാടി കേൾക്കുന്നുണ്ടല്ലോ. പുറ്റേക്കാട് വന്ന്
ഞങ്ങളുടെ നയങ്ങളും ഞങ്ങളുടെ നിലപാടുകളും ഈ പ്രസ്ഥാനം എന്താണെന്നും ഞങ്ങൾക്ക് വിശദീകരിക്കാൻ ഒരവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട, നിങ്ങൾ ആദരിക്കുന്ന, നിങ്ങൾ ബഹുമാനിക്കുന്ന വേദാക്കളെയോ വ്യക്തികളെയോ തെറിയഭിഷേകം ചെയ്യാനാണ് ഈ പരിപാടി എന്ന്. നിങ്ങളുടെ സംസ്കാരമല്ല ഞങ്ങളുടെ സംസ്കാരം. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്, ഞങ്ങൾക്ക് ദിശാബോധം നൽകുന്നത് പണ്ഡിത നേതൃത്വമാണ്. ആളില്ലാത്ത ആൾ, ഒരു തരം പടയല്ല ഇത്. ഞങ്ങൾക്കൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വം എന്താണോ പറയുന്നത് അതാണ് അണികൾ സ്വീകരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കത്തിലുള്ളത് എന്താണെന്നറിയോ? വിശദീകരിച്ച് വായിക്കേണ്ടതാണ്. ഞാൻ ഇതിന്റെ ആശയം പറയാം. ഞാനിത് മീനടത്തൂരിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഒരു നബിദിന റാലി നടക്കുന്നു. ആ നബിദിന റാലി സംഘടിപ്പിച്ചത് സുന്നി വിദ്യാഭ്യാസ ബോർഡ്, മദ്രസയിലെ കുട്ടികളും രക്ഷിതാക്കളുമാണ്. അപ്പൊ ആ ജാഥ മീനടത്തൂരിൽ കടന്നുപോയപ്പോ അവിടുത്തെ ഹിന്ദു സഹോദരങ്ങളും ക്ഷേത്ര കമ്മിറ്റിയും ചേർന്നുകൊണ്ട്, പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അവരെന്ത് ചെയ്തു? ജാഥയെ വരവേറ്റുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും മനുഷ്യർക്കിടയിൽ ചേരിതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സ്നേഹത്തിന്റെയും ഒരുമയുടെയും സഹിഷ്ണുതയുടെയും സഹനത്തിന്റെയും വളരെ സന്തോഷത്തിന്റെയും ഒരു നല്ല കാഴ്ചയായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത്. ആ ജനങ്ങൾ, ആ ക്ഷേത്ര കമ്മിറ്റിയുടെ ആളുകൾ മധുര പായസം നൽകി ഈ ജാഥയിലെ കുട്ടികളെയും രക്ഷിതാക്കളെയും സന്തോഷിപ്പിച്ചു. അപ്പോൾ അസഹിഷ്ണുതയോടെ ജീവിക്കുന്ന എ.പി. വിഭാഗത്തിന് ഒരു നന്മയും ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചു മാത്രം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഈ വിഭാഗം ആളുകൾ, അവർക്കിത് സഹിച്ചില്ല. കാരണം അവരുടെ ജാഥ പോയിരുന്നു, അപ്പൊ ഈ ക്ഷേത്ര കമ്മിറ്റി പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതിന്റെ കുറ്റം ഞങ്ങളുടേതാണോ? അങ്ങനെ ഇവരെന്ത് പറഞ്ഞു അറിയോ? ഈ ക്ഷേത്ര കമ്മിറ്റിയെയും ഇവരുടെ അസൂയങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെയുള്ള മറ്റു മത സഹോദരങ്ങളെയും ആക്ഷേപിച്ചിട്ട് പറഞ്ഞു, എ.പിക്കാര് ക്ഷേത്ര കമ്മിറ്റിക്ക് പൈസ കൊടുത്തിട്ടുണ്ടാക്കിയ സ്വീകരണമാണ്. ഇപ്പൊ ക്ഷേത്ര കമ്മിറ്റിക്കാരായി, ഒരു പൈസ വാങ്ങിയ ആൾക്കാരായി, ഒരു മോശക്കാരായി. നിങ്ങൾ ചോദിച്ചു നോക്കി, ഞാൻ സംസാരിക്കുന്നത് പുറ്റേക്കാടാണ്. ഈ സ്ഥലമുള്ളത് താനാളൂരിന്റെ അടുത്ത മീനടത്തൂരാണ്. ഇനി നാളെ പറയണ്ട സിദ്ദീഖ് സക്കാഫി എന്തോ പറഞ്ഞു പോയെന്ന്. ഞങ്ങൾക്ക് കളവ് പറഞ്ഞിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ഈ അസൂയക്കൊന്ന് മാറ്റിവെക്കി. ലാസ്റ്റ് ക്ഷേത്ര കമ്മിറ്റി എഴുതിയ കത്ത് അവരെ വേദനിപ്പിച്ചു. അത് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇതാരാണ് ഈ അസഹിഷ്ണുത ഉണ്ടാക്കുന്നത്? അവിടെ സത്യത്തിൽ ഒരു മതമൈത്രി തകർക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പോക്കുണ്ടായത്. ഇനി നിങ്ങൾ ചിന്തിക്കും, മഹല്ലത്തുകളിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങളോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു മഹല്ലത്തിൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്? അപ്പൊ പറയും പള്ളിക്കൽ ബസാർ. പള്ളിക്കൽ ബസാർ ഞങ്ങളാ പ്രശ്നം ഉണ്ടാക്കിയത്? പള്ളിക്കൽ ബസാർ നിങ്ങളാ പ്രശ്നം ഉണ്ടാക്കിയത്? പള്ളി പൂട്ടിച്ചത് നിങ്ങളാണ്. കക്കോയിൽ ജുമ മുടക്കിയത് നിങ്ങളാണ്. കാലികണ്ടത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. മൂളപ്പുറത്ത് പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളാണ്. 7-8 പ്രവർത്തകന്മാര് ഈ സംഘടനയുടെ ആളുകൾ രക്തസാക്ഷികളായില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കി. സമാധാനത്തിന് വേണ്ടി നിലകൊള്ളേണ്ടുന്ന ഇസ്ലാമിക പ്രവർത്തകർ ആയുധമെടുത്ത് തെരുവിലിറങ്ങേണ്ടവരാണോ? അക്രമികളായി തീരേണ്ടവരാണോ? ഈ അസൂയയും കുശുമ്പും എവിടേക്കാണ് ഈ ചെറുപ്പക്കാരെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാൻ അടുത്തൊരു ഉദാഹരണം പറയാം. ഓരോ മഹല്ലത്തുകളിലും ഇവിടെ ഈ ടിയാം എന്ന് പറഞ്ഞതെന്താ? ഇവിടുത്തെ നാട്ടുകാരോട് പറയാ, ഇയാളെ എ.പിക്കാര് മഹല്ലത്തിൽ വന്നു കഴിഞ്ഞാൽ പെരുന്നാൾ 2 അത്ര. പെരുന്നാൾ 2, നോമ്പ് 2. ഇവര് വന്നാലേ എല്ലാവർക്കും നാളെ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടും. സിറാത്ത് പാലങ്ങനെ മിന്നൽ വേഗതയിൽ വിട്ടിടക്കാനും കഴിയും. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലുൽമ് ഞാൻ വായിച്ചുതരാം. ഇനി നോക്കിക്കോളി. പോസ്റ്റർ കീറി തമ്മിലടിപ്പിക്കാൻ ശ്രമം, 2 പേര് പിടിയിൽ. ഇതെവിടെ ഉണ്ടായതാ? സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഒരു മുദ്രാവാക്യം കേൾക്കും, നമ്മളെ സമസ്തന്റെ കുട്ടികളെ മുദ്രാവാക്യ. ഏത് സമസ്ത? നമ്മുടെ സമസ്ത അല്ല, ചേളാരി സമസ്തന്റെ കുട്ടികളെ മുദ്രാവാക്യം. എ.പിക്കാരെ, ദേശിന്റെ മക്കളെ, എനിക്കിതിവിടെ പറയാം. ഈ പുറ്റേക്കാടത്തൊക്കെ ജനങ്ങൾ നല്ലോരാ. ഓല നാട്ടിൽ വന്നിട്ട് ഞാനത് പറയുന്നില്ല, ഓല ദിക്കറാണത്. ദേശിന്റെ മക്കളെന്ന് വിളിച്ചിട്ടൊരു മുദ്രാവാക്യം വിളിച്ചില്ല. മുദ്രാവാക്യം വിളിച്ചതെന്തിനാ നിങ്ങള്? അവരെ പോസ്റ്റർ നമ്മൾ കീറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പ്രതിഷേധ പ്രകടനം. സത്യം പുറത്തു വന്നു. ഒരു നാൾ കള്ളൻ വലയിൽ വീഴും.
അതിൽ സംശയമില്ല. മാതൃഭൂമിയിൽ വാർത്ത വന്നു 2013 നവംബർ 7 വ്യാഴാഴ്ചത്തെ മാതൃഭൂമി പത്രത്തിൽ. നാദാപുരം EK-AP വിഭാഗം സുന്നികളുടെ പോസ്റ്റർ കീറുന്നത് പതിവായ മുടവന്തേരി കുഞ്ഞിപ്പുരമുക്കിൽ പോസ്റ്റർ കീറുന്നതിനിടെ 2 പേർ പിടിയിൽ. നാദാപുരത്ത് റെഡിമെയ്ഡ് ഷോപ്പുടമ മുടവന്തേരി കണ്ടോത്ത് താഴക്കുനി മുനീർ, ഷോപ്പിലെ ജീവനക്കാരായ എടവലത്ത് അബ്ദുറഹീം എന്നിവരെ നാദാപുരം SI MR ബിജു അറസ്റ്റ് ചെയ്തു. EK വിഭാഗത്തിന്റെ പോസ്റ്ററാണ് കഴിഞ്ഞ ദിവസം കീറിയത്. പോസ്റ്റർ കീറിയത് AP വിഭാഗം സുന്നികളാണെന്ന് ആരോപിച്ച് പ്രകടനവും പ്രദേശത്ത് നടന്നിരുന്നു. ഇതിൽ വിളിക്കേണ്ട മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കിയത് മുനീറിന്റെ നേതൃത്വത്തിലായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നാൽ പോസ്റ്റർ കീറിയതിൽ യാതൊരു ബന്ധവുമില്ലെന്ന് AP വിഭാഗം EK വിഭാഗത്തെ അറിയിച്ചിരുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളി. നിങ്ങൾ കേരളത്തില് അന്യ സമുദായക്കാർ വായിക്കുന്ന രീതിയിൽ എത്ര മോശപ്പെട്ട ഫ്ലക്സുകളും ബോർഡുകളും ഞങ്ങൾക്കെതിരെ നിങ്ങൾ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ഞങ്ങൾ എടുത്തിടാൻ പോയിക്കണോ? അവിടെ ഇരിക്കട്ടെ, നിങ്ങളെ സംസ്കാരം നാട്ടുകാർ പഠിക്കട്ടെ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ എന്തെല്ലാം കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. AP ഉസ്താദിനെ ഏതൊക്കെ കോലത്തിൽ നിങ്ങൾ ഫ്ലക്സിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ച ആ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അബ്ദുൽ കൗസർ ഇട്ടെന്ന് വിചാരിച്ചില്ലല്ലേ? 2 കൂടി കൂട്ടി വെക്കി, എല്ലാം വെച്ചോളി, മുഴത്തിന് മുഴം വെക്കി. ഈ സംഘടന എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫ്ലക്സ് കാണുമ്പോ തന്നെ എന്നാ ഞങ്ങൾ ഈ സംഘടനാ പ്രവർത്തനമൊക്കെ നിർത്തിയിട്ട് പൊരയിലിരിക്കുക എന്ന് വിചാരിക്കും. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചെങ്കിൽ നിങ്ങൾ ബുദ്ധിയുള്ള സ്വർഗത്തിലാണ്. കാരണം 1989 മുതൽ നിങ്ങൾ എന്താന്ന് ശരിക്ക് കണ്ടും പഠിച്ചും വരുന്നൊരു സമൂഹമാണ് ഞങ്ങള്. ഞങ്ങൾക്ക് ഈ നിഴൽ യുദ്ധത്തിന് താല്പര്യമല്ല. ഞങ്ങൾക്ക് ഈ അനാവശ്യമായ കാര്യങ്ങളുടെ പിറകിൽ പോകുന്നതിൽ താല്പര്യമല്ല. നിങ്ങൾ ചിലപ്പം ചിലതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കുന്നതും മറുപടി പറയാതിരിക്കുന്നതും നിങ്ങൾ ഒരുപക്ഷെ കരുതിയേക്കാം അത് നിങ്ങളോട് മറുപടി പറയുന്നതിൽ ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ടാണെന്ന്. അല്ല, ഞങ്ങൾ ശാഫി ഇമാമിനെ മദ്ഹബിൽ ഇമാമായി സ്വീകരിച്ച ആൾക്കാരാണ്. അല്ലേ? ഞങ്ങളുടെ ഇമാമ് പറഞ്ഞെന്നറിയോ? ഇദാ നതക സഫീഹു ഫലാ തുജിബുഹു. ഒരു ബിഡ്ഢി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാൻ പോകണ്ട. ഫഖൈറും മിൻ ഇജാബതിഹി സുകൂതു. അവനോട് ഉത്തരം പറയുന്നതിനേക്കാൾ നല്ലത് മൗനിയായിട്ടിരിക്കലാണ്. ഒരല്പം കൂടെയൊക്കെ ഇങ്ങോട്ട് നീങ്ങി വരാൻ പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ പരമാവധി ഇവർക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കാലവർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർക്കിടക മാസത്തിന്റെ സമയമല്ലേ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർക്കിടം കഴിയട്ടെ ആദർശം പറയാൻ കാത്തിക്കാനും പറ്റൂല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കാം. എല്ലാവരും പരമാവധി സഹകരിച്ച് പ്രത്യേകിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ സഹോദരങ്ങളെ, ഇവര് കേരളത്തിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓരോ വൃത്തികേടുകൾ പറഞ്ഞു നടക്കുമ്പോ മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം ഇവരുടെ പിറകിൽ പോയി മറുപടി പറയാതിരിക്കുമ്പോ അവരുടെ അനുയായികളുടെ കാരണം എന്താണെന്നറിയോ? AP-ക്കാർ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. മറുപടിയില്ലാതെ ഇടങ്ങേറായിരിക്കുകയാണ്. ഞങ്ങൾക്കോ നിങ്ങളോടോ ഒരിടങ്ങേറുമില്ല. പക്ഷെ എന്ത് ചെയ്യാനാ? ഷാഫി ഇമാമ് ഞങ്ങളെ പഠിപ്പിച്ചെന്നറിയോ? ചില സഫീഹുകളോട് സംസാരിക്കണേക്കാളും നല്ലത് മിണ്ടാതിരിക്കലാണ്. ഫഖൈറും മിൻ ഇജാബതിഹി സുകൂതു. അവരോട് മിണ്ടാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഫഇൻ കല്ലംതഹു ഫറജ്ത അൻഹു വഇൻ ഖല്ലൈതഹു കമദയമൂതു. അവനോട് ഈ മിണ്ടാൻ പോയിട്ടുണ്ടെങ്കിൽ അവനക്ക് കൂടുതൽ പിന്നെയും പറയാൻ അങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കല. എന്റെ സദസ്സിലുള്ള പ്രവർത്തകന്മാരെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചിലരെ എന്തെങ്കിലും ഒച്ചപ്പാടോ ബഹളം ഉണ്ടാക്കിയിട്ട് മുഴത്തിന് മുഴം പരിപാടിയായിട്ട് നടക്കുമ്പോ നമ്മൾ മെയിൻറ്റ് ചെയ്യാത്തത് ഉത്തരമില്ലാഞ്ഞിട്ടാണെന്ന്? കേട്ടോളിങ്ങള്, ഷാഫി ഇമാമ് പറയാണ് ഓൾക്ക് മറുപടി പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ആ വിഡ്ഢികൾക്ക് കൂടുതൽ നുണ പറയാൻ നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കല്ലേ? കൂടുതൽ ജഹാലത്ത് വളമ്പാൻ സൗകര്യം ചെയ്തു കൊടുക്കല്ലേ? വൈൻ ഖല്ലൈതഹു കമദയമൂതു. അവരെ അവഗണിച്ചു കളഞ്ഞാലോ മനപ്രയാസത്താൽ അവര് മരിച്ചങ്ങ് പോയിക്കോളും. അവർക്ക് മറുപടി പറഞ്ഞു കിട്ടലാണ് ആവശ്യം. പക്ഷേ ഷാഫി ഇമാമ് പറഞ്ഞു, ഇസ്ലാമിന്റെ ആളുകളെ, ദീനിന്റെ ആളുകളെ, ദഅവയുടെ ആളുകളെ, നിങ്ങൾ പരിഗണിക്കേണ്ടതല്ലാത്ത കാര്യങ്ങളെ പരിഗണിക്കാൻ പോകേണ്ട കാര്യമില്ല. സക്കത്തു അനി സഫീഹി ഫളന്ന അന്നി അയ്തു അനിൽ ജവാബി വഅയ്തു. നോക്കിങ്ങള്, ഷാഫി ഇമാമ് പറയാണ് ആ വിഡ്ഢിക്ക് മറുപടി പറയാതിരിക്കുമ്പോ അവൻ ധരിക്കണമെന്നറിയോ? എനിക്ക് ഉത്തരം ചെയ്യാൻ പ്രയാസമുണ്ട് എന്നാ. പക്ഷേ ഞാൻ ദുർബലനല്ലട്ടോ. ഒമായിത്തു, ഞാൻ ദുർബലനല്ല.
എനിക്ക് ഉത്തരം പറയാൻ പ്രയാസമല്ല, മറുപടി പറയാൻ പ്രയാസമല്ല. അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ എന്താ മറുപടി പറയാൻ പ്രയാസം? ഇവരെ പോലത്തെ ആരെങ്കിലും വന്നൊരു ഒച്ചപ്പാടും ബഹലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 11 വട്ടം വന്ന 12ാമത്തെ വട്ടം വരാൻ പടച്ചോൻ ആരോഗ്യം തന്ന ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല, ഒരു പ്രയാസമില്ല. പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെ അവഗണിച്ചു തള്ളുന്നത് അത് ഖൈറുദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ചെറുപ്പക്കാർ മനസ്സിലാക്കി, നാട്ടിലെ യുവാക്കൾ മനസ്സിലാക്കി. ഞങ്ങളല്ല, നാദാപുരത്തെ ഞാൻ ഈ നാട്ടിൽ ചെന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ഈ നാട്ടിൽ ഞാൻ ചെന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അവിടുത്തെ നാട്ടുകാർക്ക് പകൽ വെളിച്ചം പോലെ അറിയാം. അവരെ പോസ്റ്ററും കീറുന്നു, നമ്മളെ പോസ്റ്ററും കീറുന്നു. എന്നിട്ടോ അവരെ പോസ്റ്റർ കീറിയത് ഇന്ന് രാത്രിയാണ് കീറുന്നതെങ്കിൽ നാളെ തുടങ്ങി പ്രകടനം, ഭയങ്കര തെറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെയുള്ള നിഷ്പക്ഷരായി ചിന്തിക്കുന്ന ആളുകളോട് നമ്മുടെ പ്രവർത്തകന്മാര് പറഞ്ഞു, ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഞങ്ങൾ ഒരു ഫ്ലക്സും കൊണ്ട് കീറാൻ വരൂല. നിങ്ങൾ എത്ര സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ മുമ്പിൽ, പള്ളിയുടെ മുന്നിൽ അല്ലേ, സ്ഥാപനത്തിന്റെയും പള്ളിയുടെയും മുന്നിൽ, അല്ലെങ്കിൽ ഞങ്ങളൊരു സമ്മേളനം നടത്തുമ്പോ അവിടെ നിന്നും നാലാളെ മുന്നിൽ വായിക്കാൻ പറ്റാത്ത വൃത്തികേടിന്റെ വരികൾ നിങ്ങൾ എത്ര സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെടുത്ത് കുപ്പത്തട്ടിയിലേക്ക് എറിയാൻ ഞങ്ങൾക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടായിരുന്നില്ല, ഞങ്ങൾക്കതിന് ഭീരുക്കളായതുകൊണ്ടുമായിരുന്നില്ല. പക്ഷേ ഒരു പ്രശ്നം, സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആ ശൈലി സ്വീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം ഇസ്ലാമിന്റെ ശൈലി എന്ന് പറയുന്നത് അക്രമത്തിന്റെ ശൈലിയല്ല, ഇസ്ലാമിന്റെ ശൈലി എന്ന് പറയുന്നത് ഭീകരതയുടെ ശൈലിയല്ല, ഇസ്ലാമിന്റെ ശൈലി എന്ന് പറയുന്നത് ഈ നിലക്കുള്ള കള്ളത്തരത്തിന്റെ ശൈലിയല്ല. ദഅവാരംഗത്ത് നമുക്കെന്തിനാ കള്ളത്തരം, നമുക്കെന്തിനാ വേണ്ടാത്ത ശൈലികൾ? എന്നിട്ട് നോക്കി നിങ്ങൾ, ഈ നിഷ്പക്ഷരായ ചെറുപ്പക്കാര് ഉറക്കൊഴിച്ച് കാത്തിരുന്നു ആരാ പോസ്റ്റർ കീർന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ പോസ്റ്റർ കീറിയ പ്രതികളെ പിടിച്ചതാ മാതൃഭൂമിയിൽ വാർത്ത വന്നത്. പിടിച്ചു നോക്കുമ്പോഴോ നമ്മളെ ചേലാരി സമസ്തന്റെ പ്രവർത്തകര്. ആരെ ഫ്ലക്സാ കയറിയിരിക്കുന്നത്? ഓല ഫ്ലക്സ് തന്നെ. അപ്പൊ ഈ മുനീറിനെ പിടിച്ചപ്പോണ്ട് നാളെ വിളിക്കേണ്ട മുദ്രാവാക്യം ഓന്റെ കീശയിൽ ഇന്ന് തന്നെ എഴുതിയിട്ടിരിക്കണം. നിങ്ങൾ മനസ്സിലായ? നാളെ വിളിക്കേണ്ട മുദ്രാവാക്യം മൂപ്പർ ഇന്ന് തന്നെ കീശയിൽ എഴുതിയിട്ടിട്ടാ വന്നിരിക്കുന്നത്. ഇതാണ്. എന്നിട്ട് ഈ കക്ഷികളാണ് ഇവിടെ വന്നിട്ട് പറയുന്നത് മഹല്ലത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് AP-ക്കാരാണ്. നിങ്ങൾ ആരോടെ ഇതൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് മാന്യമായ രീതിയിൽ പറയാൻ ഒരു അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നില്ലേ? നിങ്ങളോട് പെരുത്ത നന്ദിയുണ്ട് ഞങ്ങൾക്ക്. ചെറിയ നന്ദിയൊന്നുമല്ല, പെരുത്ത നന്ദിയുണ്ട്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും ആരാ സമാധാനത്തിന്റെ ആശയം പറഞ്ഞ് ഇവിടെ പ്രസംഗിക്കാൻ വരുന്നത്? ഞാൻ തുറന്നു പറഞ്ഞു, ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പില് ഒരിക്കലും തന്നെ മുസ്ലിം ജമാഅത്തിനോ SYSനോ SSFനോ സംഘടനാപരമായിട്ട് ഒരു റോളും ഇല്ല. ഒരു ഭാഗത്ത് മുത്തവല്ലിയുടെ പാനൽ, ഒരു ഭാഗത്ത് പള്ളി പിടിച്ചെടുക്കുന്ന സമസ്തന്റെ പാനലും ചേലാരി സമസ്തന്റെ പാനലും. അതാണ് ഇവിടെ മത്സരിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ മുത്തവല്ലിയുടെ പാനലിലെ ജനങ്ങൾ ഈ നാട്ടുകാർക്കറിയില്ലേ? അവരുടെ ആശയം അംഗീകരിക്കുന്ന ആളുകൾ തന്നെ അതിലില്ലേ? അവരെയൊക്കെ ഒരു തരം കൊച്ചാക്കുന്ന രീതിയിലല്ലേ പിന്നെ നിങ്ങളുടെ പ്രചരണങ്ങളും നിങ്ങളുടെ വർക്കുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നാട്ടുകാരോട് പറയുന്നത് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ ഒരു മഹല്ലത്തിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഒരു മഹല്ലത്തിൽ നിങ്ങൾ വരുത്തി തീർക്കുന്നത് അങ്ങനെയാ. കക്കോവിലും ജുമാ മുടക്കിയത് ഞങ്ങളാണ്, പള്ളിക്കസാർ ജുമാ മുടക്കിയത് ഞങ്ങളാണ്. നിങ്ങൾ കള്ളിക്കൽ ബസാറിലെ കക്കോവിലെയും മാപ്പിളാരോട് ചോദിക്കല്ലേ, ഹിന്ദുക്കളോട് പോയി ചോദിച്ചു നോക്കി. നിങ്ങൾ അവര് പറഞ്ഞു തരും ആരാ അവിടെ പ്രശ്നം ഉണ്ടാക്കണെന്ന്, ആരാ അവിടെ കുഴപ്പമുണ്ടാക്കണെന്ന്. ഞങ്ങളല്ല സുഹൃത്തുക്കളെ, ഞമ്മക്കതിന്റെ ആവശ്യമില്ല, ശൈലിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഈ മഹല്ലത്തിലും ഞാൻ അന്വേഷിച്ചു, എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നൊരു പ്രശ്നം ഒന്നുമില്ല. ഒരു മദ്രസ ഞങ്ങൾ ഇന്ന് വരെ ഇവിടെ തുടങ്ങാൻ പോയിട്ടുണ്ടായിരുന്നോ? നിലവിലുള്ള മദ്രസന്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ച് ഞങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടോ? ഞങ്ങൾ ഒന്നിനും ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഇവിടെ പോയിട്ടില്ല. എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത പ്രചരണം? എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി പറന്നു നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇവന്മാരോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. തളിപ്പറമ്പിലെ ഓണപ്പറമ്പിലെ പള്ളിയും മദ്രസയും, ഒരു മുസ്ലിം പള്ളിയും ഒരു മുസ്ലിം മദ്രസയും തകർത്തതാരാ? ഞങ്ങൾക്ക് വേദനയുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിൽ. കാരണം ഇപ്പോ പ്രത്യേകിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ. ഒരു ഭാഗത്ത് ഭീകരത ചർച്ച ചെയ്യപ്പെടുകയാണ്, തീവ്രവാദം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇസ്ലാം ഭീകരതയുടെ മതമാണെന്ന് പറയുന്നത്, മുസ്ലിമീങ്ങൾ ഭീകരവാദികളാണ് പറയുന്നത്. മുസ്ലിമീങ്ങൾ ഐക്യത്തിലും യോജിപ്പിലും സന്തോഷത്തിലും ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടത്തിൽ ഇവന്മാര് വന്ന് പറയുന്നത് കണ്ടോ? മുടി ചട്ടി പൊടി ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഈ കൗമിനുണ്ടോ? ഇവരൊക്കെ ഏത് ബുദ്ധിയോണ്ടാ ചിന്തിക്കുന്നത്? അതുകൊണ്ടാണ് ഞങ്ങളെ ചർച്ച അവിടെ അവസാനിപ്പിച്ചു വെച്ചത്. ഞങ്ങൾ ആ ചർച്ച അവസാനിപ്പിച്ചു വെച്ചത്. അല്ലെങ്കിൽ പുറ്റേക്കാട് മഹല്ല് തെരഞ്ഞെടുപ്പും മുടിയും തമ്മിൽ എന്താ ബന്ധോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. മൂപ്പര മേച്ചർ മൂപ്പർക്ക് അതേ അറിയുള്ളൂ, മൂപ്പർക്ക് വേറൊന്നും പ്രസംഗിക്കാറിയില്ല. അപ്പൊ വന്ന് പ്രസംഗിക്കാണ്.
ഒന്ന് ആലോചിക്കേണ്ട ആരാ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഒരു വിശദീകരണം വെച്ചത് ഈ നാട്ടിലെ ജനങ്ങളോട് ചില സത്യങ്ങൾ തുറന്നു പറയാനാ. ഞങ്ങളല്ല പ്രശ്നത്തിന്റെ ആളുകൾ. ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇതേതാ കാലഘട്ടം? ഞാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് നിങ്ങൾ എല്ലാ വിരോധം മാറ്റിവെക്കി, സംഘടനാപരമായ വിരോധങ്ങൾ മാറ്റിവെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കി. എന്താ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? ഈ രാജ്യത്ത് ദളിത് വിഭാഗം പീഡിപ്പിക്കപ്പെടുകയാണ്, മുസ്ലിം സമുദായം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ നമ്മൾ വളരെ ജാഗ്രതയോടെ, എന്തിന്? പ്രശ്നത്തിനല്ല, ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സമയത്ത് ഇവിടുത്തെ അന്യ സമുദായക്കാരാ തുടങ്ങി, മാപ്പിളാര് തുടങ്ങി, ഓല് ബഹളം തുടങ്ങി. ഇത് അവർക്ക് വരുത്തി തീർക്കൽ ആവശ്യമല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് നമ്മൾ സംയമനത്തിന്റെ ശൈലിയല്ലേ സ്വീകരിക്കേണ്ടത്? ഇസ്ലാമിൽ എവിടെയാണ് ഭീകരതയുള്ളത്? ഇസ്ലാമിൽ എവിടെയാണ് തീവ്രവാദമുള്ളത്? ഇസ്ലാമിൽ ഭീകരതല്ല. അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നതറിയോ? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാം ഒന്ന് മാത്രമാണ്. നിങ്ങൾ ആലോചിക്കണം, ഇപ്പോ കേരളത്തിൽ കുറച്ച് ചെറുപ്പക്കാരെ കാണാതായി. ഇത് ആദർശ വിശദീകരണം. ഞങ്ങൾ സുന്നത്തുമായിട്ട് വിശദീകരിക്കാൻ വന്നതാ. സമസ്തന്റെ പാരമ്പര്യം എന്താണ്? മൂപ്പര് പറയാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്നെങ്ങനെ നിങ്ങൾ പേരിടുക? വരക്കൽ മുല്ലക്കോയ തങ്ങൾ പിന്നെ ഞങ്ങൾക്കില്ല, നിങ്ങൾക്കുള്ളതാ. വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത ഉണ്ടാക്കിയ ആളാ. പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ സ്ഥാപക നേതാക്കളാ. അവരെന്തിനാ 1925-26 കാലങ്ങളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത്? നിങ്ങൾ ആലോചിക്കണം. ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രമായിരുന്നു ഒന്നിച്ചു നിന്ന മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്നത്. 1921 മലബാർ കലാപത്തിന്റെ ചരിത്രം വായിക്കും നിങ്ങൾ. അത് മുസ്ലിമീങ്ങൾക്ക് വരുത്തിവെച്ച നാശങ്ങൾ എത്രയാണ്? എത്ര മുസ്ലിമീങ്ങൾ ജീവൻ കൊടുക്കേണ്ടി വന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി? എത്ര മുസ്ലിമീങ്ങൾ ജീവൻ കൊടുക്കേണ്ടി വന്നു? എന്നാൽ വളരെ തന്ത്രപരമായി, അനാവശ്യമായി യുദ്ധോമുഖത്തേക്ക് പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ പറഞ്ഞുവിടുകയും അവസാനം കൊച്ചിയിലും തിരുവിതാംകൂറിലും അഭയം തേടിപ്പോയ ചില മൗലവിമാരുണ്ടായിരുന്നു. ആ മൗലവിമാരാണ് വക്കം മൗലവിയുടെ ആശയത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് സ്വഹാബത്തിലൂടെ ദീനെത്തിയ ഒരു നാട്ടിൽ ഇവിടെ അനൈക്യമുണ്ടാക്കാൻ രംഗത്ത് വന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് AP വിഭാഗം സുന്നികൾ ആദർശ രംഗത്ത് വിട്ടുവീഴ്ചയില്ലാതെ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്ലാം എന്ന് പറയുന്നത് അഹ്ലുസുന്ന വൽ ജമാഅ മാത്രമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. സുന്നത്ത് ജമാഅത്ത് അല്ലാത്തത് ഇസ്ലാം അല്ല. ഇത് പറയാൻ നമ്മൾ ആരെയും കാത്തു നിൽക്കേണ്ട കാര്യവുമില്ല. കാരണം ഇപ്പോൾ അതെല്ലാവർക്കും വളരെ സുതാര്യമായി മനസ്സിലാവുകയാണ്. കാരണം എന്താ? കാരണം ഇപ്പൊ കണ്ടെങ്കില് 10-21 മുസ്ലിം ചെറുപ്പക്കാരെ കാണാതായി. ദമ്പതികളടക്കം ചിലരെ കാണാതായി. അവരൊക്കെ എങ്ങടാ പോയത്? അന്വേഷിക്കുകയാണത്രേ. ചിലര് പറയാൻ IS പോയി ചേർന്നിക്കണ്. ഞങ്ങൾ തെളിവില്ലാത്ത കാര്യമൊന്നും പറയാൻ ഞങ്ങളില്ല. അവർ IS-ലേക്ക് പോയോന്നൊന്നും പറയാൻ ഞങ്ങളില്ല. ഒരു കാര്യം സത്യമാണ്, മുസ്ലിം ചെറുപ്പക്കാരിൽ അനാവശ്യമായ ചില ചിന്തകൾ ചിലരുണ്ടാക്കുന്നുണ്ട് എന്നൊരു സത്യമാണ്. അത് അപകടകരമാണ്. അങ്ങനെ ചെറുപ്പക്കാർ പോകാൻ കാരണം സാക്കിർ നായിക്ക് എന്ന് പറയുന്ന ഒരു പ്രഭാഷകന്റെ പ്രഭാഷണത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്നും ചിലർ പറയുന്നു. അതും ശരിയാണെന്ന് പറയാനും ഞങ്ങളില്ല. കാരണം എന്താ? സാക്കിർ നായിക്കിന്റെ പ്രസംഗം കേട്ടിട്ടാണ് 21 ചെറുപ്പക്കാര്, അല്ലെങ്കിൽ എത്ര എണ്ണാച്ച അത്ര, അവരൊക്കെ ചിലയിടത്തേക്ക് പോയത് അല്ലെങ്കിൽ കാണാതായത് എന്നൊന്നും പറയാൻ ഞങ്ങളില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ പേരിൽ ഇവിടെ ചില വിഷയങ്ങൾ നടന്നു. അതെന്താ? സാക്കിർ നായിക്കിനെ അനുകൂലിച്ചുകൊണ്ട് വളരെ വ്യാപകമായ ചില പ്രചരണങ്ങൾ. എന്തൊരു ആവേശം! എന്താ സോഷ്യൽ മീഡിയകളിലൊക്കെയുള്ള പ്രചരണം! സാക്കിർ നായിക്ക് ആഗോള അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക് പണ്ഡിതനാണ്. ഇതിന്റെ ഈ കലക്ക് വെള്ളത്തിലൂടെ മീൻ പിടിക്കാൻ ഒരു ശ്രമമാണ് ഇവിടെ ഒരു ഭാഗത്ത് ഇറക്കുന്നത്. ഒരു കാര്യം ഞങ്ങൾ തുറന്നു പറയുന്നു, സാക്കിർ നായിക്ക് എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ പ്രഭാഷണങ്ങൾ കേട്ട് ചെറുപ്പക്കാർ IS-ൽ ചേർന്നു എന്നും പറയാൻ ഞങ്ങളില്ല. ഇല്ലാത്തത് ഞങ്ങൾ അങ്ങനെ തന്നെ പറയും. അതുണ്ടോ ഇല്ല എന്നൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളെ അന്വേഷിക്കണ്ട. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദർശ സമ്മേളനത്തിൽ തുറന്നു പറയാം. അതെന്താ? എന്റെ സദസ്സിലുള്ള യുവാക്കൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ചെറുപ്പക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഈ സാക്കിർ നായിക്ക് എന്ന് പറയുന്ന വ്യക്തി, അയാൾ ഒരു സുന്നിയല്ല. അയാളുടെ പ്രഭാഷണങ്ങളിൽ ഖുർആൻ വിരുദ്ധ ആശയങ്ങൾ ധാരാളം ഉണ്ട്. അതിലൊരു സംശയമില്ല. അയാൾ ഒരു ആഗോളാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന വലിയ ഇസ്ലാമിക് പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ സദസ്സിലെ ആൾക്കൂട്ടം കാണുമ്പോ, അല്ലെങ്കിൽ അദ്ദേഹം രാമായണം വായിച്ചു പറയുമ്പോ
ഭഗവത്ഗീത വായിക്കുമ്പോ, മഹാഭാരതം വായിക്കുമ്പോ, അതിൽ അദ്ദേഹം മറ്റേതെങ്കിലും വേദഗ്രന്ഥങ്ങൾ പറയുമ്പോ, ബൈബിൾ ഉദ്ധരിക്കുമ്പോ നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. ഇതേ രീതിയിൽ അയാൾ ഖുർആനും പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ഇനി ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഉദാഹരണം പറയാം. ഈ സാക്കിർ നായിക്കിനെ കൊണ്ടുവന്ന ഒരു ടീമുണ്ടായിരുന്നു കേരളത്തിൽ. അതാണ് ഞമ്മക്കെതിരെ പ്രസംഗിച്ചു കിടക്കുന്ന ഈ വിഭാഗം. നിങ്ങൾക്കിപ്പോ ഞാൻ അതും കൂടി ഇപ്പൊ ഈ സന്ദർഭോചിതമായിട്ട് വായിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഇത് മനോരമ ഫെബ്രുവരി 22, 1999 തെളിവില്ലാതെ മറ്റാള് പറഞ്ഞ പോയ മതി എന്തേലും പറഞ്ഞു പോകല്ല. പറയുന്നതിന് തെളിവുണ്ടോ, തെളിവില്ലെങ്കിൽ മിണ്ടൂല. അതാ ഞങ്ങളുടെ ശൈലി, കേട്ടോളിങ്ങള്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം. കുറ്റിപ്പുറം സാക്കിർ നായിക്കിനെ കേരളത്തിലെ ഒരു സംഘടന സമ്മേളനത്തിന് ക്ഷണിച്ചതാ, വായിച്ചേരാ. സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കരുതെന്ന് ഖുർആൻ പറയുന്നില്ലെന്നും അതിൽ നിന്ന് അവരെ വിലക്കുന്നത് ശരിയല്ലെന്നും പ്രമുഖ ഇസ്ലാം പണ്ഡിതനായ ഡോക്ടർ സാക്കിർ നായിക് പറഞ്ഞു. എവിടെ ഇയാൾ പറഞ്ഞത്? ജമാ ഇസ്ലാമിന്റെ സമ്മേളനത്തിലല്ല. കാരണം അവിടെ പറയട്ടത് കുഴപ്പമൊന്നുമില്ല, കാരണം അവരെ ആശയം പറയുന്നവരാ. മുജാഹിദിന്റെ സമ്മേളനത്തിലല്ല. കേട്ടോളി. വാദീനൂറിൽ SKSSF ദശവാർഷിക സമ്മേളനത്തിൽ സെമിനാറിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ഇദ്ദേഹം. എങ്ങനെയുണ്ട്? നമ്മളെ ഒറിജിനൽ സമസ്തന്റെ കുട്ടികൾ കൊടുന്നതാ സാക്കിർ നായിക്കിനെ. ബർക്കൽ മുല്ലക്കോയ തങ്ങളെ ആദർശം പറയാൻ വേണ്ടി ഉണ്ടാക്കിയ സമ്മേളനം, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആദർശം പറയാൻ വേണ്ടി ഉണ്ടാക്കിയ സമ്മേളനം, കണ്ണിയത്തുസ്താദ് മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും നമുക്ക് പഠിപ്പിച്ച ആദർശം പറയാൻ വേണ്ടി ഉണ്ടാക്കിയ സമ്മേളനം, അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞ ആദർശം പറയാൻ വേണ്ടി ഉണ്ടാക്കിയ സമ്മേളനം. ആ സമ്മേളനത്തിൽ സാക്കിർ നായിക്ക് പറഞ്ഞതെന്താ? പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകുന്നതിന് ഖുർആൻ എതിരില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇയാൾക്ക് ഖുർആൻ അറിയില്ല. സാക്കിർ നായിക്ക് എങ്ങനെ പറയാ ഖുർആനിനെതിരല്ല എന്നുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. അള്ളാന്റെ ഖുർആൻ പറയുന്നത് എന്താ? അത് ഞാൻ വായിച്ചു തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഈ വിഷയത്തിൽ പറയുന്ന കാഴ്ചപ്പാട് എന്താണ്? ഖുർആൻ പള്ളിയെ സംബന്ധിച്ച് പറയുന്നിടത്ത് പറയുന്നത് അവിടെ പുരുഷന്മാരെയാ പറയുന്നത്, സ്ത്രീകളെ പറഞ്ഞില്ലല്ലോ. സ്ത്രീകളെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പള്ളിയിൽ കൊണ്ടുപോയി അവരെ നിസ്കരിപ്പിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂൽ ആവശ്യപ്പെട്ടിട്ടില്ല. മുത്തുനബി തങ്ങൾ പറഞ്ഞതെന്താ? ഖൈറു മസാജിദിൻ നിസാഇ കഅറു ബുയൂതിഹിന്ന. പെണ്ണുങ്ങൾക്ക് ഉത്തമം അവരുടെ വീടുകളാണ്, അവരുടെ വീടുകളിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കലാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. എന്നങ്ങൾ ചിന്തിച്ചു നോക്കി. ഈ കേരളത്തില് ഇവന്മാരൊരു പരിപാടി സംഘടിപ്പിച്ചിട്ട് സാക്കിർ നായിക്കിനയിൽ കൊടുന്നിട്ട് ഇവർ പറഞ്ഞത് ശുദ്ധ സുന്നി വിരുദ്ധാശയം. അത് തിരുത്തിക്കാൻ ഇവർ ശ്രമിച്ചോ? ഇനി നിങ്ങൾ ചിന്തിക്കും. ഇപ്പോൾ ഇവിടെ ഭീകരത ചർച്ച ചെയ്യപ്പെടുകയാണ്, തീവ്രവാദം ചർച്ച ചെയ്യപ്പെടുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓഫീസുകൾ ഈയിടെ റെയ്ഡ് ചെയ്തു. അവർ സംശയത്തിന്റെ നിഴലിലാണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കും, ഈ ഒരു ഘട്ടത്തിൽ കോഴിക്കോട് മടവൂരി വിഭാഗം മുജാഹിദീങ്ങൾ പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ആ മുജാഹിദല്ല, ഞങ്ങൾ വേറെ മുജാഹിദാണ്. ഞങ്ങൾ ആ മുജാഹിദല്ല, ഞങ്ങൾ വേറെ മുജാഹിദ്. വാപ്പ വത്തായത്തിനും കൂടി ഇല്ല എന്ന് പറഞ്ഞ മാതിരി. ചുരുക്കി പറയുകയാണെങ്കിൽ അവരാകെ വെപ്രാളത്തിലാണ്. ഇവിടെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം, ഈ കേരളത്തിൽ ദീൻ എന്താന്ന് പറഞ്ഞ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് റസൂലുള്ളാഹിന്റെ സ്വഹാബത്താണ്. ആർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്? വമൻ സ്വഹിബൻ നബിയ ഔ റആഹു മിനൽ മുസ്ലിമീന ഫഹുവ മിൻ അസ്ഹാബിഹി. നബിതങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവരാണല്ലോ സ്വഹാബത്ത്. ആ സ്വഹാബത്തിലൂടെ ദീൻ കിട്ടിയ നാടാണ് കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ സംസ്ഥാനം. അപ്പൊ കേരളത്തിൽ ഇസ്ലാമിന്റെ പഴക്കത്ര ഉണ്ടാവും? എത്ര പഴക്കമുണ്ടാവും? 14 നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവും പറയാനുണ്ടല്ലേ നമ്മുടെ ഇസ്ലാമിന്? ഉണ്ട്. ആ ഇസ്ലാമിൽ ടെററിസ്റ്റ് അല്ല. എന്നാൽ ഇന്ന് ലോകത്തിന്റെ സമാധാനം തകർത്തുകൊണ്ടിരിക്കുന്ന ചില സംഘടനകളുണ്ട്. അതാണ് ഇപ്പോ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് ലെവന്റ്. ലോകത്ത് വളർന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന IS എന്ന് പറയുന്ന സംഘടന. SSF പോസ്റ്റർ ഇറക്കിയ IS ഇസ്ലാമല്ല. IS ചെയ്യുന്ന പാപഭാരം മുസ്ലിമീങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട കാര്യവുമില്ല. കാരണം IS മതരാഷ്ട്രവാദിയുടെ ഇസ്ലാമാണ്. IS എന്ത് ഇസ്ലാം? അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ശ്രീ അബൂബക്കർ ബഗ്ദാദിയാണത്രേ. അങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ആ മനുഷ്യനെയാണ് പറയുന്നത്. ആ മനുഷ്യന്റെ പേരിലാണ് ഈ സംഘടന നിലകൊള്ളുന്നത്. ഇനി എന്താണ് ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ചെയ്യുന്നത്? കുട്ടികളെ കൊല്ലുക, സ്ത്രീകളെ കൊല്ലുക, അല്ലേ? കഴുത്തറുത്ത് കൊല്ലുക, കോയിനെ അറുക്കണ മാതിരി വലിയ കാര്യ.
വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഞാൻ എന്റെ സദസ്സിലുള്ള യുവാക്കളോട് പറയുന്നു, SSF 1973 രൂപീകരിച്ച സംഘടനയാണ് അല്ലേ? 1954 SYS രൂപീകരിച്ചിട്ടുണ്ട്. 1951 ഇവിടെ വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വന്നിട്ടുണ്ട്. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. മുസ്ലിം ജമാഅത്ത് ഈയിടെ പുതുതായി നിലവിൽ വന്ന ഒരു സംഘടനയാണ്. ഞാൻ എന്നെ കേട്ടു നിൽക്കുന്നവരോട് ചോദിച്ചോട്ടെ, ഈ സംഘടനകളിൽ ഏതെങ്കിലും ഒരു സംഘടന ഒരു രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ഒരു അക്രമത്തിന്റെ ശൈലി സ്വീകരിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഭീകരതയുടെ ശൈലി സ്വീകരിച്ചിട്ടുണ്ടോ? എന്നാൽ IS ചെയ്യുന്നത് എന്താണ്? പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് ആയുധ പരിശീലനങ്ങൾ നൽകി നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്നു. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഈ അക്രമത്തിന് ഏത് സ്വർഗം തരാമെന്നാ പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത്? അല്ല സ്വർഗം കൊടുക്കുന്ന ആർക്കാണെന്നറിയോ? ഖുർആൻ പറയുന്നു, തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്ത, ഭൂമിയിൽ നാശങ്ങൾ ഉണ്ടാക്കാത്ത, സമാധാനത്തോടെ സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്ത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കുള്ളതാ പരലോകത്തെ മോക്ഷത്തിന്റെ ഭവനമായ സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗം എങ്ങനെയാണ് അക്രമികൾക്ക് ലഭിക്കുന്നത്? അപ്പൊ ഈ IS പറയുന്ന ഇസ്ലാം അത് അഹ്ലുസ് സുന്ന വൽ ജമാഅ പറയുന്ന ഇസ്ലാം അല്ല. ഇനി അതേപോലെ തന്നെയാണ് അൽ ഖ്വായിദ, അതേപോലെ നൈജീരിയയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബോക്കോ ഹറാം, അതേപോലെ തന്നെയാണ് ഫിലിപ്പീൻസിലെ അബൂ സയ്യാഫ്, സോമാലിയിലെ അശ്ശബാബ്, പാകിസ്ഥാനിലെ ഹർക്കത്തുൽ മുജാഹിദീന്, ഇറാഖിലെ തൗഹീദ് ആൻഡ് ജിഹാദ്, ഏത് സംഘടനയാവട്ടെ, അല്ലെങ്കിൽ അൽ ഖ്വായിദയുടെയും അതേപോലെ IS-ന്റെയും ഒക്കെ ഭാഗങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അന്നുസ്ര ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ, ഇവരെന്താ ചെയ്യുന്നത്? പാവം ജനങ്ങളെ കൊല്ല അല്ലേ? പാവം ജനങ്ങളെ കൊല്ല. ഇങ്ങനൊരു സംഘടന ഉണ്ടോ? ഈ സംഘടനയുടെ ആശയപ്പൊരുത്തവുമായി സുന്നി ആദർശത്തിനല്ല ബന്ധം. പിന്നെ ആർക്കാ ബന്ധമുള്ളത്? കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സലഫി പ്രസ്ഥാനത്തിന് കൈകഴുകി രക്ഷപ്പെടാൻ കഴിയില്ല. 1921 മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ദീർഘവീക്ഷണത്തോടെ സമസ്ത ഉണ്ടാക്കിയത് എന്തിനായിരുന്നു അറിയോ? ഒന്നിച്ചു നിന്നിരുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ ഈ നാട്ടിലുള്ള മൗലവിമാര് ശ്രമിച്ചപ്പോഴായിരുന്നു. ഒരുമയോടെ നിന്നിരുന്ന മുസ്ലിമീങ്ങൾ അല്ലേ? പരമ്പരാഗതമായി സ്വഹാബത്തിലൂടെ നമുക്ക് കൈമാറി കിട്ടിയ ഇസ്ലാം, ആ ഇസ്ലാമിൽ ജുമുഅക്ക് 2 ബാങ്കുണ്ട്. ആ ഇസ്ലാമിൽ ഖുത്ബ അറബിയിലാണ്. ആ ഇസ്ലാമില് തറാവീഹിന്റെ റകഅത്തിന്റെ എണ്ണം 20 ആ ഇസ്ലാമിൽ പെണ്ണ് പള്ളി പോക്കില്ല. ആ ഇസ്ലാമിൽ മന്ത്രമുണ്ട്, ഉറുക്കുണ്ട്, ഏലസുണ്ട്, പിഞ്ഞാണമെഴുത്തുണ്ട്. ആ ഇസ്ലാമിൽ സുബ്ഹിയിലെ കുനൂത്തുണ്ട്. ആ ഇസ്ലാമിൽ നിസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയുണ്ട്. അതെല്ലാം ശിർക്കിന്റെ പട്ടികയിലേക്ക് എഴുതിത്തള്ളി ഈ മുസ്ലിം സമുദായത്തിനിടയിൽ അനൈക്യമുണ്ടാക്കിയവരാരാണ്? കേരളത്തിലെ ബിദ്അത്തുകാരായിരുന്നില്ലേ? പുത്തനാശയക്കാരായിരുന്നില്ലേ? അവർക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? കേരള മുസ്ലിമീങ്ങളുടെ ഐക്യം തകർത്തതുകൊണ്ട് അവർക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? ആ ഘട്ടത്തിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയത്. സമസ്ത ഉണ്ടാക്കിയത് മദ്രസ കത്തിക്കാനല്ല. സമസ്ത ഉണ്ടാക്കിയത് ഏതെങ്കിലും സംഘടനാ വിരോധത്തിന്റെ പേരിൽ മഹല്ലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല. പാവപ്പെട്ട മുസ്ലിം സുന്നി ചെറുപ്പക്കാരെ മഹല്ലുകളിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച് പുറത്തു ചാടിക്കാനല്ല സമസ്ത ഉണ്ടാക്കിയത്. സമസ്ത ഉണ്ടാക്കിയത് വിശ്വാസത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ബിദ്അഈ റാക്കറ്റുകളെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. ഞാൻ നിഷ്പക്ഷമായിട്ട് ചോദിച്ചോട്ടെ, വരക്കൽ മുല്ലക്കോയ തങ്ങളെ പേര് കണ്ടപ്പോൾ വേദനിച്ചവരെ, പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പേര് ഞങ്ങൾ പറയുമ്പോ വേദനിക്കുന്നവരെ, കണ്ണിയത്ത് ഉസ്താദിന്റെ പേര് പറയുമ്പോ നിങ്ങൾ വേദനിക്കുന്നത് എന്തിനാ? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ച ആദർശ പാരമ്പര്യം ആരുടെ കൈകളിലാണുള്ളത്? ആരുടെ കൈകളിലാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ ആദർശ പാരമ്പര്യം, വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ആദർശ പാരമ്പര്യം? ഞാൻ ചോദിക്കട്ടെ, ഈ ചേളാരി കേന്ദ്രീകരിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത ഉണ്ടല്ലോ, നിങ്ങളോട് വെറുപ്പൊന്നുമില്ല, ഞങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പൊന്നുമില്ല. പക്ഷേ നിങ്ങളെ സ്റ്റേജ് ഇപ്പൊ ഏതാ നിങ്ങൾ ചിന്തിച്ചോളി. നിങ്ങൾ എല്ലാരും കൂടി ഇപ്പൊ AP വിഭാഗം സുന്നികളെ മൂക്കിലൂടെ വലിച്ചാൽ നിൽക്കണല്ലോ. ഞങ്ങളൊരു കാര്യം, ഞങ്ങൾ എന്തിനാണ് ഈ ത്യാഗങ്ങൾ മുഴുവൻ സഹിച്ചിട്ടും ഈ സത്യപ്രസ്ഥാനത്തിൽ നിൽക്കണമെന്നറിയോ? ഞങ്ങളുടെ വിശ്വാസം. അതെന്താ വിശ്വാസം? മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്, നിന്റെ സമുദായം 73 വിഭാഗമാകും. ആ 73 വിഭാഗത്തില് 72 വിഭാഗവും നരകത്തിലേക്കാണ്. ഒരു കക്ഷിയെ സ്വർഗത്തിലേക്കുള്ളൂ. ആരാണ് ആ കക്ഷി? ആ കക്ഷി ആരാണ്? ആ കക്ഷി മാ അന അലൈഹി വ സുഹാബി, സ്വർഗം കിട്ടുന്ന കക്ഷി. കുറ്റേക്കാട് മഹല്ലത്തിൽ വീടുകളിൽ നിന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരറിയണം, സഹോദരിമാരറിയണം, കൊച്ചനച്ചുത്തിമാരറിയണം, ജേഷ്ഠത്തിമാരറിയണം, സ്വർഗം കിട്ടുന്ന മുസ്ലിമീങ്ങൾ ആരാണ്? എല്ലാ മുസ്ലിമിനും സ്വർഗമുണ്ടോ?
മുസ്ലിമാന്ന് പറയുന്നവർക്കൊക്കെ സ്വർഗമുണ്ടോ? അള്ളാന്റെ റസൂല് പറയുകയാണ് 73 വിഭാഗത്തിൽ 72 നരകത്തിലേക്ക് പോകുമ്പോ ഒരു വിഭാഗം മാത്രമാ സ്വർഗത്തിലേക്ക് പോകുന്നത്. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് സ്വർഗം കിട്ടുന്ന പാർട്ടി? അതിന് അള്ളാന്റെ ഹബീബ് പറഞ്ഞത് മാ അന അലൈഹി വസുഹാബി എന്നാണ്. മാ അന അലൈഹി വസുഹാബി, നബി പഠിപ്പിച്ച ആദർശം ഉൾക്കൊണ്ട് ജീവിച്ച സ്വഹാബത്തിനെ അനുധാവനം ചെയ്തു ജീവിക്കുന്നവർ. കേരളത്തിൽ സ്വഹാബത്ത് എത്തി എന്ന് ഈ കേരളത്തിന്റെ ചരിത്രം വായിക്കുന്നവർക്കറിയാം. കേരളത്തിന്റെ ചരിത്രം വായിക്കുന്നവർക്കറിയാം കേരളത്തിൽ ഇസ്ലാം എത്തി അല്ലേ. ഹിജറ 5 പണിത പള്ളികൾ കേരളത്തിലില്ലേ സഹോദരങ്ങളെ? ഇന്ത്യയിലെ പ്രഥമ മോസ്ക് ഏതാണ്? കൊടുങ്ങല്ലൂരിലല്ലേ പള്ളിയുള്ളത്? എന്നാൽ ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ ചില പുതിയ ആശയങ്ങൾ. അതേതാശയങ്ങള് പലതും പുതുതായി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ബദരീങ്ങൾ ആണ്ട് നടത്തുന്ന സമയത്ത് ചിലർ വന്നിട്ട് പറയും അങ്ങനെ നടത്തരുത്, ഇങ്ങനെ നടത്തരുത്. നടത്തിയാൽ എന്താ? നടത്തിയ ശിർക്കാണ്, മുശ്രിക്കാണ്, കാഫറാണ് അല്ലേ? നിങ്ങൾ ചിന്തിക്കുക, ഈ വക ബിദ്അ കക്ഷികളോട് ഞങ്ങളെ നിലപാടെന്താ അറിയോ? ശക്തമായ ആദർശ നിലപാട് ഞങ്ങൾ ഉറച്ചിക്കാണ്. എന്നാൽ ഞാൻ അപ്പുറത്തുള്ളവരോട് ചോദിക്കോട്ടെ, നിങ്ങളെ നേതൃത്വത്തിന്റെ നിലപാടെന്താ? നിങ്ങളെ നേതൃത്വത്തിന്റെ നിലപാട് ഒരു ഉദാഹരണം ഞാൻ വായിച്ചു തരാം. ഞാൻ വെറുതെ പറയാൻ നിങ്ങൾ ധരിച്ചു പോകരുത്, നിങ്ങൾ കേട്ടോളി. നിങ്ങളെ നേതൃത്വത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാടും നിങ്ങൾ കേട്ടോളി. നിങ്ങളെ നേതൃത്വം എത്രത്തോളം ഈ വിഷയത്തിൽ മാറി എന്നുള്ളത്. മഹല്ലത്തിൽ മുജാഹിദ് ഇവർക്ക് വിഷയമല്ല, ജമാഅത്തെ ഇസ്ലാമി വിഷയമല്ല. ഇവർക്ക് എന്തറിയോ? ആള് കാദ്യാനി ആയാലും കുഴപ്പമില്ല, ഏപ്പിക്കാരനാകാതിരുന്നാൽ മതി. എന്തൊരു കഷ്ടം, എന്തൊരു കഷ്ടം! ആ സ്റ്റേജിലേക്കല്ലേ നിങ്ങളെ ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സമസ്തന്റെ വൈസ് പ്രസിഡന്റ് AP അബ്ദുൽ ഖാദർ മൗലവി മരിച്ചിട്ട് 10 പിരിയത്ത് പോയി. ഞാൻ ഈ നാട്ടിൽ ഈ ചേലാരി സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾ, നിങ്ങൾ നിഷ്പക്ഷമായിട്ട് നിങ്ങളെ നേതൃത്വത്തോട് ചോദിക്കും, ആരാണ് ഈ പോയത്? സമസ്തന്റെ വൈസ് പ്രസിഡന്റ്. എവിടേക്കാ പോയത്? AP അബ്ദുൽ ഖാദർ മൗലവിയോട് ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിച്ചവൻ അവൻ കാഫിറാണ്, മുശ്രിക്കാണ് എന്ന് മരണം വരെ വിശ്വസിച്ച് ആ വിശ്വാസത്തിലായി മരിച്ച് സുന്നികളെ കൊല്ലൽ നിർബന്ധമാണെന്ന് വരെ എഴുതി വെച്ച വിഭാഗം അവരാ മുജാഹിദ് പ്രസ്ഥാനം. ഇത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട, ഞാൻ വായിച്ചു തരാം. അവർ എഴുതി വെച്ചത് എന്റെ കയ്യിലുണ്ട്. യഥേഷ്ടം അതിന് വിപരീതമായി നിങ്ങളൊരു നേതൃത്വം നിങ്ങൾ ചെയ്യുന്നില്ലേ? എന്നിട്ട് അവിടെ ചെന്നിട്ട് വൈസ് പ്രസിഡന്റ് പറഞ്ഞതെന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പേര് പറയുമ്പോ വിഷമമുണ്ടല്ലേ? ഞങ്ങൾ പറയുമ്പോ കണ്ണിയത്തുസ്താദിന്റെ പേര് ഞങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് വിഷമമുണ്ടല്ലേ? സഹോദരാ, കണ്ണിയത്തുസ്താദ് ഞങ്ങൾ പഠിപ്പിച്ചെന്തറിയോ? ബിദ്അഈ ആശയങ്ങളോട് ശക്തമായി വെറുപ്പ് നിലനിർത്തണം എന്നുള്ളതാ. കാരണം അത് ഇസ്ലാമല്ല, അത് ഇസ്ലാമിന്റെ ശൈലിയല്ല, രീതിയല്ല. നോക്ക് നിങ്ങൾ, അവരും സുന്നികളെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താണ്? എന്നിട്ട് അവിടെ ചെന്നിട്ട് വൈസ് പ്രസിഡന്റ് പറയാണ്, ഇയാളുടെ മരണം. ആരുടെ മരണം? ആരുടെ മരണം? AP അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന ബിദ്അഈ പ്രസ്ഥാനക്കാരന്റെ അമരക്കാരന്റെ മരണം ഈ സമുദായത്തിന് കനത്ത നഷ്ടമാണ് പോലും. ഞാൻ തുറന്നു പറയുന്നു, ഈ തടിച്ചുകൂടിയ വഞ്ചനാവലിയെ സാക്ഷി നിർത്തിയിട്ട് ആത്മാഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഒരു പുത്തൻവാദി മരിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന് ഫത്ഹാണ്, ഫത്ഹാണ്, ഫത്ഹാണ് എന്ന് പഠിപ്പിച്ച നേതാവാണ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിന്റെ ഒരൊറ്റ തിരുവചനത്തിൽ പോലും ഒരു പുത്തൻവാദിയുടെ വിയോഗം ഈ സമുദായത്തിന് നഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ സമുദായത്തിന് നഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങളല്ലേ പറഞ്ഞത്? ആ നിങ്ങളാണോ ഈ പാരമ്പര്യം അവകാശപ്പെടുന്നത്? ആ നിങ്ങളാണോ മഹല്ലുകളിൽ സുന്നി ആദർശം നിലനിർത്താൻ നിങ്ങളാണോ മുന്നോട്ട് വരുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇനി തീർന്നില്ല. എന്നെ കേട്ടു നിൽക്കുന്ന യുവാക്കൾ, ഈ നാട്ടിലെ നിഷ്പക്ഷരായ സഹോദരങ്ങൾ, അയാൾ ഇവിടെ വന്ന് പ്രസംഗിച്ചല്ലോ, ഈ നാട്ടിൽ ഒരാൾ വന്ന് പ്രസംഗിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, AP ഉസ്താദിനെ കുറ്റം പറയുന്നതിന്റെ മിനിറ്റിൽ നിന്ന് ഒരല്പവിഹിതം സഹോദര ഈ നാട്ടിലെ ബിദ്അഈ ആശയങ്ങളെ കുറിച്ച് നിങ്ങൾ മിണ്ടിയോ? നിങ്ങൾ ഈ നാട്ടിൽ ബിദ്അത്തുകാര് എത്ര രീതിയിലുള്ള പ്രചരണങ്ങൾ ഇവർ നടത്തി, അവരെ കുറിച്ച് കാമാനരക്ഷരം മിണ്ടാൻ നിങ്ങളുണ്ടായോ? നിങ്ങൾ മിണ്ടണ്ട. അങ്ങനെ മിണ്ടാൻ ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകണമെന്ന നിലക്കാണ് 1989 മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി കുഞ്ഞിക്കോയ ഉള്ളാൾ തങ്ങൾ, അല്ലാഹുവേ അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെന്തിനിറങ്ങി വന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. നിങ്ങൾ മൗനികളാകണം, നിങ്ങൾ വിദേഹത്തിന് മിണ്ടരുത്. നിങ്ങളെ ഊർജം മുഴുവൻ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിനെതിരെ ചെലവഴിക്കുക.
നിങ്ങളെ ഊർജം മുഴുവൻ, ആരോഗ്യം മുഴുവൻ, സമ്പത്ത് മുഴുവൻ, നിങ്ങൾ മുഴുവൻ ഈ പ്രസ്ഥാനത്തിനെതിരെ ചെലവഴിക്കും, ഈ നേതൃത്വത്തിനെതിരെ. നിങ്ങൾ വിദേഹത്തേരെ മിണ്ടരുത്, വിദേഹത്തേരെ കുറിച്ച് മിണ്ടരുത്. അല്ലേ? നിങ്ങളുടെ സമ്മേളനങ്ങളിലേക്ക് നിങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതാരാ? നിങ്ങളെ സമസ്തന്റെ സമ്മേളനങ്ങൾ നടന്നപ്പോ 85ാം വാർഷികം നടന്നു അല്ലേ? ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാക്കൾ നിങ്ങൾ ആ സമ്മേളന നഗരിയിലേക്ക് വിളിച്ചു വരുത്തിയില്ലേ? അവർ വന്നപ്പോ നിങ്ങൾ മാന്യമായിട്ട് അവരെ സ്വീകരിച്ചിരുത്തിയില്ലേ? ആരാ ജമാഅത്തെ ഇസ്ലാമി? 1940-കൾക്ക് ശേഷം ഇന്ത്യ രാജ്യത്ത് കടന്നു വന്ന സംഘടന. ശ്രീ അബുൽ മഅല മൗദൂദിയുടെ പ്രസ്ഥാനം. വോട്ട് ചെയ്യൽ ശിർക്കാണെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ഹറാമാണെന്നും പറഞ്ഞ സംഘടന. പക്ഷേ ആ സംഘടന ഇന്ന് ഒരു പൊളിറ്റിക് പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. വിരോധാഭാസം. ആ സംഘടനയുടെ കീഴ്ഘടകമായിരുന്നു സിമി എന്ന് പറയുന്ന സംഘടന. ആ സിമി ഇന്ത്യ രാജ്യത്തൊരു പ്രമേയം കൊണ്ടുവന്നു. ഇന്ന് സിമി ഇന്ത്യയിൽ നിരോധിച്ചു. ആ സിമിയുടെ പ്രമേയം എന്തായിരുന്നറിയോ? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ സിമി പ്രമേയം കൊണ്ടുവന്നപ്പോ RSSകാർ ബദൽ പ്രമേയം കൊണ്ടുവന്നൂടെ? എന്താണ് അവർ പറഞ്ഞത്? ഇസ്ലാമിന്റെ അംശം ഇന്ത്യയിൽ തന്നെ എന്നായിരുന്നു. ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റുകൾ എന്താണ്? എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കി. മുജാഹിദ് പ്രസ്ഥാനവുമായിട്ട് നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റുകൾ എന്താണ്? ഞങ്ങൾക്ക് മുജാഹിദിനോട് വ്യക്തിപരമായിട്ട് ഒരു വെറുപ്പില്ല. ഞങ്ങളെ വെറുപ്പ് എന്താ അറിയോ? ആദർശത്തിലുള്ള വെറുപ്പാ. എന്റെ കയ്യിൽ കാണുന്നത്, എന്റെ സദസ്സിലേറെ യുവാക്കളെയാണ് ഞാൻ കാണുന്നത്. ചെറുപ്പക്കാരന്റെ സദസ്സിൽ ധാരാളമുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. എന്തുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅ മാത്രം ശരി? എന്തുകൊണ്ട് ബിദ്അത്തിനോട് ഈ ശക്തമായ നിലപാട്? നിങ്ങൾ കേട്ടോളി. 1999 ഫെബ്രുവരിയിലെ സൽസബിയിലൊന്ന് ഞാൻ സാമ്പിളിന് വായിച്ചുതരാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പത്രം. എന്തുകൊണ്ട് സുന്നികൾ മുജാഹിദികളോട് ഇങ്ങനെ പെരുമാറുന്നു? ഈ ആശയം അവർ വിട്ടുവീഴ്ചയില്ലാതെ അവർ സ്വീകരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോളി. ഇതിൽ ഇവരെ എഴുതി വെക്കുക. സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ. സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ. സുന്നികളെടുക്ക ബോള് കേട്ടോളി. നരകത്തിന്റെ നടുവിലേക്ക്. ഷഹാദത്ത് കലിമയുടെ അർത്ഥം ശരിക്ക് മനസ്സിലാക്കി ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരുവിൻ സുന്നികളെ. അസ്ലിമു തസ്ലിമു നഊദു ബില്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടു നിൽക്കുന്നവരെ, നിങ്ങൾ ചേലാരി സമസ്തയിൽ പ്രവർത്തിച്ചോളൂ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ SKSFന്റെ മെമ്പർഷിപ്പ് എടുത്തോളൂ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചോളൂ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കും. ഈ സൽസബീൽ 1999 സൽസബീലില് സുന്നികൾ പോകുന്നത് നരകത്തിന്റെ നടുവിലേക്കാണെന്നും സുന്നികൾ മുസ്ലിങ്ങളല്ല എന്നും അതുകൊണ്ട് സുന്നികളോട് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാകാൻ ആവശ്യപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിന്റെ നിലപാടിനെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? നിങ്ങളുടെ നിലപാടെന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കി. വളരെ വ്യക്തമായിട്ട് എഴുതി. ഇനി തീർന്നില്ല. ഇവര് എഴുതി കൂട്ടിയതൊക്കെ പാടെ വായിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ വായിക്കാണ്ട്. ഇനി അടുത്ത് കേട്ടോളി. 1985 ഡിസംബർ പുസ്തകം 2 ലക്കം 13 സൽസബീല്. ഇതിൽ പറയുന്നറിയോ? ശവം തിന്നുന്നത് അള്ളാഹു ഹറാമാക്കി. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെറുക്കപ്പെട്ടത് തിന്നലും അള്ളാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്നാ എഴുതിയത് 85 സമസ്ത പുലർന്നിട്ടില്ല. സമസ്ത പുലർന്നത് 59. 85 ഇവര് എഴുതി. കേട്ടോളി നിങ്ങള്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തീർന്നില്ല. EK അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വഇന്ന തഅതുമുഹും ഇന്നകും ലമുശ്രികൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കീങ്ങൾ തന്നെ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. ആയത്തോതിയിട്ട് പച്ചമോണ. അള്ള പറഞ്ഞത് ശംസുൽ ഗാഫറ എന്ന ഖുർആനിൽ. ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടാണ് ഈ മൗലവി എഴുതുന്നത്. ശംസുൽ ഉലമയും കൂറ്റനാടും AP അബൂബക്കർ മുസ്ലിയാരും കാഫറ എന്ന് ഖുർആൻ അള്ള പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചോക്കി. വേദന തീരോ ഞങ്ങൾക്ക്? ഇവിടെ കേരളത്തിൽ മുസ്ലിം ഈ മുജാഹിദ് പ്രസ്ഥാനം സുന്നികളെ വെച്ച് സുന്നികളോടുള്ള അവരുടെ കാഴ്ചപ്പാട് നിങ്ങൾ ആലോചിച്ചോക്കി. ഇപ്പൊ IS ഇവിടെ ലോകത്ത് ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നത് ഖിലാഫത്തിന്റെ പേരിലാണെങ്കിൽ നിങ്ങൾക്കറിയോ മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ജനങ്ങളെ കൊല്ലുന്നത് അവര് തൗഹീദിന്റെ പേരിലായിരുന്നു. തൗഹീദിന്റെ പേരിലാണ്. കാരണം അങ്ങനെ കൊല്ലാൻ ഇവരും ഫത്വ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സലഫി പ്രസ്ഥാനം സംശയത്തിന്റെ നിഴലിൽ നിൽക്കപ്പെടുന്ന ഘട്ടത്തിൽ ഞങ്ങൾ തുറന്നു പറയുന്നു, നിങ്ങൾക്ക് പടച്ചവൻ നൽകിയ ശിക്ഷയാണിത്. ഒരുമയോടെ ഒന്നിച്ചു നീങ്ങിയ മുസ്ലിമീങ്ങൾ മഹാനായ മാലിക് ബിൻ ദീനാറിലൂടെ, ഹബീബ് ബിൻ മാലിക്കിലൂടെ കൈമാറി കിട്ടിയ ഇസ്ലാം, അതേപോലെ ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക രംഗത്ത് പ്രക്ഷോഭിതമായ മഖ്ദൂം കുടുംബം,
മഹാനായ മമ്പുറത്തെ തങ്ങളും വെളിയങ്കോട് മർക്കാടി തങ്ങളും പുതിയങ്ങാടി തങ്ങളും മഹാനായ ഷെയ്ഖ് ജിഫ്രി തങ്ങളും നമ്മെ പഠിപ്പിച്ച ആദർശം അത് മുഴുവൻ നിങ്ങൾ വലിച്ചെറിഞ്ഞില്ലേ? എന്നിട്ട് നിങ്ങൾ പുതിയ ഒരു ഇസ്ലാം ഉണ്ടാക്കിയില്ലേ? ആ ഇസ്ലാം ഉണ്ടാക്കിയതിന്റെ ദുരന്ത ഫലം ഇന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് മറക്കാനാവില്ല നിങ്ങൾ എഴുതി വെച്ചത് സുന്നികളെ കൊല്ലൽ നിർബന്ധമാണെന്ന്. എന്തുകൊണ്ട് കേരളത്തിൽ IS-കാര് പാവപ്പെട്ട ജനങ്ങളെ കൊല്ലുന്ന മാതിരി സലഫികള് മുസ്ലിങ്ങളെ കൊല്ലുന്നില്ല എന്ന് ചോദിച്ചാൽ വരവും ചെലവും ഒക്കൂലെന്ന് കരുതിയിട്ട് അവസരം കിട്ടിയ കൊല്ലും. ഓനെ ഫത്വതാണ്. നിഷേധിക്കാൻ കഴിയോ നിങ്ങൾക്ക്? നവോത്ഥാനത്തിന്റെ കുപ്പായമിട്ട് ആളുകൾക്ക് റിലീഫ് കിറ്റ് കൊടുത്ത് 1000 ഉറുപ്പ്യന്റെ പാക്കറ്റ് റമളാൻ വരുന്ന സമയത്ത് അരിയും എണ്ണയൊക്കെ കൊടുത്ത് സോപ്പിടാണ്. എന്തിന്? നമ്മളെ കൊല്ലാനോ? നിങ്ങൾ എഴുതി വെച്ച തോന്നിയാസം ഞാൻ വായിച്ചു തരാം. ഇത് 1981 ഒക്ടോബർ മാസത്തിലെ അൽമനാർ. തെളിവില്ലാതെ വായിക്കണില്ല, തെളിവോടുകൂടെ വായിക്കണുള്ളൂ. കേട്ടോളിയും. ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവനുമാകുന്നു. അത് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഖബറുകൾക്ക് നേർച്ച നേരണോ വേണ്ടേ? നേർച്ച നേർന്നാ പ്രതിഫലം കിട്ടോ ഇല്ലേ? അത് നിങ്ങളെ വക്കാലത്ത് ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങളെ തൊള്ളയും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇനി കേട്ടോളി. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസി, കാഫിറിന് അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. മമ്പറത്ത് പോകുന്ന മുസ്ലിമീങ്ങളെ, മടവൂരിൽ പോകുന്ന മുസ്ലിമീങ്ങളെ, ഉമ്മർക്കാളിയുടെ മക്ബറയിൽ പോകുന്ന മുസ്ലിമീങ്ങളെ, മഖാമുകളിൽ ചെല്ലുന്ന മുസ്ലിമീങ്ങളെ, നമ്മൾ എന്തിനാ അങ്ങനെ പോകുന്നത്? പ്രതിസന്ധി ഘട്ടങ്ങളിലും വിപൽ ഘട്ടങ്ങളിലും റസൂലുള്ളാഹിന്റെ മക്ബറയിൽ സ്വഹാബത്ത് പോയില്ലേ? എവിടുന്ന് പഠിച്ചു ഇവർ ഇസ്ലാം? ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഹിജ്റ 58 വഫാത്തായ സ്വഹാബിയല്ലേ? നൈമാമ് സംഭവം ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. മഹാനവറുകൾ ഷാമിൽ നിന്ന് മദീനയിലെത്തിയത് 7 ദിവസം യാത്ര ചെയ്തുകൊണ്ടാണ്. ഇനി അദ്ദേഹത്തിന് മദീനയിൽ നിന്ന് ഷാമിലേക്ക് തിരിച്ചു പോകണം. 7 ദിവസം യാത്ര ചെയ്യാനുള്ള സമയമല്ല. എന്താ മഹാൻ ചെയ്തത്? അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർഗയിൽ ചെന്നുകൊണ്ട് ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ദുആ ചെയ്തു. നൈമാം ഉദ്ധരിക്കുന്നു. നൈമാം ശിർക്ക് പ്രചരിപ്പിക്കുന്ന നേതാവാണെന്നാണോ നിങ്ങൾ പറയുന്നത്? കേവലം 2.5 ദിവസം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയമായ സഹായത്താൽ ഉഖബത്ത് ബിൻ ആമിർ തങ്ങളതാ മദീനയിൽ നിന്ന് സഹോദരാ ഷാമിലേക്ക് 2.5 ദിവസം കൊണ്ടെത്തുന്നു. 2.5 ദിവസം കൊണ്ട് എത്താൻ കഴിയില്ല. 2.5 ദിവസം കൊണ്ട് എത്താൻ കഴിയില്ല. അതിലപ്പുറം ദൂരമുണ്ട് അവിടെ. പക്ഷെ എങ്ങനെ എത്തി? റസൂലുള്ളാഹിന്റെ സഹായം കൊണ്ട്. നിങ്ങൾ പറഞ്ഞത് എന്താ? അങ്ങനെ ഖബറിങ്ങ ചെന്നിട്ട് ആവശ്യ പൂർത്തീകരണം നടക്കുമെന്ന് വിശ്വസിക്കുന്ന കാഫിറാണെന്നോ? ഉഖബത്ത് ബിൻ ആമിർ എന്ന സ്വഹാബി കാഫിറാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ മദ്ഹബിന്റെ ഇമാം സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 150 ജനിക്കുകയും 204 വഫാത്താവുകയും ചെയ്തവരാ. അവര് പറയുന്നത് നോക്ക് നിങ്ങൾ. ഞാൻ മഹാനായ അബൂ ഹനീഫ തങ്ങളെ ദർഗയിൽ ചെന്ന് ബറക്കത്തെടുക്കാറുണ്ട്. ആര്? ഷാഫി ഇമാം. ഷാഫി ഇമാം പറയാ, എനിക്ക് വല്ല ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദർഗീക്കാണ് പോകും, മക്ബറയ്ക്ക് പോകും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ഷാഫി ഇമാമിനെ കൊണ്ട് ഞാൻ പടച്ചോനോട് അബൂ ഹനീഫ തങ്ങളെ കൊണ്ട് പടച്ചോനോട് തോരക്കും. ആര്? ഷാഫി ഇമാം. ഖുർആൻ അറിയാത്ത ആളാണല്ലോ ഷാഫി ഇമാം അല്ലേ? ഷാഫി ഇമാമിന് അറിയില്ലായിരുന്നു ഇൻതദുഉഹും ലാ യസ്മഉ ദുആക്കുന്നുള്ള ഫാത്തിറിലെ 14ാമത്തെ വചനമൊന്നും. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ എന്ന സൂറത്തുൽ ജിന്നിലെ പരാമർശം ഷാഫി ഇമാം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഷാഫി ഇമാം പറയാണ്, ഞാൻ അങ്ങനെയാ ചെയ്യാറുള്ളത്, എനിക്കുള്ള ആവശ്യങ്ങളൊക്കെ അതുവഴി നിർവഹിച്ച് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ദീൻ എന്താന്ന് പഠിച്ചിട്ടില്ല, ഇസ്ലാം എന്താന്ന് പഠിച്ചിട്ടില്ല. എന്നിട്ട് നിങ്ങൾ പറഞ്ഞെന്താ? സുന്നികളെ കൊല്ലൽ നിർബന്ധാണ്, സുന്നികളെ കൊല്ലൽ നിർബന്ധാണ്. ഇതാ മുജാഹിദ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിനെ കുറിച്ച് കാമാന്നൊരക്ഷരം വരക്കൽ മുല്ലക്കോയ തങ്ങളെ സമസ്തന്റെ ആൾക്കാരാന്ന് പറഞ്ഞവർ ഇവിടെ വന്നിട്ട് മുണ്ടിയോ? നിങ്ങൾ മുണ്ടൂല. നിങ്ങൾ കേരളത്തിലെ മാലിന്യത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാരും കൂട്ടിപ്പിടിച്ച് ഞങ്ങൾക്കെതിരെ ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ നീങ്ങളോ അപ്പള നാട്ടിലെ ചെറുപ്പക്കാർക്ക് തിരിയുള്ളൂ. എന്തിനപ്പ 89 ഉള്ളാൽത്തപ്പാപ്പി MA ഉസ്താദും മാനുപ്പോലിയോരൊക്കെ ഇറങ്ങിപ്പോന്നത്? അപ്പളെ തിരിയുള്ളൂ. ഇപ്പൊ തിരിഞ്ഞില്ലേ നാട്ടുകാർക്കൊക്കെ? 89 എന്തിനാ സമസ്തയിൽ നിന്ന് ഇവരുടെ ഇറങ്ങിപ്പോന്നത്? നാട്ടുകാർക്ക് പകല് വെളിച്ചം പോലെ തിരിയാം. അങ്ങനെ തിരിയണം. നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾ കിട്ടണ സമയം ഏപ്പിന്റെ പച്ചർച്ച തിന്നാണ്ടി, അത് നല്ലോ നിന്നാണ്ടി, കച്ചവടം ചെയ്താണ്ടി. അവിടെയാണ് നിങ്ങളൊക്കെ താല്പര്യം. ഇനി തീർന്നില്ല സുഹൃത്തുക്കളെ, കൊല്ലൽ നിർബന്ധമാണെന്ന് മാത്രമല്ല, 2009 ജൂൺ മാസത്തിലെ അൽമനാർ ഒരു മുജാഹിദിനും രക്ഷപ്പെടാനാകില്ല, ഒരു മുജാഹിദുകാരനും രക്ഷപ്പെടാനാകില്ല.
നിങ്ങൾ എത്രത്തോളം ആ വിരോധം തീർത്തത്. ആദർശ കേരളത്തിന്റെ വീരേതിഹാസത്തിന്റെ ചരിത്രം കഥ പറയുന്ന ഒരു പുരുഷായുസ് മുഴുവനും അഹ്ലു സുന്നക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്ത കഴിഞ്ഞ മാസത്തിലാണല്ലോ അവരുടെ ആണ്ട് നടന്നുപോയത്. മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ, അല്ലാഹുവേ അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ബിദ്അത്തിനെതിരെ ശക്തമായി പറയാൻ ഞങ്ങൾക്ക് കരുത്ത് നൽകണേ അല്ലാ. ഇൽമു നൽകണേ അല്ലാ, അഖ്ല് നൽകണേ അല്ലാ, ഹിഫ്ള് നൽകണേ അല്ലാ, ഹിക്മത്ത് നൽകണേ അല്ലാ. ആ ഇ.കെ. ഹസൻ മുസ്ലിയാർ രോഗശൈലിയിൽ കിടക്കുമ്പോ മുജാഹിദിന്റെ നേതാവായ ഉമർ മൗലവി എഴുതിയ കത്തെന്റെ മേശപ്പുറത്തുണ്ട്. എന്നെ കേട്ടു നിൽക്കുന്ന മുജാഹിദിന്റെ സഹോദരങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല, നിങ്ങളെ നേതൃത്വത്തിന്റെ വിവരക്കേടാണ് സഹോദര. ഇ.കെ. ഹസൻ മുസ്ലിയാർക്ക് എഴുതിയ കത്തെന്താണെന്നറിയുമോ? ഉമർ മൗലവി ഹസൻ മൗലവിയോട് പറയുന്നത്, മൗലവി അസ്ലിം തസ്ലിം, മുസ്ലിമായി കോളൂ രക്ഷപ്പെടാം, മുസ്ലിമായിക്കോളൂ രക്ഷപ്പെടാന്നാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഹസൻ മൗലവിയോട് പറഞ്ഞതാ മുസ്ലിമായിക്കോളൂ നിങ്ങൾക്ക് രക്ഷപ്പെടാന്ന്. എന്നിട്ട് മാത്രമല്ല, ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ വന്നു, എതിർപ്പുകൾ വന്നു. നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അപ്പൊ മൂപ്പര് ഓർമ്മകളെ തീരത്ത് എന്ന് പറഞ്ഞ പുസ്തകത്തിലെ പേജാട്ടത്, അത് വലിയ ബുക്കായതുകൊണ്ട് ഒന്നായിട്ട് കൊണ്ടുനടക്കാതിരിക്കുകയാണ്. ഓർമ്മകളെ തീരത്ത് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 338 പേജിൽ ഇയാൾ ഉത്തരം പറഞ്ഞു. ഉമർ മൗലവി ഇയാളോട് ചോദിച്ചു പോലെ ആൾക്കാർ, നിങ്ങൾ അങ്ങനെ എഴുതിയത് ശരിയല്ല. ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യനെ പച്ചക്കാഫ്ര നിങ്ങൾ പറയല, നിങ്ങൾ എങ്ങനെ അയാളോട് മുസ്ലിം ആകാൻ പറയല് എന്ന് പറഞ്ഞപ്പോ ഉമർ മൗലവി എഴുതിയത് വായിച്ചേരാന്. ഞങ്ങളിത് വെറുതെ പറയല്ല. ഉമർ മൗലവി എഴുതിയത് എന്താറിയോ? ഇതാ, ഹസൻ മുസ്ലിയാരുടെ മതപ്രചരണവും വിശ്വാസ വ്യതിചലനവും അനാചാര കർമ്മ പ്രേരണക്കും ശരിക്കും ശ്രദ്ധിച്ചതിൽ നിന്നും എനിക്ക് ബോധ്യമായത് അയാൾ കാഫിറാണ്. അയാൾക്കൊരു സങ്കടം ഉണ്ടായില്ല. എന്നാൽ ഈ ഉമർ മൗലവി ഉണ്ടല്ലോ, അയാളെ മോണ്ട് ബഷീർ എന്റെ അയൽവാസിയാ, മണ്ണാർക്കാട് പയ്യനടുത്തായിരുന്ന മൂപ്പര് സന്യാസിയായിട്ടാണ് ജീവിക്കണം. കാരണം മോന്റെ ഈമാൻ നോക്കാൻ മൂപ്പർക്ക് ടൈം കിട്ടിയില്ല. മൂപ്പര് ഹസൻ മൗലവിയുടെ ഈമാൻ നോക്കി ഇറക്കിയിരുന്നു. മൂപ്പര് ഹസൻ മൗലവിയുടെ ഈമാൻ വൈകി എത്തുമെന്ന് ബേജാറിലേന്നു. മോൻ സന്യാസി ചെയ്ത് മൂപ്പർക്ക് പ്രശ്നമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതാണ് ഈ പ്രസ്ഥാനം. ഇനി തീർന്നില്ല. എന്റെ സദസ്സിലുള്ള മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ആദർശം പറയാനാവുന്നത്, നമ്മൾ ആരെയും കുറ്റം പറയാൻ വന്നതല്ല, നമ്മൾ ചീത്ത പറയാൻ വന്നതല്ല. ഇനി ഇവര് ഒന്നുകൂടെ എഴുതിയത് ഞാൻ വായിച്ചാൽ 2009 ജൂൺ മാസത്തിൽ അൽമനാറിൽ ഇവര് പണ്ട് വിശ്വസിച്ചിരുന്നതറിയോ? അള്ള പ്രത്യേക സ്ഥലത്താന്ന് വിശ്വസിക്കാൻ പാടില്ല. 1952 അൽമനാർ, ഫത്താവൽ മനാർ വായിക്കും. ഒരു മുബ്തദഇ ഫാസിക്കും കാഫിറുമായി വേർതിരിയുന്ന രീതി വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അള്ള ഒരു പ്രത്യേക സ്ഥലത്താണെന്ന് വിശ്വസിച്ചാൽ ഓൻ കാഫിറാന്നാ അന്ന് മുജാഹിദ് പറഞ്ഞത്. അള്ളാഹ്ക്ക് അവയവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിച്ചോൻ കാഫിറാന്നാ പറഞ്ഞത്. മൗലിയരെ ഏതാ കൊല്ലം? 52. ഏതാ മൗലിയരെ മാസം? ജനുവരി. ഫത്താവൽ മനാർ വായിക്കി. ഇല്ലെങ്കിൽ എന്റെ അടുത്ത് വരും, ഞാൻ തരാം. നിങ്ങൾ അങ്ങനെ എഴുതിക്കണോ ഇല്ലയോ നിങ്ങൾ നോക്കി. നിങ്ങൾ ഇന്ന് പറയുന്നത് എന്താ? 2009 അല്ലേ? അധികമൊന്നും ആയിട്ടില്ലല്ലോ എഴുതി വെച്ചിട്ട്. 2009 ജൂൺ മാസത്തിലെ അൽമനാറിൽ ഇവരെ ഇതാണ്, ഏതൊരുവൻ അള്ളാഹു അർശിന്മേൽ ആരോഹിതനാണെന്നും 7 ആകാശങ്ങൾക്ക് മുകളിലാണെന്നും സൃഷ്ടികളിൽ നിന്നും അകന്നാണെന്നും അംഗീകരിക്കുന്നില്ലയോ അവൻ കാഫിറാണ്. പണ്ട് ഇങ്ങനെ വിശ്വസിച്ച കാഫിർ, ഇപ്പൊ അങ്ങനെ വിശ്വസിക്കാത്തോ കാഫിർ. ഇതെന്താ കഥ? മത്തിന്റെ വില മാതിരി. ഒരീസം 30, ഒരീസം 70. മത്തി അങ്ങനെ കൂടും കുറയും ചെയ്യും. അന്ന മാതിരി നിങ്ങളെ എന്തെങ്ങൾക്ക് ഇങ്ങനെ ഒരു മനം മാറ്റം? പണ്ട് നിങ്ങൾ പറഞ്ഞത് അള്ള ഒരു പ്രത്യേക സ്ഥലത്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പൊരുത്തക്കേടുകൾ ചിന്തിച്ചു നോക്കി. ആ പള്ളിയിലച്ചന്മാര് ചോദിക്കുന്നുണ്ട്, അതിന് വഹാബിയൊക്കെ എത്തു പ്രശ്നോ? ഓരോട് ചോദിക്കുക, നിങ്ങളെ പടച്ചോൻ ആകാശത്തിലല്ലേ, അപ്പൊ ആകാശം ഉണ്ടാക്കുമ്പോ പടച്ചോൻ എവിടെയിരുന്നു? അപ്പൊ ഇവര് ആയത്തോതിയിട്ട് പാതിനെ പേടിപ്പിച്ച, ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ള എല്ലാറ്റിനും കഴിവുള്ളവരുടെ പഹയമുണ്ടണ്ടാ. അതുകൊണ്ടൊന്നും കാര്യമില്ല കാക്ക, മറുപടി പറഞ്ഞു കൊടുക്കി. തോന്നിയാസം പറയാ ഇതിന്റെ പേരിൽ. നിങ്ങൾ എഴുതിയതാ അള്ള ആകാശത്തിലാണ്. ഇനി അങ്ങനെയല്ല ഇവർ എഴുതുന്നത്. അള്ളാന്റെ ബലത്തെ കയ്യിലാണ് അത്ര ആകാശം. അപ്പൊ അള്ളാന്റെ ബലത്തെ കയ്യിലാന്നല്ല ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാന്റെ ബലത്തെ കയ്യിലാണ്. ഇനി മാത്രമല്ല, ഈ പടച്ചോണ്ടല്ലോ, ഏത് പടച്ചോ? ഈ ആകാശത്തിലിരിക്കണ പടച്ചോ, അർശിമിരിക്കണ പടച്ചോ, രാത്രിയുടെ 1/3 ഭാഗം ശേഷിക്കുമ്പോ ഇപ്പടച്ചോനെ ഇറങ്ങിയും വരും തരേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുജാഹിദിന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരോട് ചോദിച്ചോ, അല്ല ടീച്ചർ എനിക്കൊരു സംശയം. എന്താണ് എന്റെ സംശയം? അല്ല, ഈ പടച്ചോന് രാത്രിയുടെ 1/3 ഭാഗം ശേഷിക്കുമ്പോ ഇറങ്ങുന്നാണല്ലോ നമ്മൾ പറയുന്നത്. ആ ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയുടെ 1/3 ഭാഗം ശേഷിക്കാന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കൂല ടീച്ചറെ? ഇവിടെ കഴിഞ്ഞ അടുത്തടുത്തുണ്ടാവൂലേ? അതുണ്ടാവും. അപ്പൊ ഇറങ്ങിയ പടച്ചോൻ എപ്പോഴാ കേറുക? പൊടപഹ
ഈമാൻ പോവും. മാതിരി ചോദ്യമായിട്ട് വെളുപ്പാങ്കാലത്തിന് വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും ടീച്ചറെ, ഉത്തരം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കി. കുട്ടിന്റെ ചോദ്യം നമ്പർ 1 ചോദ്യം, എങ്ങനെ നിങ്ങൾ പഠിച്ചോൻ ഇറക്കാൻ നിന്ന്? അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുന്നതിനൊക്കെ അള്ളാന്റെ ദാത്തോട് കൂടെ ഇറക്കാൻ നിന്നിങ്ങളല്ലേ? കുടുങ്ങിയില്ലങ്ങള്. എന്നിട്ട് ഇപ്പം ഒരു പറയുന്നറിയോ? ഇപ്പം ഒരു പറയുന്നത് അങ്ങനെ വിശ്വസിക്കാത്ത കാഫറാണ്. കാഫറാക്കണ കുട്ടികൾ പുട്ടിട്ട് കളിച്ച മാതിരി ചരറ്റിയിൽ ഒരു പ്രശ്നം ഭരിക്കില്ല. പടച്ചോൻ കൊടുത്ത പണിയളിച്ച് നോക്കണം. ഇപ്പൊ എന്തൊക്കെ ഗ്രൂപ്പ് മുജാഹിദായി അല്ലേ? എന്തൊക്കെ ഗ്രൂപ്പായി? ജിന്നായി, വിസ്ഡമായി, ആടായി, കാടായി, കോഴിയായി, അങ്ങനെ പലതുമായി. ആട് മുജാഹിദ് എവിടെ വെച്ചാൽ മങ്കടെ പോയാൽ മതി. ഓല് പറയുന്നറിയോ? ഓല് പറയുന്നത് നബി സാൽവേഷൻ നടത്തിയിട്ടില്ല, നബി സമ്മേളനം നടത്തിയിട്ടില്ല, നബി ഹദീദ് സെമിനാർ നടത്തിയിട്ടില്ല, നബി ഖുർആൻ ക്യാമ്പയിൻ നടത്തിയിട്ടില്ല. നബി നടത്തിയതെന്താ? നബി ചെയ്ത പണി ആടിനെ മേക്കലാണ്. അപ്പൊ കുറച്ച് മുജാഹിദ് ചെറുപ്പക്കാരൊക്കെ പാടെ കൂടിയിട്ട് ആടായിട്ട് മരീക്കൂണാണ്. ഞാൻ സാധാരണ പറയലുണ്ട്, എല്ലാ മുജാഹിദും കൂടി ഇങ്ങനെ ആടുകളായിട്ട് പോവുകയാണെങ്കിൽ നാട്ടുകാരെങ്കിലും രക്ഷപ്പെട്ടിരുന്നു, നാക്കാലികളും രക്ഷപ്പെട്ടു, ആടുകൾ വളരെയല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. എന്നിട്ട് ഇവർ എഴുതിയാണ് പക്ഷാത്തപിക്കണം. ഇങ്ങനെ അള്ളാഹ് ആകാശിലാന്ന് വിശ്വസിക്കാത്ത കാഫിറാണ്, അവൻ തൗബ ചെയ്യണം, അല്ലെങ്കിൽ അവന്റെ പെരടി വെട്ടപ്പെടണം. നമ്മളാരും ഇപ്പോ വിശ്വസിക്കണവരല്ല, നമ്മളാരും വിശ്വസിക്കണം. അല്ലെങ്കിലും മുജാഹിദ് പറയുന്ന പടച്ചോലെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ഞാൻ അള്ളാഹിൽ വിശ്വസിക്കണേ ഇല്ല. മുജാഹിദ് പറയുന്ന അള്ളാഹിൽ എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? അത് വേറെയാണ്. അതെന്താ? ഓലല്ലാക്ക് 2 കൈയുണ്ട് എന്നാ പറയുന്നത്. നമ്മളെ പടച്ചോന് കൈയുണ്ടാ? അവളത്തെ കയ്യിൽ ആകാശം, ഇടത്തെ കയ്യിൽ ഭൂമി. സക്കരിയ സ്വലാഹിന്റെ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്നുള്ള പുസ്തകത്തിന്റെ 25ാമത്തെ പേജ് വായിച്ചു നോക്കി. അതിൽ ടിയാൻ പറയുന്നറിയോ? പടച്ചോന് 2 കൈയുണ്ട്, 2 കൈയും വലത്തെ കൈയാണ്, ഇടത്തെ ഭാഗത്ത് കൈ തന്നെയല്ല. നമ്മളെ നല്ല സുമുഖരായി പടച്ചോൻ പടച്ചു. അല്ലൊരു വികലാംഗ പടച്ചോൻ. എന്തു കഷ്ടം! ഇനി തീർന്നില്ല സുഹൃത്തുക്കളെ. ഇവർ ഈ പെരടി വെട്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? പെരടി വെട്ടിയിട്ട് ചെയ്യേണ്ടത് ചെറുപ്പക്കാര് കേട്ടോളിയും. നമ്മൾ എന്തിനാ ഈ ആദർശത്തിൽ സ്ട്രോങ് ആകുന്നത്? ഒന്നുമല്ല. ഇതിന്റെ പേരിലല്ലേ ഞങ്ങൾ കുറ്റം പറയുന്നത്? ഇതിന്റെ പേരിലല്ലേ മഹല്ലത്തിൽ ഞങ്ങൾ ഒറ്റപ്പെടുന്ന? ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങള് ഒറ്റപ്പെടുന്നൊരു ഘട്ടം വരാനുണ്ട്. പരലോകമാ. അന്ന് ആർക്കും ആരെയും സഹായിക്കാനില്ലാത്ത ഘട്ടമാണ്. ആ ഘട്ടത്തിൽ റസൂലുള്ളാഹിനെ പരിഹസിച്ച, റസൂലുള്ളാഹിനെ നിന്ദിച്ച, നബി സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞവര്, നബി ദിവസേന 100ലേറെ തെറ്റ് ചെയ്തവരാണെന്ന് പറഞ്ഞവര്, റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദ് ഓതുമ്പോഴേക്ക് കാഫിറാകുമെന്ന് പറഞ്ഞ ബിദ്അത്തുകാരോട് ഞങ്ങൾക്കുണ്ടായ വെറുപ്പുണ്ടല്ലോ. ആ വെറുപ്പ് കൊണ്ട് ആഖിറം രക്ഷപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. ആ മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് കൊതിക്കുന്നവരാ ഞങ്ങള്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എത്ര എതിർപ്പ് വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് എത്ര കൂക്കുവിളികൾ വന്നാലും കുഴപ്പമില്ല. ആദർശരംഗത്ത് ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇത് ആഖിറത്തിന്റെ കാര്യം, വേറെ ഒന്നുമല്ല. രാഷ്ട്രീയമാണെങ്കിൽ നമുക്ക് എന്തും വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാം. കാരണം അത് ദുനിയാവിന്റെ കാര്യമാണ്, അത് ദുനിയാവിന്റെ വിഷയമാണ്. ഇതല്ല, ഇത് ആഖിറത്തിന്റെ കാര്യമാണ്. പെരടി വെട്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? കേട്ടോളിയും. ദിമ്മികൾക്കും മുസ്ലിമീങ്ങൾക്കും ദുർഗന്ധം വമിക്കാതിരിക്കാൻ അവനെ അഴുക്കിലേക്ക് എറിയപ്പെടണോ? പെരടി വെട്ടിയാലും പോരാ, ഓൻ അഴുക്ക് ചാലുക്ക് എറിയണോ? ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിനോട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയും ഇവരുടെ നിലപാടുകളൊക്കെ ഇപ്പൊ ഇവർ മാറ്റി. ഇവര് ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കുക, മുജാഹിദീങ്ങളോട് സലാം പറയരുതെന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല, അതൊക്കെ ഏപ്പിക്കാരുണ്ടാക്കിയതാണ്. നഊദു ബില്ലാഹ്. അവിടം വരെ ഇപ്പൊ ഇവർ എത്തിച്ചേർന്നു. ഇത് കേട്ടിട്ട് അതാണല്ലോ ഇവരുടെ സംസ്ഥയുടെ വൈസ് പ്രസിഡന്റ് ചെന്നു. അങ്ങനെ വൈസ് പ്രസിഡന്റ് ചെന്നിട്ട് അയാൾ പറഞ്ഞതെന്താണ്? AP അബ്ദുൽ ഖാദർ മൗലവിയുടെ വിയോഗം എന്ന് പറയുന്നത് സമുദായത്തിന് നഷ്ടമാണ്. അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? എങ്കിൽ എന്റെ സുഹൃത്തുക്കളെ നോക്കൂ നിങ്ങള്. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതെന്താ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രമേയം പാസാക്കി. ഇത് AP വിഭാഗം ഉണ്ടാക്കിയതാ നിങ്ങൾ പറയരുത് കേട്ടോ. അത് നിങ്ങൾ പറയുന്നത് വിവരക്കേടാ. അങ്ങനൊന്നും നിങ്ങൾ പറയരുത്. APക്കാരുണ്ടാക്കിയതാണോ ഈ തീരുമാനം? എന്റെ കയ്യിൽ കാണുന്നറിയോ? പെരിന്തൽമണ്ണ സമ്മേളനത്തിൽ വെച്ച് ആലിമീങ്ങളുടെ സമുചിതമായ തീരുമാനം. ഞാൻ അത് വായിച്ചേരാ. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള കക്ഷികളോട് എങ്ങനെ പെരുമാറണമെന്ന് സമസ്തന്റെ ആലിമീങ്ങളോട് ചോദിച്ചു. ചെറുപ്പക്കാര് കേൾക്കി. 89 സമസ്ത ഉണ്ടായത്. പിന്നെ സമസ്ത പുനഃസംഘടന ചെയ്തിട്ടുള്ളത് 26 സമസ്ത ഉണ്ടായിട്ടുണ്ട്. ഈ സമ്മേളനം എടുക്കുന്ന തീരുമാനം 1953 5-3. ഈ 53 8 ആലിമീങ്ങളാണ് ഈ തീരുമാനത്തിന്റെ താഴെ ഒപ്പുവെച്ചിരിക്കുന്നത്. അതില് ആരുടെയെങ്കിലും പേരിൽ അപ്പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സംശയമുണ്ടോ?
ഒന്നാരറിയോ? വെളിപ്പാടകല അന്ത്യവിശ്രമം കൊള്ളുന്ന ശിഹാബുദ്ദീൻ അബു സഅദാത്ത് അഹ്മദ് ഖോയ മുസ്ലിയാർ ഛാലിയം, തെന്നിന്ത്യൻ മുഫ്തി. അല്ലാഹുവേ അവിടുത്തെ ദറജനി വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. സമസ്തയുടെ ധീരനായ നേതാവ് അല്ലേ? അവരുടെ മക്കാമിലേക്ക് പ്രവേശിക്കുന്നിടത്തന്നെ എഴുതി വെച്ചത് കാണാം, മുജാഹിദ് ജമാഅത്തുകാർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. അത്രത്തോളം ബിദ്അത്തിനോട് വെറുപ്പ് കാണിച്ച മഹാൻ. അപ്പുറത്തുള്ളവർക്ക് സംശയമില്ലല്ലോ. ഇനി രണ്ടാമത്തെ പേര് ഞാൻ വായിക്കാം, ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. സംശയമില്ലല്ലോ. മൂന്നാമത്തെ പേര് ഞാൻ വായിക്കാം, പുതിയാപ്പിള ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ. സംശയമില്ലല്ലോ. നാലാമത്തെ പേര് വായിക്കാം, കെ സ്വതക്കത്തുള്ള മുസ്ലിയാർ, വണ്ടൂര് ഖാദിയും മുദരിസുമായിരുന്നല്ലോ. സംശയമില്ലല്ലോ. ഹാജി മൊയ്തീൻ മുസ്ലിയാർ, കരുവാരക്കുണ്ട് ഖാദിയും മുദരിസുമായിരുന്നില്ലേ? സംശയമില്ലല്ലോ. മഹാനായ താഴക്കോട് മുദരിസ് കുഞ്ഞലവി മുസ്ലിയാർ, പി കുഞ്ഞലവി മുസ്ലിയാർ. ഏഴാമത്തത് കുന്നപ്പള്ളി മുദരിസ് ഹൈദർ മുസ്ലിയാർ. എട്ടാമത്തത് പട്ടിക്കാട് ഖാദിയായിരുന്ന അമാനത്ത് ഹസൻകുട്ടി മുസ്ലിയാര്. പുതിയ തലമുറ ഈ പേരുകൾ കേൾക്കുമ്പോ വിചാരിക്കും ഇവരേതോ പള്ളിയിലെ മൊല്ലാക്കമാരാണെന്നോ കേവലം ഖത്തീബുമാരാണെന്നോ. അല്ല സഹോദര, ഇൽമിന്റെ നിറകുടങ്ങളായിരുന്നു അവര്. 1953 മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് കാര്യവട്ടത്ത് യോഗം ചേർന്നു. എന്തിനാണ് അവർ യോഗം കൂടിയത്? മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള കക്ഷികളോട് ഏത് നിലപാട് സ്വീകരിക്കണം എന്ന് സാധാരണക്കാരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അവരെ സംബന്ധിച്ച് സാധാരണക്കാരെ സമസ്തയുടെ ആലിമീങ്ങളോട് ചോദിച്ചു. ആ സമയത്ത് 1933 ഫറോക്ക് സമ്മേളനത്തില് തർക്കുൽ മുവാലാത്തിന്റെ പ്രമേയം പാസാക്കിയിട്ടുണ്ടല്ലോ. അതൊക്കെ സമസ്തയുടെ ചരിത്രം വായിക്കുന്നവർക്കറിയാവുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ 1953 ഈ യോഗത്തില് ഇവരെടുത്ത തീരുമാനം ഞാൻ വായിച്ചു തരാം. എന്നിട്ട് ഈ നാട്ടിലെ നിഷ്പക്ഷരായി ചിന്തിക്കുന്ന ആളുകൾ ഈ വായിക്കാൻ പോകുന്നത് മുസ്ലിം ജമാഅത്തിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതല്ല. ഈ വായിക്കുന്നത് റിസാലയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതല്ല. ഈ വായിക്കുന്നത് മർക്കസ് അച്ചടിച്ചതല്ല. ഈ വായിക്കുന്നത് മലപ്പുറത്തെ മഗ്ദിൻ അച്ചടിച്ചതല്ല. കുറ്റ്യാടി സിറാജുൽ ഹുദ പുറത്തിറക്കിയതല്ല. ചാലിയത്തെ പള്ളി ദർസിൽ നിന്ന് ഇറങ്ങിയതല്ല. ഈ ഇറക്കിയത് അപ്പുറത്തുള്ളവർക്കും സ്വീകാര്യരായ ആലിമീങ്ങൾ അവരെടുത്ത തീരുമാനം അറബി മലയാളത്തിൽ അച്ചടിച്ചു. എന്താ വായിച്ചു തരാം. മുബ്തദിഈങ്ങളുമായി പെരുമാറേണ്ട ചുരുക്കം സംഗതികൾ. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള കക്ഷികൾ സാക്ഷാൽ മുബ്തദിഈങ്ങളാണെന്നും അവരോട് പെരുമാറേണ്ട സംഗതികൾ കേട്ടോളിയും. അവരുമായി കൂടി പെരുമാറാതിരിക്കുക. അവരുമായി കൂടി പെരുമാറാതിരിക്കുക. പുറ്റേക്കാട് മഹല്ലത്തിന്റെ ചരിത്രവും ഞാൻ പഠിച്ചപ്പോ ആരാണ് അവരോടൊക്കെ ഇവിടെ കൂട്ടുകൂടിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് വിഷയമില്ല. അതുകൊണ്ടാണ് പല മഹല്ലുകളിലും നിങ്ങൾ അധികാരം പറഞ്ഞ് കടന്നു വരുമ്പോ, നിങ്ങൾ സ്വന്തപ്പെടുത്തണമെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് പേടിയുണ്ട്. എന്താ പേടി? ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് ദാനം ചെയ്ത ഭൂമിയിലുള്ള പള്ളി, ഈ നാട്ടിലെ കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 100 കണക്കിന് മഹല്ല്, 1000 മഹല്ല്. ചേലാരി കമ്പനി പറയുന്നത് എന്തറിയോ? ആ മഹല്ലൊക്കെ ചേലാരി സമസ്തന്റെ മഹല്ലാണത്രേ. ഞാൻ ചോദിക്കട്ടെ, ചേലാരി സമസ്തന്റെ ആഫീസിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ടാക്കിയ പള്ളിയാണോ ഈ പള്ളികളൊക്കെ? നാട്ടിലെ പാവം ഉമ്മമാര് കാതിൽ കിടക്കുന്ന ചിറ്റൂരി നൽകിയുണ്ടാക്കിയ പള്ളി എങ്ങനെയാ ചേലാരി കമ്പനിയുടെ പള്ളിയാകുന്നത്? അതെല്ലാം മഹല്ലത്തിലെ മദ്രസയില് നിങ്ങളുടെ സിലബസ് പ്രകാരമുള്ള പുസ്തകം പഠിപ്പിക്കുന്നു എന്നതാണോ കാരണം? അതാണോ കാരണം? എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഞങ്ങളുടെ പള്ളി എന്ന് ഞങ്ങൾ പറയുന്ന പള്ളികളൊക്കെ അല്ലാഹുവിൻ്റെതാണ്. ഞങ്ങളുടെ പള്ളി എന്ന് ഞങ്ങൾ പറയുന്നത് അത് AP ഉസ്താദിന്റെ ശ്രമഫലമായി ഉണ്ടാക്കിയ പള്ളികളാണ്. അത് ഈ സംഘടനയുടെ കീഴിലുണ്ടാക്കിയ പള്ളികളാണ്. അതേ സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരുമിച്ച് ഐക്യത്തോടെ പോകുന്ന മഹല്ലത്തുകള്. വയനാട് പ്രശ്നം ഉണ്ടായി, നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചു കാണും. ഈ പ്രശ്നം കേരളത്തിലുണ്ടായത് എങ്ങനെ അറിയങ്ങള്? ഈ പ്രശ്നവും കേരളത്തിലുണ്ടായത് ഇവരെ ഒരു സമ്മേളനം കാസർഗോഡ് നടന്നു. ആ കാസർഗോഡ് സമ്മേളനത്തില് ഒരു മനുഷ്യൻ, ഒരു അനൗൺസർ അവിടുന്ന് അനൗൺസ്മെന്റ് ചെയ്തു. മൂപ്പര് പറഞ്ഞത് എന്താ അറിയോ? നിങ്ങളൊക്കെ പോയിട്ട് മഹല്ലത്തുനിന്ന് APക്കാരെ പടിയടച്ച് പിണ്ടം വെച്ച് പുറത്തു ചാടിക്കണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ചക്കിക്കൊത്ത ചങ്കരന് അല്ലേ ഇവർക്ക് പറ്റിയ നേതാവും അയാളുടെ ഈ ആഹ്വാനത്തിന് ശേഷമാണ് പള്ളിക്കൽ മസാർ പള്ളിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായത്.
അയാളുടെ ഈ ആഹ്വാനത്തിന് ശേഷമാണ് കക്കോവ് മഹല്ലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. അയാളുടെ ഈ ആഹ്വാനത്തിന് ശേഷമാണ് മൂളപ്പുറം മഹല്ലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. അയാളുടെ ഈ ആഹ്വാനത്തിന് ശേഷമാണ് കേരളത്തിലെ അനവധി മഹല്ലുകളിൽ പാവം സഹോദരങ്ങൾ ആക്രമണങ്ങൾക്കിരയായത്. സഹോദര, നിങ്ങൾ ആലോചിക്കും, ഇപ്പൊ അടുത്ത തീരുമാനം അതെന്താ തീരുമാനം? ഇപ്പം ഓരോരോ ഇവർക്ക് വേദന ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ അടുത്തൊരിക്കൊരാൾ കാണിച്ചു തന്നു, SDPIന്റെ ആളുകളൊക്കെ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കണം. ഇവരിപ്പോ പുതിയ തീരുമാനം കൊണ്ടുവരാൻ പോകുകയാണ്. ഞാൻ അവരുടെ ഇത്തരം വിഷയങ്ങളിലൊന്നും ഇടപെടുന്നില്ല. പക്ഷെ അതിന്റെയൊക്കെ ഉള്ളുകള്ളുകളിലേക്ക് ഇറങ്ങി വരുമ്പോ എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. ആവശ്യമെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായി പറയാം. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ 53-ലെടുത്ത തീരുമാനം ഞാനൊന്ന് വായിച്ചോട്ടെ. എന്നിട്ട് എന്നെ കേട്ട് നിൽക്കുന്ന ഇന്നാട്ടിലെ SKSFന്റെ പ്രവർത്തകർ, അങ്ങനെ ഒരു പ്രവർത്തകരുടെ ഉണ്ടെങ്കിൽ, അതേപോലെ ചേലാരി സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല. നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ഞാൻ ഈ വായിക്കുന്ന തീരുമാനങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പടച്ചോൻ തന്ന ബുദ്ധി കൊണ്ട് നിങ്ങൾ 2 സമസ്തനെ ഒന്ന് വിലയിരുത്തുക. ഒന്ന് നിങ്ങളെ സമസ്ത, ഈ പറഞ്ഞ തീരുമാനത്തില് ആ സമസ്ത ഉണ്ടോ അല്ലേ നിങ്ങൾ തീരുമാനിച്ചോളിയും. എന്നിട്ട് ഞങ്ങളെ കുറിച്ച് നിങ്ങൾ തീരുമാനിച്ചോളിയും. ഒന്ന് ഞാൻ വായിച്ചു തരാം. അവരുമായി കൂടി പെരുമാറാതിരിക്കുക, അവരുമായി കണ്ടുമുട്ടിയാൽ അവർക്ക് സലാം ചൊല്ലാതിരിക്കുക, അവർ സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കുക, അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക, അവരെ പിന്തുടർന്ന് നിസ്കരിക്കാതിരിക്കുക. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലെ SKSFന്റെ പ്രവർത്തകന്മാരോട്, സമസ്തയുടെ ആളുകളെന്ന് പറഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരോട്, ഓ എന്റെ സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങളുടെ സമസ്തന്റെ വൈസ് പ്രസിഡന്റാണ് AP അബ്ദുൽ ഖാദർ മൗലവി മരിച്ചിട്ട് പോയത്. ജനാസ നിസ്കാരത്തിൽ പങ്കുചേരുന്നത്, അവരെ ആശ്വസിപ്പിക്കാൻ പോകുന്നത് മാധ്യമ പ്രവർത്തകരോട് ഈ സമുദായത്തിന് കനത്ത നഷ്ടമാണെന്ന് പറയുന്നത് എത്ര വലിയ വിഡ്ഢിത്തരമാണ്. എന്നാൽ എന്താണ് സമസ്തന്റെ നിലപാട്? സമസ്ത പറഞ്ഞത് ഓലത്തുടർന്ന് നിസ്കരിക്കാനാണോ? സമസ്ത പറഞ്ഞത് അവരോട് സലാം പറയാനാണോ? അവര് മരിച്ചാൽ അവിടെ ഹാജരാകാനാണോ? ഓ എന്റെ സഹോദരങ്ങളെ, എന്തുകൊണ്ട് സമസ്ത ഈ തീരുമാനമെടുത്തു? ആയത്തിനും ഹദീസിനും എതിരെയാണോ സമസ്തന്റെ തീരുമാനം? അല്ലേ അല്ല. ഞാനിപ്പോൾ അതിലേക്ക് കൂടുതലായി കടന്നു ചെന്ന് സംസാരിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, കേരളത്തിൽ അള്ളാഹുവിന്റെ സ്വഹാബത്ത് ദീനെത്തിച്ചു, റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ദീനെത്തിച്ചു. ആ സ്വഹാബത്തിനെ പച്ചയ്ക്ക് ഇവര് തള്ളിക്കളഞ്ഞു. MT അബ്ദുറഹ്മാൻ മൗലവി വാഴക്കാട് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ ഒരു പുസ്തകമുണ്ട്, ജുമുഅ ഖുതുബ മദ്ഹബുകളിൽ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ 84-ാമത്തെ പേജിൽ മലയാളത്തിൽ എഴുതി വെച്ച വരികൾ എന്താണ്? സുബ്ഹാന ജല്ല ജലാലു. കേരളത്തിൽ സ്വഹാബത്ത് അറബിയിലാണ് ഖുതുബ ഓതിയതെന്ന് സമ്മതിക്കാൻ പറ്റില്ല. അവര് മലയാളത്തിലാണ് ഖുതുബ ഓതിയതെന്ന് അനുമാനിക്കണമെന്നാണ് ടിയാന്റെ വാദം. എന്നിട്ട് പറയുന്നത്, അങ്ങനെ പറയുന്ന പക്ഷം തെളിവ് ഹാജരാക്കണം. ഇനി തെളിഞ്ഞാൽ തന്നെയും ഇന്ത്യയിലെ പ്രഥമ മോസ്കേദാ സഹോദര, കൊടുങ്ങല്ലൂരിലെ പള്ളിയല്ലേ, മാടായിലെ സ്വഹാബത്ത് പള്ളിയുണ്ടാക്കിയില്ലേ, ചാലിയത്ത് പള്ളിയുണ്ടാക്കിയില്ലേ, കാസർഗോഡ് പള്ളിയുണ്ടാക്കിയില്ലേ, എത്ര സ്ഥലങ്ങളിൽ അവർ പള്ളിയുണ്ടാക്കി. ആ നിർമ്മിച്ച പള്ളികളിൽ മുഴുവനും വല്ലാഹി വല്ലാഹി ചരിത്രം വ്യഭിചരിക്കപ്പെടാത്ത കാലത്തോളം അറബിയിൽ തന്നെയാ സ്വഹാബത്ത് ഖുതുബ ഓതിയിട്ടുള്ളത്. ചരിത്രത്തെ വ്യഭിചരിക്കാത്ത കാലത്തോളം അങ്ങനെയേ വായിക്കാനും കഴിയുകയുള്ളൂ. അപ്പോ ഈ മൗലവി പറയുന്നത് എന്താണെന്നറിയോ? ഇനി അങ്ങനെ തെളിഞ്ഞാൽ എന്താ കുഴപ്പം? കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ അതും നമുക്ക് തെളിവല്ല. പുറ്റേക്കാട് മഹല്ല് നിവാസികളായ സഹോദര സഹോദരിമാരെ, എന്തുകൊണ്ട് മുജാഹിദ് എതിർക്കപ്പെടണം? നിങ്ങൾക്ക് പരലോകത്ത് വിശ്വാസമുണ്ടെങ്കിൽ, അള്ളാന്റെ കോടതിയിൽ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ, സ്വർഗവും നരകവും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഓ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എഴുതി വെച്ചതെന്താണ്? കേരളത്തിലെ മൊയ്ലേഖന്മാരെ പോലെയാണ് സ്വഹാബത്തെന്നല്ലേ? ഇനി തീർന്നില്ല, കുട്ടശ്ശേരി മൗലവി എഴുതിയ ഒരു പുസ്തകമുണ്ട്. കുട്ടശ്ശേരി മൗലവി എഴുതിയ ഒരു ലേഖനമുണ്ട് അൽമനാറില്. 1959 ഒക്ടോബർ മാസത്തിലെ അൽമനാറ്. മുജാഹിദിന്റെ ഏതെങ്കിലും സഹോദരങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ സഖാഫി ആരോപണം പറയാണെന്ന് പറയരുത്, സഖാഫി കഥ നുണ പറയുകയാണെന്ന് പറയരുത്. 1959 ഒക്ടോബർ 5 അൽമനാറ്.
ആരാണ് ലേഖകൻ? കുട്ടശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. എന്താ ലേഖനത്തിന്റെ പേര്? ഇസ്ലാമിൽ ഇസ്രായേലി കഥകൾ എങ്ങനെയാ പ്രചരിച്ചതെന്നാണ്. എന്നിട്ടതിൽ പറയുന്നത് ഉമർ തങ്ങളെ ആക്ഷേപിക്കുകയല്ലേ, തമീമുദ്ദാരിയെ ആക്ഷേപിക്കുകയല്ലേ, ഉസ്മാൻ തങ്ങളെ ആക്ഷേപിക്കുകയല്ലേ? സകല ജൂത കഥകളും ഇസ്ലാമിന്റെ അകത്ത് കടത്തിക്കൂട്ടിയത് സ്വഹാബത്താണെന്ന് കുട്ടശ്ശേരി മുഹമ്മദ് മൗലവി എഴുതിയിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു ഉമ്മവറ്റ മുജാഹിദിനെ തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ അരിയൂര് സഖാഫി പിന്നെ സുന്നി വേദിയിലില്ല. നിങ്ങൾ പറയുന്ന പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. ചോദിക്കട്ടെ, കുട്ടശ്ശേരി മൗലവിയുടെ അവസ്ഥ എന്താ? അയാൾ ആരെയാ ആക്ഷേപിക്കുന്നത്? തഫ്സീർ ഗ്രന്ഥങ്ങൾ എഴുതിയ മുഫസ്സിറുകളെ ആക്ഷേപിച്ചില്ലേ? ഖുലഫാഉർ റാഷിദീങ്ങളെ ആക്ഷേപിച്ചില്ലേ? അവരൊക്കെ നസ്രാണി കഥകൾ, ജൂത കഥകൾ ഇസ്ലാമിന്റെ അകത്ത് കടത്തിക്കൂട്ടിയവരാണെന്ന് പറഞ്ഞില്ലേ? നമ്മുടെ നേതാവത്ര ദീർഘവീക്ഷണമുള്ള നേതാവാണ്. അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുകയാ. അരിസതങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അള്ളാന്റെ റസൂല് പറയുകയാണ്, ലാ തസുബ്ബു അസ്ഹാബീ, എന്റെ സ്വഹാബത്തിന് നിങ്ങൾ ചീത്ത പറയരുത്, എന്റെ സ്വഹാബത്തിന് നിങ്ങൾ ആക്ഷേപിക്കരുത്. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതെന്താ? എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ നേർവഴി പ്രാപിക്കുന്നവരാണെന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. ആ സ്വഹാബത്തിന് നിങ്ങൾ ചീത്ത പറയല്ല, ആ സ്വഹാബത്തിന് നിങ്ങൾ തള്ളിക്കളയല്ല, ആ സ്വഹാബത്തിന് നിങ്ങൾ അവഗണിക്കല്ല, ആ സ്വഹാബത്തിന് നിങ്ങൾ ആക്ഷേപിക്കല്ല. എന്നിട്ട് അള്ളാന്റെ റസൂല് പറയുകയാ, ഫഇന്നഹു യജീഉ ഫീ ആഖിരി സമാനി ഖൗമുൻ, അന്ത്യനാൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു വിഭാഗം ആളുകൾ വരാനുണ്ട്. ലോകാവസാനത്തിന്റെ അടയാളമാ. ഒരു ഹദീസിൽ 15 അടയാളങ്ങൾ മുസ്ലിം തങ്ങൾ എണ്ണി പറയുന്നുണ്ട്. കല്ലുകുടി വർദ്ധിക്കുന്നത് കണ്ടാൽ ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കണമെന്നാണ്. പള്ളികളിൽ അനാവശ്യമായ ശബ്ദ കോലാഹലങ്ങൾ കേട്ടാൽ നഊദു ബില്ലാഹ്. പുറ്റേക്കാട് മഹല്ല് പള്ളിയുടെ പരിസരത്ത് ഞാനിന്ന് പോയപ്പോ എത്ര വേദനാജനകമാ സഹോദര അവിടുത്തെ സാഹചര്യങ്ങള്. മൂത്രമൊഴിക്കാനൊരു മൂത്രപ്പുര പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായത് ചേളാരി സമസ്തയുടെ പിടിവാശിയല്ലയോ? എന്തിനാ മഹല്ലത്തിലെ പള്ളി നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നത്? എന്തിനാ പാവപ്പെട്ട വിശ്വാസികളുടെ ആരാധനകൾ മുടക്കുന്നത്? എന്തിനാ പാവപ്പെട്ട വിശ്വാസികളുടെ പള്ളി പ്രവേശന വഴികൾ മുടക്കിക്കളയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, അത് ഖിയാമത്ത് നാളിന്റെ അലാമത്താണ്. അതുപോലെ തന്നെയാണ് സംഗീത ഉപകരണങ്ങൾ വർദ്ധിക്കുന്ന കാലം. ആ ഹദീസ് അവസാനിക്കുന്നിടത്ത് പറയുന്നത്, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, അവസാന നാളുകളിൽ വരുന്ന ആളുകള് ആദ്യകാലത്ത് ജീവിച്ച് മരിച്ചുപോയ പുണ്യാത്മാക്കളെ ആക്ഷേപിക്കുന്ന കാലം വന്നാൽ, ഷാലിയാത്തിയെ തള്ളിപ്പറയുന്ന കാലം, ഉമർഖാനിയെ തള്ളിപ്പറയുന്ന കാലം, ടിപ്പു സുൽത്താനെ തള്ളിപ്പറയുന്ന കാലം, മമ്പുറത്തെ തങ്ങളെ തള്ളിപ്പറയുന്ന കാലം, അവരുടെ അമ്മാവനായ കുറ്റിച്ചിറകിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖ് ജിഫ്രി തങ്ങളെ തള്ളിപ്പറയുന്ന കാലം, തുഞ്ചരുത്തൽ തെങ്ങിന്റെ സമകാലികനായിരുന്ന കേരളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി അറബി മലയാളത്തിലെ സാഹിത്യകൃതിയായിട്ട് പരിചയപ്പെടുത്തുന്ന മുഹ്യിദ്ദീൻ മാനയുടെ രചയിതാവ് ഖാദി മുഹമ്മദിനെ തള്ളിപ്പറയുന്ന കാലം വന്നില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മുൻഗാമികളായ സച്ചരിതരായ സലഫുകളെ ആക്ഷേപിക്കുന്ന കാലം വന്നാൽ, മുൻഗാമികളെ ആക്ഷേപിക്കുന്ന കാലം വന്നാൽ നിങ്ങൾ ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കണേ എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെന്നറിയോ? എന്റെ സമുദായത്തിന്റെ അവസാനത്തിൽ അങ്ങനെ ഒരു കക്ഷി വരുന്ന, സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്ന ഒരു കക്ഷി വരും. ആ കക്ഷികളോട് ഏത് നിലപാട് സ്വീകരിക്കണം? 1953 ഷാരിയാത്തിയുടെ തീരുമാനം തെറ്റല്ല സഹോദര. ഖുത്ബി ഉസ്താദ് എടുത്ത തീരുമാനം തെറ്റല്ല. കുഞ്ഞനബി മുസ്ലിയാരുടെ തീരുമാനം തെറ്റല്ല. മഹാനായ ഹമായത്തെ ഹസൻകുട്ടി മുസ്ലിയാരുടെ തീരുമാനം തെറ്റല്ല. അവരെടുത്ത തീരുമാനം കേട്ടോളി, ഹദീസാണ്. സമസ്തെടുത്ത തീരുമാനം ഹദീസ. മുജാഹിദിനോട് നമുക്ക് വ്യക്തിപരമായ വെറുപ്പൊന്നുമില്ല, വൈരാഗ്യമില്ല. പക്ഷെ അവരോടുള്ളത്, അവർ സ്വഹാബത്തിനെ ആക്ഷേപിച്ചു, സ്വഹാബത്തിനെ തള്ളിക്കളഞ്ഞു. എന്നിട്ട് റസൂൽ പറയാണ്, ഫഇൻ മരിദൂ, അവര് രോഗിയായാൽ ഫലാ തഊദുഹും, അവരെ നിങ്ങൾ സന്ദർശിക്കാൻ പോണ്ട. ഇത് റസൂലിന്റെ തീരുമാനമാണ്. മരിച്ചു ചെല്ലുമ്പോ ചേലാരി സമസ്തക്ക് പരലോത്തുനിന്ന് തിരിയാൻ നബി പറഞ്ഞിരുന്നു എന്നുള്ളത് നിങ്ങൾക്കിപ്പം തിരിയില്ല. നിങ്ങൾക്ക് അവിടെ വരുമ്പോ തിരിയും. അത് നബി പറഞ്ഞേനെ. എന്നിട്ടാ ഇത് റസൂലുള്ളാഹിന്റെ തീരുമാനം. നിങ്ങൾ എന്തിനാണ് ഇത് ഞങ്ങളെ പേരിൽ കുറ്റം ചാർത്തിയിട്ട് എത്ര ചെറുപ്പക്കാരെ നിങ്ങൾ വിദേഹത്തിലേക്ക് ചേർത്തി കൊടുക്കണം? നിങ്ങളെ പ്രസംഗത്തിൽ നിങ്ങൾ വഹാബികളെ എതിർക്കൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ഞങ്ങളെ എതിർക്കലല്ലേ താല്പര്യം? ഉസ്താദിന്റെ കുറ്റം വരെ മൂപ്പേപ്പ് ഏത് വണ്ടിയിലാണ്,
ഇല്ലേ? ഏതൊക്കെ വിഷയം മൂപ്പര് ഏത് സമ്മേളനത്തിലാണ് പങ്കെടുക്കുന്നത്, മൂപ്പര് മോഡിന്റെ കൂടെ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞ് നടക്കുക. നിങ്ങൾ അങ്ങനെ പറഞ്ഞു നടന്നോളി. നിങ്ങൾ പറഞ്ഞ് നടന്നിട്ടത്തെ കാര്യമോ? ഞങ്ങൾ ആരെങ്കിലും നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യലുണ്ടോ? നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കലുണ്ടോ? ഏയ്, കാരണം ഞാൻ ഷാഫിമാമ പറഞ്ഞില്ലേ, നിങ്ങൾ അങ്ങനെ പറയും. ഞങ്ങൾക്ക് റസൂല് പറഞ്ഞ പണി എടുക്കണ്ട. ഇവിടെ മുത്തുനബി തങ്ങൾ പറയാ, രോഗിയായ സന്ദർശിക്കണ്ട. വൈസ് പ്രസിഡന്റിനോട് പറഞ്ഞു കൊടുക്കി, മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹാജരാകണ്ട എന്നല്ലേ ഇതിന്റെ മലയാളം. വൈൻ മാത്തു, അവര് മരിച്ചാൽ, ആര്? സ്വഹാബത്തിനെ ചീത്ത പറയുന്ന പുത്തമ്പാതി മരിച്ചാൽ റസൂല് പറയാണ് ഫലാ തശ്ഹദൂഹും, നിങ്ങൾ അവിടെ പോകാൻ നിൽക്കണ്ട. ഞങ്ങൾ റസൂല് പറയുന്നിടത്തുക്കും. ഞങ്ങൾ ദുനിയാവിന്റെ കാര്യലാഭത്തിന് നിൽക്കൂല. ഞങ്ങളും ചിരിച്ചും കളിച്ചും നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും കിട്ടുമായിരുന്ന അരി വേണ്ട. അരി വേണ്ട ഞങ്ങൾക്ക്, അരി വേണ്ട ഞങ്ങൾക്ക്, ആ നെയ്ച്ചോറിന് അരിയും വേണ്ട ഞങ്ങൾക്ക്, ആ കറുത്ത വർദ്ധ വേണ്ട. എന്തിന്? ചിരിച്ചിട്ട് കിട്ടുന്ന വർദ്ധ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് മുത്തുനബിന്റെ കയ്യിൽ നിന്ന് ഔദുൽ കൗസർ കിട്ടിയാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ആലോചിച്ച് നോക്കി. ഇവരെ മാതിരിയും പൊടിയും ചട്ടിയും പറഞ്ഞെടുക്കല്ല. ഈ തീരദേശത്തെ പിരിവിന് പോലുണ്ടല്ലോ നിങ്ങൾ ഏറ്റെടുത്തൊക്കെ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. അയച്ച ബറുദിയുടെ കാലത്തിലുണ്ടായിരുന്നു, കടലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല, പട്ടിണി, അരപ്പട്ടിണിയല്ല മുഴുപ്പട്ടിണിയായി. തീരദേശത്ത് SYS റേഷൻ പദ്ധതി നടപ്പിലാക്കി, ലക്ഷക്കണക്കിന് ഉറുപ്പ്യക്ക് ചെലവില് നാട്ടുകാർ സഹായിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. നിങ്ങൾ കുറ്റം പറഞ്ഞ അങ്ങനെ നടക്കും. AP ഉസ്താദിനെ കുറ്റം പറയും. കുറ്റം പറയാനൊക്കെ അല്ല എളുപ്പാ. ഗുജറാത്തിന്റെ പേരിൽ കുറ്റം പറഞ്ഞോളി. എന്താ കുറ്റം പറയാൻ? ജമാഅത്തുകാരനെയും കൂട്ടുപിടിച്ചാണ്ടി, ജമാഅത്തുകാരന്റെ ബത്തുബിം വായിച്ച് അങ്ങനെ നടന്നാണ്ടി, മാധ്യമം വായിച്ചിട്ട്. ഈ കുറ്റം പറയുന്ന ജമാഅത്തുകാരന് ഒരു ഓലസെറ്റ് ഗുജറാത്തിനില്ല. അതങ്ങൾ അറിയേണ്ടത്. 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആ ഗുജറാത്ത് കലാപത്തിന് ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താ? അവിടുത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ? പറയാൻ സുഖ അല്ലേ, എഴുതാൻ സുഖ, കരയാൻ സുഖ. നിങ്ങൾ ചിന്തിക്കും. ദളിതുകാരെ പച്ചക്ക് ചുട്ടുകൊല്ലുന്ന ഗുജറാത്ത്, അവിടുത്തെ ന്യൂനപക്ഷം വേട്ടയാടപ്പെട്ടില്ലേ? ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കിയിട്ട്. എങ്കിൽ സധൈര്യം അങ്ങോട്ട് കടന്നു ചെല്ലാൻ ധീരനായ ഒരു മുസ്ലിം നേതാവായി ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. സംശയം വേണ്ട. ഭാരത മുസൽമാന്റെ അഭിമാനം ഖമറുൽ ഉലമാ കാന്തപുരമെത്തിയ അബൂബക്കർ മുസ്ലിയാര്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്ന് അവിടെ സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ. നിങ്ങൾ ചിന്തിക്കി. ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ അവിടെ സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കുറ്റം പറയും, നിങ്ങൾ നല്ലോണം കുറ്റം പറയും. മോഡിനെ കണ്ടില്ലേ? മോഡിനെ കണ്ടത് നിങ്ങൾ കാണാൻ പോയ മാതിരിയല്ല, അത് മനസ്സിലാക്കിക്കോളി. നിങ്ങൾ ചിലരൊക്കെ രഹസ്യമായിട്ട് കാണാൻ പോയില്ലേ? ഓലെന്നെ പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ പോയത് എന്തിനറിയ? ഞങ്ങൾ പോയത് ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ കാര്യം പറയാനാ. ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ കാര്യം പറയാനാ. ഈ രാജ്യത്തെ സമുദായത്തിന്റെ വിഷയങ്ങൾ ഉണർത്താൻ, സമൂഹത്തിന്റെ വിഷയങ്ങൾ ഉണർത്താൻ. അതിനാണ് മോഡിയുടെ അരികിൽ പോയത്. അതാര് പ്രധാനമന്ത്രിയായിരുന്നാലും ശരി, മോഡി ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണെങ്കിൽ അത് കേവലം BJP-കാരന്റെ പ്രധാനമന്ത്രിയല്ല, ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നേടിയ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ മോഡിയെ സമീപിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജമാഅത്തേരും കുറ്റം പറയാണ്ടായിരുന്നു. ആ ജമാഅത്തെ ഇസ്ലാമി ആഴ്ചക്ക് കുറച്ച് ദിവസത്തിന് ശേഷം മോഡി സൗദിക്ക് പോയപ്പോ അഖിലം ബസഹലെന്ന് ഒലക്കമുക്കി എഴുതിയില്ലടോ നിങ്ങളൊക്കെ. അഖിലം ബസഹൽ നിങ്ങൾ എഴുതിയില്ലേ? ആരായിരുന്നു? നിങ്ങൾക്കൊക്കെ മത്സരിക്കാനായിരുന്നു, അവിടെ കൈപിടിച്ച് മുത്തി മത്സരിക്കാനായിരുന്നു അല്ല തിരക്ക്. കേവലം ഒരു കാന്തപുരം വിരോധമല്ലാതെ എന്താണ് ഇതിനെ പറയേണ്ടത്? എന്നിട്ട് ഞങ്ങളുടെ പേരിലാണ് ആക്ഷേപങ്ങൾ. ഞാനിപ്പോൾ അങ്ങോട്ട് കടന്ന് സംസാരിക്കുന്നില്ല. അതിനൊന്നും ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുതെന്ന് മാത്രമേ പറയാവൂ. ഞങ്ങളാണ് വർഗീയത സൃഷ്ടിക്കുന്നത്, ഞങ്ങളാണ് ഭീകരവാദം സൃഷ്ടിക്കുന്നത്. പച്ച നുണങ്ങളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലേ? നിങ്ങൾ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കും. SYS ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനം എന്തുകൊണ്ട് നിങ്ങളുടെ എതിർപ്പുകൾ മുഴുവനും അവഗണിച്ച് കേരളത്തിലെ ജനത ഓം ശാന്തി എന്ന് പ്രാർത്ഥിക്കുന്ന ഹിന്ദുവും, അഭ്യുന്നങ്ങളിൽ ദൈവത്തിന് സ്തുതിയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയും, അല്ലാഹു അക്ബർ എന്ന മന്ത്രം ഉരുവിടുന്ന മുസ്ലിമും അവര് തോളോട് തോളൊരുമി ഈ പ്രസ്ഥാനത്തിന്റെ ജനകീയമായ പ്രവർത്തനങ്ങളെ പിന്തുണക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ നാട്ടിൽ ഈ സംഘടന ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഞങ്ങളുടെ യൂണിറ്റുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാന്ത്വന കേന്ദ്രങ്ങള്, സാന്ത്വന ക്ലബ്ബുകള്, ചെന്നോക്കിങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്ന് നോക്കി സഹായിയെ നിങ്ങൾക്ക് കാണാം. സഹായി കോഴിക്കോട് ജില്ലാ SYS-ന്റെ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വാർഡുകളിൽ സഹായി പാവം രോഗികളെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ താളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് കഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? ഇതാണ് SYS-ന്റെ പ്രിയപ്പെട്ടവരെ. മെഡിക്കൽ കാർഡുകൾ വിതരണം ചെയ്യുകയാണ്. ഈ നിലയ്ക്ക് ഈ യൂണിറ്റിൽ എത്ര കാലമായി ഇവിടെ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു വിവാദം പറയാൻ ഇന്നുവരെ SYS-ന്റെ ഒരു വേദി ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാ.
നിങ്ങൾ ഉണ്ടാക്കിയപ്പോ ഞങ്ങൾ പറഞ്ഞതാ, ഞങ്ങളുടെ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞപ്പോ. അത് എന്തിന്? നിങ്ങളെ സമസ്തന്റെ പാനലിൽ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പച്ച നുണയും പറഞ്ഞു വന്ന് അല്ലേ? എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ എ പി ഉസ്താദിനെ കുറ്റം പറയാം. നിങ്ങൾ കുറ്റം പറഞ്ഞോളി, ഞങ്ങൾക്ക് കുഴപ്പമില്ല. എന്തൊക്കെ കോലത്തിൽ ഉസ്താദിന് എതിർപ്പ് വന്ന്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളി, ആ മുത്തുണ്ടല്ലോ, ആ മുത്തുങ്ങളെ ഇമ്പാച്ചി കാട്ടി പേടിക്കുമ്പോ മൂലക്കിരിക്കുന്ന നേതാവല്ല നിങ്ങൾ മനസ്സിലാക്കിക്കോളും. അതാണ് മഹാനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വൈകാരികമായി പറയാൻ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. നിങ്ങൾ ആലോചിക്കുക, നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താ? ഇവിടെ ദീൻ യഥാർത്ഥ രീതിയിൽ പ്രചരിപ്പിക്കണം. അതിന് എതിരെ വരുന്ന ബിദ്അത്തുകാർ, അവരോട് സമസ്തകരെടുത്ത തീരുമാനം തെറ്റല്ല, അത് മുത്തുനബി പഠിപ്പിച്ചതാണ്. അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോണ്ട. വലാ തുനാകിഹുഹും, അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണ്ട. വലാ തുവാരിസൂഹും വലാ തുസല്ലിമു അലൈഹിം വലാ തുസല്ലു അലൈഹിം, അവരുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കണ്ട, അവരോട് സലാമും പറയണ്ട, അവർ സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടക്കാനും പോകണ്ട, അവർക്ക് നിങ്ങൾ അനന്തര സ്വത്ത് കൊടുക്കും. ഇത് റസൂൽ പറഞ്ഞതാ, ബിദ്അത്തിന്റെ അപകട. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാ. ഈ വെറുപ്പ് ഞങ്ങൾക്ക് മുജാഹിദ് ജമാഅത്തിനോടുള്ളൂ, അല്ലാതെ ജമാഅത്ത് ഇസ്ലാമിനോട് മുജാഹിദിനോട് ഞങ്ങൾക്ക് വേറെ വെറുപ്പൊന്നുമില്ല. നിങ്ങളെ വിശ്വാസം അത് തെറ്റാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെന്താ? എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഒരു പുത്തൻവാദിയെ ആദരിച്ചു കഴിഞ്ഞാൽ, ഒരു പുത്തൻവാദിയെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, മൻ വഖറ സ്വാഹിബ ബിദ്അത്തിൻ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിച്ചവനാ. നഊദു ബില്ലാഹ്. ആയിരിക്കും സദസ്സിലുള്ള സഹോദരങ്ങൾ, രക്ഷിതാക്കൾ, പെൺകുട്ടികളുള്ള വാപ്പാരിന്തിക്കും മോളെ കെട്ടിച്ചെടുക്കുമ്പോഴേ ആള് സുന്നിയാന്ന് ഉറപ്പുവരുത്തിക്കോളി. ആള് സുന്നിയാന്ന് ഉറപ്പുവരുത്തണം. ബിദഅത്തുകാരനെ കെട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മോളെ നരകത്തേക്ക് എറിഞ്ഞുകൊടുക്കുന്നത്. എന്താ സംശയം? എന്താ സംശയം? മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതാണ്. മൻ നളറ ഇലാ സ്വാഹിബി ബിദ്അത്തിൻ ബുഗ്ളൻ ലഹു ഫില്ലാഹി മല അല്ലാഹു ഖൽബൻ അംനം വ ഈമാനാ. അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടൊരു പുത്തൻവാദിയുടെ മുഖത്തേക്ക് സഹോദരാ ദേശത്തോടെ നോക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആ നോക്കിയ വിശ്വാസിയുണ്ടല്ലോ, നബിയുടെ ഉമ്മത്തിൽപ്പെട്ട അംഗമുണ്ടല്ലോ, അവന്റെ കൽബിൽ അല്ലാഹു അന്നും ഈമാനും നിറക്കുന്നതാ. അതാ റസൂൽ പഠിപ്പിച്ചത്, അതാ റസൂൽ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവർ, ആ നിലക്ക് ബിദ്അത്തുകാരനോട് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നു. നോക്ക് നിങ്ങൾ, അബല്ലാഹു അൻ യഖ്ബല അമല സ്വാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. പുത്തൻവാദി അവന്റെ ആശയത്തിൽ നിന്ന് പിന്തിരിയുന്നത് വരെ അവന്റെ കർമ്മങ്ങൾ പടച്ചോ സ്വീകരിക്കൂല. മുജാഹിദിന് എത്ര അരി കൊടുത്തിട്ട് എന്താ കാര്യം? റസൂല് പറഞ്ഞിക്കണ് ഓന്റെ അരി പടച്ചോ സ്വീകരിക്കൂല, അല്ലാഹു സ്വീകരിക്കൂല. കാരണം ബിദ്അത്തിന്റെ ഗൗരവമാണത്. അല്ലാതെ ഞമ്മക്കെന്താ വെറുപ്പ് വൈരാഗ്യമൊന്നുമില്ല. അതുകൊണ്ട് തറവാട്ടിക്ക് പൊതുപ്പ് മുജാഹിദീങ്ങൾക്കൊക്കെ തിരിഞ്ഞില്ല. നിങ്ങൾ നിന്ന സ്റ്റേജ് ശരിയല്ല എന്നുള്ളത്. അതെങ്ങനെ തിരിഞ്ഞത്? ഇപ്പൊ എത്ര മുജാഹിദായി? മുജാഹിദ് വലതു വയ്ക്കുന്നു, അതുകൊണ്ട് എങ്ങനെ സുന്നി ശരിയാകുക? ഇതല്ലേ നിങ്ങളെ ചോദ്യം? നിങ്ങൾ ഇപ്പൊ എത്ര കാര്യം അംഗീകരിച്ച്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങൾക്ക് പണ്ട് കണ്ണേറുണ്ടായിരുന്ന മുജാഹിദിനെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ചിന്തിച്ചോളി. കണ്ണേറുണ്ടായിരുന്നു നിങ്ങൾക്ക്? ഇല്ല. നിങ്ങൾ ഇതിനെ കളിയാക്കിയിരുന്നു. നിങ്ങൾ എങ്ങനെ പറഞ്ഞിരുന്നു? കല്ലേറുണ്ട് മൗലിയരെ, കണ്ണേറില്ല. കല്ലേറ് എന്ന കല്ലു ഇങ്ങനെ എറിയനൊക്കെ കാണുന്നുണ്ടല്ലോ. കണ്ണേറാകുമ്പോ മൂപ്പരെ ചോദ്യം തരാം, കണ്ണ് അവിടെ തന്നെ അല്ലേന്നാ? നിങ്ങളൊക്കെ അമേരിക്കയിലെ കോളേജ് കൊണ്ടേ ചേർക്കേണ്ടതാ. കണ്ണേറ് എന്ന കണ്ണിങ്ങനെ ഇതിർത്ത് എറിയാന്നല്ല ഇതിന്റെ അർത്ഥം. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതാ, ഇന്നൽ ഐന ഹക്കുൻ, കണ്ണേറ് ഹക്കാണ്, കണ്ണേറ് സത്യാണ്, അത് ഫലിക്കും. ഇത് റസൂൽ പഠിപ്പിച്ചതാ. നിങ്ങൾ ഇപ്പൊ അടുത്ത കാലത്ത് അംഗീകരിച്ചാതെ എത്ര മുജാഹിദാ പള്ളിക്കാട്ടിലൊക്കെ ഉള്ളത്? അയച്ചാളൊക്കെ തൗഹീദ് ശരിയാകാതെ പോയില്ലേ? അതേപോലെ സിഹർ ഫലിക്കൂല നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ സിഹർ ഫലിക്കുന്നു പറയുന്നില്ലേ? സിഹർ ഫലിക്കൂലെങ്കിൽ എന്റെ മുജാഹിദ് 7 വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമായിട്ട് സിഹറിന് എണ്ണേണ്ട കാര്യം ഉണ്ടായിരുന്നോ? 7 വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപല്ലേ സിഹർ. ആ സിഹറിന് യാതൊരു ഫലം ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അതിനെ വൻപാപമായിട്ട് എണ്ണിയത്? എവിടുന്ന് നിങ്ങളൊക്കെ ദീവൻ? നിങ്ങൾക്ക് പണ്ടത്തെ എത്ര ശിർക്ക് ഇപ്പൊ തൗഹീദായി? എത്ര ശിർക്ക് തൗഹീദായി? നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റി. മന്ത്രിക്കുമായിരുന്നു നിങ്ങൾ പണ്ട്, മുജാഹിദ് മന്ത്രിക്കൂല. മുജാഹിദ് പറഞ്ഞിരുന്നറിയോ? ഓലെ എറണാകുളത്തെ സമ്മേളനത്തിന്റെ സോവനീർ എടുത്ത് വായിച്ചോ, എന്റെ കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ തന്റെ ബൈക്കാന്. അതിൽ ഒരു പറയാ, ഞങ്ങൾ വന്നതിന് ശേഷം വരുത്തിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട് മാറ്റങ്ങൾ 1, 2, 3, 4 എന്ന നമ്പർ ഇട്ടേതുണ്ട്. അതിലൊന്ന് പറയുന്നറിയോ? മന്ത്രക്ക് ഒഴിവാക്കിയിട്ട് മരുന്ന് കുടിക്കാൻ പഠിപ്പിച്ചത് ഞങ്ങളാ. കാരണം ഓല് ചിന്തിച്ചത് എങ്ങനെ നമ്മൾ ഊതുമ്പോ തന്നെ രോഗം മാറുകയെന്നാ. ഇപ്പം അവർക്ക് തിരിഞ്ഞ് ഇപ്പൊ അവർ മന്ത്രിക്കണില്ലേ? മന്ത്രിക്കുന്നുണ്ടോന്നോ? പിന്നെ ഇപ്പൊ ഐക്കല്ലൂർക്കുമല്ലേ, ഏലസും അല്ലേ? നിങ്ങളൊക്കെ അര തപ്പിയിട്ടുണ്ടെങ്കിലും ഗ്യാസും വണ്ടിന്റെ വലിപ്പത്തിനേക്കാളും വലിയ ഐക്കല്ല നിങ്ങൾ തക്കള്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവരെ വിശ്വാസം കൂടിയിട്ടേ എവിടെത്തി? നിങ്ങൾക്ക് പണ്ട് ജിന്നുണ്ടായിരുന്നോ? ജിന്നിനെ കുറിച്ച് നിങ്ങൾ ബാക്ടീരിയ എന്നാ പറഞ്ഞിരുന്നത്, വൈറസ്, ഫംഗസ്. ഇപ്പോഴും സലാം സുല്ലമി പറയുന്നത് എന്താ അറിയോ? ആദിവാസി അത്ര ജിന്ന്. അപ്പൊ സൂറത്തുൽ ജിന്ന് എന്ന് പറഞ്ഞാൽ സൂറത്ത് ആദിവാസി. നിങ്ങൾ ആലോചിച്ച് നോക്കി.
ഈ കൗമൊക്കെ ഏറ്റി നടക്കുന്നുണ്ടല്ലോ ഇമാതിരി ചില ഹോജകളെ. എന്നിട്ട് ഓന കാന്തപുരത്തിന് പുരോഗമനത്തിന്റെ പേരും പറഞ്ഞ് ആക്ഷേപിക്കാൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കണവരെ റസൂല് പറഞ്ഞത് എന്തറിയോ? അള്ള പറഞ്ഞെന്തറിയോ? ഖുർആനിൽ സൂറത്തുൽ ജിന്ന് എന്നൊരു അധ്യായമുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ പടച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്ത് എടുക്കാനാണ് അള്ള പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ജിന്ന് മനുഷ്യവർഗത്തെയും ബാക്ടീരിയകളെയും ഞാൻ പടച്ചിരിക്കുന്നത്. ഈ അള്ളാഹ്ക്ക് ബാക്ടീരിയന്റെ അറബിയൊന്നും അറിയില്ലായിരുന്നല്ലോ അല്ലേ? മൂത്രപ്പരിക്ക് കിടക്കുമ്പോ ഇടത്തേക്കാലും വെച്ച് കേറണോ ദിക്റ് ചൊല്ലണം. ദിക്ർ എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. മുജാഹിദും ചൊല്ലിയിരുന്നു ഇതൊക്കെ. പക്ഷെ ഓലെന്താ പറഞ്ഞതിന്റെ അർത്ഥം? മദ്രസയിലെ കുട്ടികളെ പഠിപ്പിച്ചത് രക്ഷിതാക്കൾ അറിയണോ? മുജാഹിദിന്റെ മദ്രസക്ക് കുട്ടികളെ വിട്ടാൽ എന്താണ്? ദീനുണ്ടാവില്ല, ദുനിയാവുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സീറോ സീറോ. എന്ത് തൗഹീദ്? ഇവർ ഈ ഖുബുസ് ഖബായിസിന് കൊടുത്ത അർത്ഥം എന്താ അറിയാം? മദ്രസയിലെ ബുക്കിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഇവര് മൂത്രപ്പരി പോയിട്ട് ശൈത്താനെ തെരഞ്ഞുപോയി. കാരണം എന്ത് മുജാഹിദ് യുക്തി കൊണ്ടേ ചിന്തിക്കുള്ളൂ. അവർ നമ്മളിപ്പോ നിങ്ങൾ ആലോചിച്ചൊക്കെയും ഒരു മുജാഹിദ് പോലും ഇന്നും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അയാൾ പറഞ്ഞതറിയോ? ബുഖാരിയിൽ ഇല്ലെന്ന് വെച്ചപ്പോ ബുഖാരി അല്ലോ എന്റെ വാപ്പ പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കൂല. നിഷേധിക്ക്. നിങ്ങൾ ഊരമ വെച്ച് കെട്ടിത്തരാൻ നിങ്ങൾ എഴുതിയതാ, നിങ്ങൾ പറഞ്ഞതാ. ഇന്നും അയാൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ പറഞ്ഞ ആൾ മരിച്ചിട്ടില്ല. ഇവരെ ധിക്കാരങ്ങൾ ചിന്തിച്ചു നോക്കി. എന്തേ പറഞ്ഞത്? ബുഖാരി അല്ല, ഓന്റെ വാപ്പ പറഞ്ഞാൽ ഞാൻ കേൾക്കൂല. എന്താ അതിന്റെയൊക്കെ ചിന്ത? അല്ലെങ്കിൽ ഉസ്മാൻ തങ്ങൾ ജൂതകഥ കടത്തിക്കൂട്ടിയ ആളാന്ന് പറഞ്ഞാ ഇവർക്കെത്തഞ്ഞിപ്പോ ബുഖാരി ഇമാമൊക്കെ. നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഇവരെന്ത് ചെയ്തറിയോ? യുക്തിക്കനുസരിച്ച ഇവര് മൂത്രപ്പരി പോയിട്ട് ശൈത്താനൊക്കെ പോയി. അപ്പൊ മൂത്രപ്പരിയിൽ ശൈത്താനൊന്നും കണ്ടില്ല. ഇവരെന്ത് അർത്ഥം കൊടുത്തറിങ്ങള്? അല്ലാഹുവേ, ആൺ കൊതുകിൽ നിന്നും പെൺകൊതുകിൽ നിന്നും എന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. മൂത്രപ്പരി പോയപ്പണ്ട് കഴുകാത്ത മൂത്രപ്പരിയില പോയി നോക്കിയത്. അപ്പൊ അവിടെ ഉണ്ട് എന്തറിയോ? കൊതുക് പാർന്ന്. അപ്പൊ ഹുബുസ് എന്ന ആങ്കൊതുകും ഖബായിസ് എന്ന പെൺകൊതുകും. അർത്ഥം അങ്ങനെ കൊടുത്തു. കുറെ കാലം കുട്ടികൾ ആങ്കൊതുക് പെൺകൊതുക്, പെൺകൊതുക് ആങ്കൊതുക്, ആങ്കൊതുക് പെൺകൊതുക് ഇങ്ങനെ പഠിച്ചിരുന്നു കുട്ടികള്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ ഈ കൊതുകൊക്കെ ഇപ്പൊ ശൈത്താനായി. ഈ കൊതുകൊക്കെ ശൈത്താനായി. ഇപ്പോൾ അംഗീകരിച്ച ശൈത്താൻ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ ജിന്ന് സഹായിക്കും ചെയ്യും. തറേ റോഡപകടങ്ങൾ ജിന്നിനെ സഹായിക്കും. ജിന്നുണ്ട് എന്ന് അംഗീകരിച്ച് പറഞ്ഞപ്പോ നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കോലത്തിലായത് ഭാരതമാശയാണ്. എന്തൊക്കെ രസോ, എന്തൊക്കെയാണ് ഇവരുടെ അടിയിലുള്ളത്? നല്ല പുകില. എന്നിട്ട് ഇവര് പറയാ ഒരു പുരോഗമനം, പരിഷ്കരണം. സുന്യാള് പയഞ്ചന്മാര്, ദീനില്ലാത്തവര്. ഞങ്ങൾ പറഞ്ഞ ഏത് കാര്യമാണ് തിരുത്തിയിരിക്കുന്നത്? ഞങ്ങൾ അന്ന് പറഞ്ഞു മന്ത്രിക്കാം, ഇന്നും പറഞ്ഞു മന്ത്രിക്കാം. ഹോസ്പിറ്റൽ ഇത്രയേറെ വളരാത്ത കാലത്ത് പറഞ്ഞതാ ഞങ്ങൾ മന്ത്രിക്കാന്ന്. ഇപ്പൊ മുഴത്തിന് മുഴ ഹോസ്പിറ്റലാ. ഹോട്ടലിന് അപ്പുറത്ത് ഹോസ്പിറ്റൽ. ഹോട്ടലിൽ പോകുക, ഭക്ഷണം കഴിക്കുക, രോഗിയാകുക, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക. ഇതപ്പത്തെ സിസ്റ്റം. എന്നിട്ടും ഞങ്ങൾ പറയുന്നത് മന്ത്രിക്കാം. ഏലസെട്ട മൈക്കല്. ഞങ്ങൾ ഏതാ തിരുത്തിയിരിക്കുന്നത്? ഞങ്ങൾ ഏതാ തിരുത്തിയിരിക്കുന്നത്? ഞങ്ങൾ പണ്ട് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറയുന്ന ഒറ്റ കാര്യമല്ല. നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ പണ്ട് കാലത്ത് അംഗീകരിച്ചത് പിന്നെ തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പൊ സുബൈയിലെ കുനൂത്ത് നിങ്ങൾ കിതാബ് അവലും ഫിൽ അമലിയാത്ത് എടുത്തു നോക്കി. നിങ്ങൾ അമലിയാത്ത് എടുത്തു നോക്കി. ഇ കെ മൗലവി എഴുതിയ പുസ്തകം. അതിൽ പറയുന്നത് കുത്ബിനെ സുബഹിയിലെ അവസാനത്തെ റകഅത്തിലെ എഴുത്തിദാലിൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് റബ്ബനാ ലക്കൽ ഹംദു എന്നുള്ള ദിക്റ് ചൊല്ലിയ ശേഷം താഴെ കാണുന്ന കുനൂത്ത് സുന്നത്തുണ്ട്. എന്നൊരു കുനൂത്തും കൊടുക്കുന്നുണ്ട്. ഇന്ന് മുജാഹിദിന് കുനൂത്ത് ഓതൽ വ്യഭിചാരത്തെക്കാളും വലിയ തെറ്റാ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇവരങ്ങനെയാണ്. ഇനി വരും കാലത്ത് ഇവരോരോന്ന് അംഗീകരിക്കും. നിങ്ങളെ കൊണ്ട് അംഗീകരിപ്പിച്ചിട്ടേ നിൽക്കുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് ഈ സമുദായത്തിലെ ചെറുപ്പക്കാരോട് പറയുന്നത്, ഈ വക കമ്പനി പറയുന്ന വാക്കും കേട്ട് ഈമാൻ തെറ്റിച്ച് കളയാൻ പോകരുത്. പരിശുദ്ധ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശത്തിൽ അവിടെ ഉറച്ചു വെക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ജമാഅത്തേരുണ്ടാവും വഹാബിയൊക്കെ കുറച്ച് കിട്ടണ്ട, ഓൾക്ക് കുറച്ച് തീവ്രത കൂടുതലാ. നമ്മളെ മാതിരി ഇങ്ങനെ ഒഴിഞ്ഞു നിന്നൂടെ? നല്ല സാധന ജമാഅത്തേര്. ജമാഅത്തേരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആദർശമൊന്നുമില്ല കേട്ടോ. ഓൾക്ക് പ്രത്യേകിച്ച് ഒരു നിലപാടുമില്ല. ഓലിഞ്ഞിപ്പോ എന്തായിരുന്നാലും. കാരണം ഇപ്പൊ നമ്മളെ നാട്ടിലത്തെ ജമാഅത്തേരൊക്കെ നമ്മൾ കാണുന്നതാ. ഓൾക്കൊരു പ്രത്യേകിച്ച് ആദർശം നിലപാടൊന്നുമില്ല. സുബൈയിൽ കുനൂത്ത് ഓതിയിട്ട് ഓല് നിസ്കരിക്കും, ഓതാതി നിസ്കരിച്ചു. ഓൾക്ക് അങ്ങനത്തെ ഒരു കാര്യം തന്നെ അല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി. കാരണം നേതാവ് നല്ല ഉസാറ മൗദൂദിനോട് ചോദിക്കേണ്ടത് ഖുത്ബ ഏത് ഭാഷയിലാണ് ഓതേണ്ടത്? അതിന് ജമാഅത്തെ ഇസ്ലാമിന്റെ IPH പുറത്തിറക്കിയ ജുമാ ഖുത്ബ എന്നാണ് ചെറിയ ബുക്ക് ഉണ്ട്. അതിന്റെ 73-ാമത്തെ പേജ് ഒന്ന് വായിച്ചു നോക്കിക്കൊണ്ട്. വെറുതെ എത്തിയാ വായിച്ചാൽ മതി, കായ് എടുത്ത് വാങ്ങണ്ട. ആ പേജ് വായിച്ച നിങ്ങൾക്ക് തിരിയും. ഇയാൾ പറയുന്നറിയോ? ഖുർആനിൽ നിന്നും തിരുമേനിയുടെ സുന്നത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്. ഇത് ചെയ്യാമെന്നാണ് എന്റെ അഭിപ്രായം. അഥവാ ചെയ്യുന്നതിലാണ് കൂടുതൽ ഉത്തമം. അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കേണ്ടതാണ്. അഥവാ ചെയ്യാതിരിക്കലാണ് ശരി. ഇതിലിപ്പോ ഏതാ ശരി? ജമാഅത്താർ അതിലേതാ ശരി? ഉത്തമ പിടിച്ചുമ്പോ ശരി പോകാണ്, ശരി പിടിച്ചുമ്പോ ഉത്തമ പോകാണ്. ഉത്തമം ശരിയും കൂടി കിട്ടും. ജമാഅത്താരെ തറവാട്ട് കണ്ടുപോരി. എന്നിട്ട് നമുക്ക് അറബിയിൽ കുത്തുബോധിക്കാല. ആ മുത്തുനബി പഠിപ്പിച്ച ശൈലി, സ്വഹാബത്ത് പഠിപ്പിച്ചത് അങ്ങനെ, റസൂൽ പഠിപ്പിച്ചെന്നറിയോ? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി.
ഞാൻ എങ്ങനെ നിസ്കരിക്കണം നിങ്ങൾ അതുപോലെ നിസ്കരിച്ചോളി. നിങ്ങൾ എന്തിനാ മലയാളത്തിൽ കുത്തുബ ഓതാൻ പോയത്? മലയാളത്തിലെ കുത്തുബ എന്നാണ് ദീനിലുണ്ടോ? അങ്ങനെ ഒരു കുത്തുബ ദീനിലുണ്ടോ? അതും ദീനല്ല. പിന്നെ ഖുതുബക്ക് മുമ്പുണ്ട് ഒരു പ്രസംഗോ, അതും ദീനല്ല, അതുമില്ല. എന്നിട്ട് ഇവിടെ കണ്ണിയത്തുസ്താദിന്റെ മഹത്വം വരെ അതും കൂടി ഞാൻ കൂട്ടത്തിൽ പറഞ്ഞുതരാം. ആരാണ് കണ്ണിയത്തുസ്താദിനെയൊക്കെ ആക്ഷേപിക്കുന്നത്? അതും നിങ്ങൾ കേട്ടോളി. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇത് നോക്കി നിങ്ങൾ മഹാനായ കണ്ണിയത്തുസ്താദിന്റെ ലേഖനം, കണ്ണിയത്തുസ്താദിനെ സംബന്ധിച്ച് മഹാനായ കാളമ്പാടി ഉസ്താദ് കണ്ണിയത്തുസ്താദിന്റെ സ്മരണികയിൽ എഴുതിയ ലേഖനം. ഈ കാളമ്പാടി ഉസ്താദ് ആരാ കാളമ്പാടി ഉസ്താദ്? ചേളാരി സമസ്തന്റെ പ്രസിഡന്റ് ആയിരുന്നു, അല്ലേ? നല്ല മനുഷ്യൻ. അള്ളാഹു അദ്ദേഹത്തിന് ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നിങ്ങളെ സംസ്കാരമല്ലേ ഞങ്ങൾക്കുള്ളത്. ഈ കാളമ്പാടി ഉസ്താദ് വഫാത്തായി ആ ജനാസ സന്ദർശിക്കാൻ പോകുമ്പോഴാണ് നിങ്ങൾ AP ഉസ്താദിനെതിരെ കൂക്ക് വിളിച്ചത്. നിങ്ങൾക്ക് മറക്കാൻ സാധ്യത കുറവാ. നിങ്ങൾക്ക് ഓർമ്മാക്കാൻ വേണ്ടി പറഞ്ഞതാണ് നിങ്ങൾ ആ ശൈലി സ്വീകരിച്ചത്. അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നവർ വരെ ഓടിപ്പോന്നിട്ട് കൂക്ക് വിളിച്ചാൻ വരികയത്. നല്ല സംസ്കാരം. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആ കാളമ്പാടി ഉസ്താദ്, ആ കാളമ്പാടി, അല്ലാതെ നിങ്ങളിപ്പോ ഇവിടെ കൊണ്ടുവന്ന നാസർ ഫൈസി പ്രസംഗിച്ച ശൈലിയിലൊന്നും ഞാൻ സംസാരിക്കൂല. ഞങ്ങള് ആലിമീകളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞവരാ, ആദരിക്കണം എന്ന് പറഞ്ഞവരാ. പിന്നെ ഞങ്ങളെ ഗ്രൂപ്പിലുള്ള തങ്ങന്മാർക്ക് ആദരവുള്ളൂ, അല്ലാത്തവരൊക്കെ പിന്നെ ആദരവ് അറിയിക്കാത്ത തങ്ങന്മാരാ എന്ന വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. അഖിൽ ബൈത്തിന് മൊത്തം ആദരിക്കണം. അഖിൽ ബൈത്തിന് അതാ ഞങ്ങൾ AP ഉസ്താദ് ഞങ്ങളെ പഠിപ്പിച്ചത്, ഞങ്ങളെ നേതൃത്വം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കണ്ണിയത്ത് ഉസ്താദ്, നിങ്ങൾ മഹാനായ റഈസുൽ മുഹഖിഖീൻ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം എന്നല്ലേ? ഇന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ ഖുതുബക്ക് മുമ്പുള്ള മലയാള പ്രസംഗത്തിന്റെ പേരിൽ അതൊരു AP പ്രശ്നമായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? അല്ലേ? ഒരു AP പ്രശ്നമായിട്ടാണല്ലോ നിങ്ങൾ അതിനെ കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ AP പ്രശ്നമുണ്ടോ? പൊന്നു അബീബന്മാരെ, എന്തിനാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത പണിയെടുക്കുന്നത്? ഇതൊരു AP പ്രശ്നം. ഇതിലെ ദീനെന്താ? ഇതിൽ കണ്ണിയത്ത് ഉസ്താദ് ഏത് അഭിപ്രായക്കാരനായിരുന്നു? കണ്ണിയത്ത് ഉസ്താദ് ഖുതുബന്റെ മുമ്പ് പ്രസംഗിക്കാൻ അനുമതി കൊടുത്തിരുന്നു എന്ന് പറയുകയാണെങ്കിലല്ലോ നിങ്ങൾ അതൊന്ന് പറഞ്ഞേരി. ഇതൊരു AP പ്രശ്നമല്ല. ഈ സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് എത്ര സ്ഥലത്താ നാടന്മാര് ജുമഅക്ക് മുമ്പ് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഖതീബിനോട് നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുന്നറിയങ്ങൾ. ഈ സാധുക്കൊക്കെ ഇവര് പറഞ്ഞു കൊടുക്കുകയാണ്, അത് AP പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ AP പള്ളിയാവും. ഇങ്ങനെയൊക്കെ ഇവര് പറഞ്ഞു കൊടുക്കേ. AP പള്ളിയാവുമല്ലോ പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ. ഒന്ന് ഞാൻ വായിച്ചാൽ അതിൽ കേട്ടോളിട്ടോ. കാളമ്പാടി ഉസ്താദ് എഴുതാണ്, ഞാൻ അരീക്കോട് ദർസ് നടത്തുന്ന കാലത്ത്, അതായത് കണ്ണിയത്ത് ഉസ്താദ് പറയാ, അല്ല പിന്നെ കാളമ്പാടി ഉസ്താദ് പറയാം, ഞാൻ അരീക്കോട് ദർസ് നടത്തുന്ന കാലത്ത് ജുമുഅ ഖുതുബയുടെ മുമ്പ് ഒരു മലയാള പ്രസംഗം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മൂപ്പരോട് പറഞ്ഞു ഖുതുബന്റെ മുമ്പ് ഇവിടെ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. ഞാൻ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെയും മറ്റ് ബന്ധപ്പെട്ടവരെയും വാഴക്കാട്ടേക്ക് വിടുകയും കണ്ണിയത്ത് ഉസ്താദിന്റെ അഭിപ്രായം പോലെ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. വഫാത്തായി പോയ ചേളാരി സമസ്തന്റെ പ്രസിഡന്റ് കാളമ്പാടി ഉസ്താദ് അരീക്കോട് ഭാഗത്ത് ദർസ് നടത്തുമ്പോ കമ്മിറ്റിക്കാർ വന്നിട്ട് പറഞ്ഞു, എന്തറിയോ, നിങ്ങൾ ഖുതുബന്റെ മുമ്പ് കുറച്ചു നേരം പ്രസംഗിക്കണം. കാരണം ആൾക്കാരൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടണല്ലേ, ദീൻ പറഞ്ഞു കൊടുക്കണ്ട, നമുക്ക് ഇൽമ് എന്തെങ്കിലും കിട്ടിക്കോട്ടെ. വെറുതെ ഇങ്ങനെ അവിടെയും ഇവിടെയും തൂങ്ങിന്റെ ചോട്ടിൽ നിന്ന് ഉറക്കം തൂങ്ങുന്നതിനേക്കാൾ നല്ലത് നിസ്കാരത്തിന് 5 സർത്താന്ന് പഠിപ്പിച്ചോട്ടെ, നാട്ടുകാർക്ക് ഇൽമിട്ടല്ലേ. ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ കമന്റുകൾ. എന്നാ കേട്ടോളി, കണ്ണിയത്ത് പിന്നെ ഇത് വന്ന് പറഞ്ഞപ്പോ കാളമ്പാടി ഉസ്താദ് എത്ര ചെയ്തുള്ളറിയോ? ആയിക്കോട്ടെ, വാഴക്കാട് കണ്ണിയത്തുണ്ടല്ലോ, നിങ്ങൾ ഓരോരുത്തർ ചെല്ലി, എന്നിട്ട് ഓരെന്നാണ് പറയുന്നെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അത് പ്രസംഗിക്കണം എന്ന് പറയാൻ പ്രസംഗിച്ചോളാം. അങ്ങനെ എന്ത് ചെയ്തറിയോ? തദനുസൃതം അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു. കമ്മിറ്റിക്കാര് കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത്, വിവരല്ലല്ലോ കണ്ണിയത്ത് ഉസ്താദ്, വിവരമുള്ള മൂല്യരല്ലേ, കേട്ടോളി. അദ്ദേഹം പറഞ്ഞു, ജുമുഅ ഖുതുബക്ക് മുമ്പ് അൽ കഹഫ് സൂറത്തും സ്വലാത്തും അധികരിപ്പിച്ചുകൊണ്ടാണ് ജുമുഅക്ക് വന്നവർ ശുഗ്ൽ ആകേണ്ടത്. ശുഗ്ൽ എന്ന് പറഞ്ഞാൽ ജോലിയാകേണ്ടത്. ഇതിന് ബാങ്കിന്റെ മുമ്പ് ശേഷം എന്ന വ്യത്യാസമില്ല. അതിനാൽ ഈ പ്രസംഗം ഏത് പ്രസംഗോ? ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് മിമ്പറിന്റെ അടുത്ത് വെച്ചിട്ട് ഖുതുബോധന മൊയ്ലിയേര് മലയാളത്തിൽ വിടുന്ന പ്രസംഗം, ഈ പ്രസംഗം കറാഹത്ത് അശദ് ആകുന്നു. കറാഹത്ത് അശദ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞിട്ടില്ലെങ്കിൽ ചിലർക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അങ്ങേയറ്റത്തെ കഠിനമായ കറാഹത്ത് അശദ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഔദുൽ കൗസർ കിട്ടുന്നല്ലോ നമ്മളെ വിശ്വാസം. അത് ഒഴിവാക്കേണ്ടതല്ലേ? കറാഹത്ത് അശദ്ദാകുന്നു ആരാ പറഞ്ഞത്? കാളമ്പാടി ഉസ്താദല്ല, മഹാനായ ശൈഖുനാ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പരലോകത്ത് കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് ഞങ്ങൾ സാക്ഷി പറഞ്ഞോളാം. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇത് കാളമ്പാടി ഉസ്താദ് എഴുതാണ്. അഫ്ളലായ പ്രവൃത്തിയാണ് അപ്പോൾ നിറവേറ്റേണ്ടത്. അഫ്ളലായ ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യം അപ്പം ചെയ്യേണ്ടതാ. അതല്ലാതെ ഈ മൊയ്ലിയരെ പിന്നെ പ്രസംഗം കേൾക്കേണ്ട സമയമല്ല, ഒരു മൊയ്ലിയര് പ്രസംഗിക്കേണ്ട ടൈം അല്ലത്. കണ്ണിയത്ത് ഉസ്താദിന്റെ ഈ തീരുമാനം അംഗീകരിച്ച്
ഞാൻ അവിടെ നിന്ന് പോരുന്ന കാലം വരെ ആ പ്രസംഗം അവിടെ ഇല്ലായിരുന്നു. നോക്കി നിങ്ങള്, ഇതാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ തീരുമാനം. ഇനി കേട്ടോളൂ, ഇത് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ, പിന്നെ അബ്ദുർ റഹീം മുസ്ലിയാർ, ഇവരുടെ യലാപ്പയാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. ഈ റഹീം മുസ്ലിയാർ വാഴക്കാട് എഴുതിയ പുസ്തകം ജുമുഅ നിസ്കാരം ശ്രേഷ്ഠതയും നിയമങ്ങളും. ഈ പുസ്തകത്തിന് ആരാണ് അവതാരിക എഴുതി കൊടുത്തിട്ടുള്ളത്? അതും നിങ്ങൾ കേട്ടോളിയും. സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് നന്ദി കോളേജിന്റെ വൈസ് പ്രിൻസിപ്പാളാണ്. ഇനി കേട്ടോളൂ, ഈ അദ്ദേഹത്തിന്റെ 2001 അവതാരിക ഞാൻ വായിച്ചു തരാം. കേട്ടോളൂ. കണ്ണിയത്ത് അബ്ദുർ റഹീം മുസ്ലിയാർ രചിച്ച ജുമുഅ നിസ്കാര ശ്രേഷ്ഠതയും നിയമങ്ങളും എന്ന ലഘുകൃതി ഞാൻ വായിച്ചു കേട്ടു. പ്രസ്തുത പുസ്തകത്തിൽ മഹാന്മാരുടെ ഫത്വകളും അഭിപ്രായങ്ങളും ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന് പുസ്തകം ഒരു മുതൽക്കൂട്ടാകട്ടെ. ഞങ്ങളല്ലല്ലോ എഴുതിയത്, നന്ദി ദാറുസ്സലാമിന്റെ വൈസ് പ്രിൻസിപ്പാളല്ലേ എഴുതിയിട്ടുള്ളത്. ഇനി നിങ്ങൾ കേട്ടോളി, ഈ പുസ്തകത്തിൽ പറയുന്നു, ഇതിന്റെ 13ാമത്തെ പേജ് പ്രസംഗത്തെ സംബന്ധിച്ച് പറയുകയാണ്. ബഹുസമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ പ്രസിഡന്റായിരുന്ന മർഹൂം റഈസുൽ മുഹഖിഖീൻ ശൈഖുന കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ വാഴക്കാട് ദാറുൽ ഉലൂമിൽ മുദരിസായ കാലത്ത് കുറച്ചാളുകൾ ഖുതുബക്ക് മുമ്പുള്ള പ്രസംഗത്തെക്കുറിച്ച് മഹാനവറുകളോട് ചോദിക്കുകയുണ്ടായി. എന്റെ എളാപ്പ കൂടിയായ ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: പഠിക്കേണ്ടതെല്ലാം ജുമുഅ കഴിഞ്ഞിട്ട് മതി, മുമ്പ് വേണ്ട. അത് അൽ കഹ്ഫിന്റെയും സ്വലാത്തിന്റെയും സമയമാണ്. ഓ എന്റെ സഹോദരങ്ങളെ, ഇത് തന്നെയല്ലേ മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ ഫത്വയിലുമുള്ളത്? ഇത് തന്നെയല്ലേ മഹാനായ ഇ.കെ. ഉസ്താദിന്റെ ഫത്വയിലുള്ളത്? വഫാത്തായിപ്പോയ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ ഫത്വയും എന്റെ കയ്യിലുണ്ട്. ഇവരൊക്കെയും പറഞ്ഞതെന്താണ്? മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് നാഴികക്ക് 40 വട്ടം ഇ.കെ. ഉസ്താദിന്റെ ആൾക്കാരാണെന്ന് നിങ്ങൾ പറയാറില്ലേ? നിങ്ങൾ ശംസുൽ ഉലമയുടെ ആൾക്കാരാണെന്നല്ലേ പറയല്? ആ ശംസുൽ ഉലമയുടെ ഫത്വ കണ്ടോളൂ നിങ്ങൾ. 93 ഫത്വ. SKSSFന്റെ പ്രവർത്തകന്മാരെ, നിങ്ങളെ എത്ര മഹല്ലുകളിലാണ് നിങ്ങളെ നേതൃത്വം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഓ എന്റെ സഹോദര, എന്ത് പുണ്യമാ ഉള്ളത്! അൽ കഹ്ഫ് ഓതുന്ന വിശ്വാസികളെ അൽ കഹ്ഫ് മുടക്കിയിട്ട് അവിടെ മലയാള പ്രസംഗത്തിന്റെ ടൈമാണോ? ഇനി നോക്കോളൂ, ഇതിൽ എന്താണ് ശംസുൽ ഉലമ എഴുതിയത്? വെള്ളിയാഴ്ച 1ാം ബാങ്കിന്റെ ശേഷം ഖുത്ബയും നമസ്കാരവുമാണ് ശറയിൽ പറഞ്ഞിട്ടുള്ളത്. സ്വഹാബത്ത് മുതൽക്കുള്ള നടപടിയും അതുതന്നെയാണ്. അറബിയിലുള്ള 2 ഖുത്ബയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഈ 2 ഖുത്ബക്ക് പുറമെ അതിനു മുമ്പ് ഒരു മലയാള പ്രസംഗം നടത്തുമ്പോ അത് ഷർത്തുവെക്കാത്ത ഒരു ഖുത്ബയാകുന്നതും, അങ്ങനെ 3ാം ഖുത്ബ നിലവിൽ വരുന്നതുമാണ്. ഷർത്തു വെക്കാത്ത ഖുത്ബ ഫാസിദായ ഇബാദത്ത് ആയിരിക്കയാൽ അത് പാടില്ലാത്തതുമാണ്. ആകയാൽ 1ാം ബാങ്കിന്റെ ശേഷം അറബിയിലുള്ള 2 ഖുത്ബക്ക് പുറമെ ഒരു മലയാള പ്രസംഗം അനുവദനീയമല്ല. മർക്കസിലെ ലെറ്ററല്ല വായിക്കുന്നത്, AP ഉസ്താദിന്റെ കത്തല്ല വായിച്ചു കേൾപ്പിച്ചത്, മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ ഫത്വയാണ്. എന്തുകൊണ്ടാണ് ശംസുൽ ഉലമ അങ്ങനെ പറഞ്ഞത്? കാരണം റസൂലുള്ള പറഞ്ഞതാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനി തഹല്ലുഖി ഖബ്ല സ്വലാത്തി യൗമൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസം ഖുതുബയുടെ മുമ്പായിട്ട്, നിസ്കാരത്തിന്റെ മുമ്പായിട്ട് ഹൽഖ കെട്ടിയിരിക്കുന്നത് റസൂലുള്ള വിരോധിച്ചതാണ്. അപ്പൊ ഒരുപക്ഷെ എന്റെ സഹോദരങ്ങളെ, ഇവന്മാര് പറഞ്ഞേക്കും ഹൽക്ക കെട്ടിയിരിക്കാന്ന് പറഞ്ഞാല് വട്ടത്തിലിരിക്കുന്നതിനെ സംബന്ധിച്ചാണ് റസൂല പറഞ്ഞത് എന്ന്. ഇങ്ങനെയൊക്കെയാണ് ദുർവ്യാഖ്യാനങ്ങൾ വരാറുള്ളത്. എന്നാൽ കേട്ടോളൂ, ഇമാം റാസി തങ്ങൾ ഈ ഹദീസ് വിശദീകരിക്കുകയാണ്. വഅലം, ജനങ്ങളെ അറിയണം, അന്നൽ ഹദീസ് അല്ലദീ റവൈനാഹു, നമ്മൾ ഉദ്ധരിച്ച ഹദീസ് ഉണ്ടല്ലോ, യദുല്ലു അലാ കറാഹിയത്തി തഹല്ലുഖി വൽ ഇജ്തിമാഇ യൗമൽ ജുമുഅ ഖബ്ല സ്വലാത്തി ലിമുദാകറത്തിൽ ഇൽമ. ഇൽമ പറയാൻ വേണ്ടി വെള്ളിയാഴ്ച നിസ്കരിക്കുന്നതിന് മുമ്പ് ഹൽക്ക കെട്ടുന്നത്, സംഗമിക്കുന്നത് കറാഹത്താണെന്നത് ഹദീസ് അറിയിക്കുന്നു. പിന്നെ എന്താണ് ജുമുഅക്ക് വന്നവർ ചെയ്യേണ്ടത്? ബൽ യസ്തഇലു ബിദ്ദിക്രി വസ്വലാത്തി വൽ ഇൻസാതി ലിൽ ഖുതുബ. അവർ ദിക്ർ ചൊല്ലുകയാ വേണ്ടത്, അവർ സ്വലാത്ത് ചൊല്ലുകയാ വേണ്ടത്, അവർ ഖുർആൻ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത്. സുമ്മ ലാ ബഅസ ബിൽ ഇജ്തിമാഇ വതഹല്ലുഖി ബഅദ സ്വലാ.
നിസ്കാരം കഴിഞ്ഞ ശേഷം പിന്നെ ഇജ്തിമാആവാം, നിസ്കാരം കഴിഞ്ഞ ശേഷം പിന്നെ ഹൽക്ക കെട്ടലാവാം. അതേ സമയത്ത് എന്റെ സഹോദര, ഹൽക്ക എന്ന് പറയുന്നത് വട്ടം കൂടിയിരിക്കലാണ്. അതുകൊണ്ട് വട്ടത്തിലല്ലാത്ത ഇരുത്തം ഇരുന്നിട്ട് ഇൽമ പറഞ്ഞു കൊടുക്കുന്നതിന് തെറ്റില്ല എന്നായിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട റാസി ഇമാം പറയുന്നത് അവിടെ അങ്ങനെ എന്നാ പറയേണ്ടത്. അൽക്കയില്ലാത്ത രീതിയിൽ ഇരിക്കാമെന്നാണ്. ഞാനിപ്പോൾ അതിലേക്ക് കൂടുതലായി പ്രമാണങ്ങളിലേക്ക് കടന്നു ചെന്ന് സംസാരിക്കുന്നില്ല. പണ്ഡിതന്മാര് പറഞ്ഞത് ഒരു ഖതീബിന്റെ തഹിയ്യത്തുണ്ടാ. ഒരു ഖതീബ് നേരത്തെ ഖതീബ് ജുമുഅക്ക് പള്ളിയിൽ വരേണ്ടതുണ്ടോ? വരാൻ പാടില്ല. അദ്ദേഹത്തിന്റെ തഹിയ്യത്ത് ഖുതുബ ഓതലാണ്. അതല്ലാതെ അദ്ദേഹം നേരത്തെ പള്ളിയിലേക്ക് പോകേണ്ടതില്ല. അതേ സമയത്തിന്റെ സാധാരണക്കാരായ സഹോദരങ്ങളെ, നിങ്ങൾ ഏത് പള്ളിയിൽ ജുമുഅക്ക് പോയാൽ അവിടെ പ്രസംഗം കേട്ടിരിക്കലല്ല വേണ്ടത്. എപ്പോ? ജുമുഅയുടെ മുമ്പ് നിങ്ങൾ അൽ-കഹ്ഫ് സൂറ ഓതണേ, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. അതാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും പഠിപ്പിച്ചത്. അതാണ് മഹാനായ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദൊക്കെ പഠിപ്പിച്ചത്. ആ ആദർശം അതാണ് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് പറയുന്ന ആദർശം. ഇതാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശം. അതുകൊണ്ട് സുന്നി ആദർശത്തിൽ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി സുന്നികൾക്കിടയിൽ ഐക്യം വരണം, യോജിപ്പ് വരണം. അതിന് ഏത് വിട്ടുവീഴ്ചയുടെ രീതി സ്വീകരിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ ഉലമാ നേതൃത്വം അതിന് തയ്യാറാണ്. പക്ഷെ പിടിവാശയും കുശുമ്പും വീറുമൊക്കെ ഉള്ളത് അപ്പുറത്താണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിഷ്പക്ഷരായി ചിന്തിക്കുന്ന ആളുകൾ, നമുക്ക് അല്ലാതെ വേറെ കാര്യലാഭങ്ങളൊന്നുമില്ല. എല്ലാ മഹല്ലുകളിലും നമ്മൾ ഈ മഹല്ലിന്റെ തനിമ നിലനിർത്തണമെന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ രീതിയിൽ മഹല്ലുകൾ നിൽക്കണം. ഈ പള്ളി എത്ര ദയനീയമാണ്. അതുകൊണ്ട് ചേലാരി സമസ്ത അനാവശ്യമായി ഒച്ചപ്പാടുകൾ ഉണ്ടാക്കാതെ, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ആ പള്ളി അവിടെ ഉയരട്ടെ, ആ പള്ളി അവിടെ വരട്ടെ. നിങ്ങൾ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കി, എന്നിട്ട് പള്ളി വരട്ടെ. ഓരോ മഹല്ലുകളിലൊക്കെ നമ്മൾ ഈ സംയുക്തമായിട്ട് പോണ പള്ളിയൊക്കെ നമുക്ക് സംഘടനന്റെ കാര്യം പറയാനുള്ളതാ. അവിടെ സംഘടനന്റെ കലണ്ടർ തൂക്കാനുള്ളതാ പള്ളി. അവിടെ നമ്മളേതെങ്കിലും ഒക്കെ പത്രങ്ങൾ കൊണ്ടുപോയി സംയുക്തമായിട്ട്, അത് നിങ്ങളായിട്ട് ഉണ്ടാക്കിയ പള്ളി പലയിടത്തുണ്ടല്ലോ, സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ചില പള്ളിയില്ലേ, നിങ്ങൾ അവിടെ ചെയ്തോളി. അല്ലാത്തോടത്ത് വെറുതെ അനാവശ്യമായി ഒച്ചപ്പാടുണ്ടാക്കാതെ, ബഹളം ഉണ്ടാക്കാതെ, വെറുതെ നിങ്ങൾ ആദർശം ജനങ്ങളെ മേലിൽ അടിച്ചേൽപ്പിക്കാതെ എട്ടുള്ളവർ നിങ്ങളെ സമസ്തയിൽ ചേർന്നോട്ടെ. ഞങ്ങളിപ്പോ ആരെങ്കിലും ഞങ്ങളുടെ സമസ്തയ്ക്ക് നിർബന്ധപൂർവ്വം ആരെങ്കിലും വലിച്ചുകൊണ്ടിരുന്നുണ്ടോ? വേണ്ട, ഇത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിച്ചാൽ മതി. ഇതാണ് സത്യത്തിന്റെ ആദർശം എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയല്ലാതെ ഞങ്ങൾ ആരെങ്കിലും ഇത് നിങ്ങളെ അടിച്ചേൽപ്പിക്കാനല്ല ജനങ്ങളെ. ഓരോ മാநிலത്തിലും ജനങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിലും ഇവർ പേടിപ്പിക്കും. ഇവിടുത്തെ പ്രശ്നം കേട്ടോ, ഇവിടുത്തെ കാര്യമല്ല പറയണത്. ചില മാലിന്യങ്ങളൊക്കെ ഉള്ള പ്രശ്നം, ഇവരെ സമസ്ത അംഗീകരിച്ചിട്ടില്ലെങ്കിൽ മയ്യത്ത് മറുകയൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ നിങ്ങൾ ആരോടായി പറയുന്നത്? മയ്യത്ത് മറവ് ചെയ്യണ സമസ്ത അംഗീകരിക്കണം. ഞാൻ സാധാരണ പറയലെന്താ അറിയാം, മരിച്ചെന്നാ മതി ആൾക്കാർ, മറവ് ചെയ്യേണ്ട കാര്യം നാട്ടുകാരേറ്റോളും. ഓരോ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ മറവ് ചെയ്യാൻ സമ്മതിക്കൂല. എന്താ ഇതിന്റെയൊക്കെ കാര്യം? ഇങ്ങനെ ഈ കാലത്തൊക്കെ ഇത് ജനങ്ങൾ വിശ്വസിക്കുമോ? ഈ രാജ്യത്തെ നിയമങ്ങൾ ജനങ്ങൾക്ക് അറിയില്ലേ? അതുകൊണ്ട് അനാവശ്യമായി വിവാദങ്ങളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കി ഒരു നാടിന്റെ ഐക്യം തകർത്ത് ഛിദ്രതയുണ്ടാക്കാതെ യോജിപ്പോടെ സന്തോഷത്തോടെ പോകണം. ഇവിടെ ഇപ്പൊ ഈ പരിപാടി ഞങ്ങൾ വെക്കാൻ തീരുമാനിച്ചല്ലോ. ഇവിടെ ഇപ്പൊ SYS സുസ്ലിം ജമാഅത്തൊക്കെ ഉണ്ടായിട്ട് എത്ര കാലായി? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്ന് വരെ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ നാട്ടിൽ വെക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. അത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ, നിങ്ങളായിട്ട് ഉണ്ടാക്കി തീർത്തു. നമ്മൾ അറിയും കൂടിയില്ല. ഇവിടെ മുസ്ലിം ജമാഅത്തും SYSന്റെയും പാനൽ മത്സരിക്കേണ്ടവിടെ. എന്നിട്ട് നിങ്ങൾ പച്ച നോണിയും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? അതിന്റെ ആളുകളായി നിന്നോര് നിങ്ങൾ കൂട്ടിയും. അതിൽ ചിലപ്പം ഇതെന്താ പ്രശ്നം അറിയോ? മുത്തവല്ലി ഞങ്ങൾ അനുകൂലിക്കുന്ന ആളല്ലേ, അല്ലെങ്കിൽ മുത്തവല്ലിന്റെ മക്കൾ നിങ്ങളാ. അപ്പൊ ഇവർക്ക് പേടി, ഇത് ഇനി ഇവരേറ്റ കൊണ്ടു. ഇല്ല സഹോദരങ്ങളെ, അത് അതിന്റെ രീതിയിൽ അങ്ങനെ പോകുള്ളൂ. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളായിട്ട് അങ്ങനെ പോകുന്നുള്ളൂ. നിങ്ങൾ ചിന്തിച്ചോക്കാണ്. അപ്പൊ അനാവശ്യമായി വിവാദങ്ങൾ ഒച്ചപ്പാട് ഈ വടക്കാക്കി തനിക്കാക്കണേ. വെറുതെ നമ്മൾ ഓരോ മാലിന്യത്തിലും പ്രശ്നം ഉണ്ടാക്കി, ഈ പുറ്റേക്കാടും പ്രശ്നം ഉണ്ടാക്കി, വെറുതെ ഇവിടെ ഒരു ഒച്ചപ്പാടുണ്ടാക്കി, ഇവിടെ പോലീസ് വന്ന് കാവലിക്കുന്ന സാഹചര്യം ഉണ്ടായി, ഇവിടെ ജുമുഅ മുടക്കി ബഹളം ഉണ്ടാക്കണേ. എന്താ കാര്യം? ഇപ്പൊ എന്താ മൂളപ്പുറത്തൊക്കെ നിങ്ങൾക്ക് കിട്ടിയത്? അല്ലെങ്കിൽ ചിന്തിക്ക്, ആ കരിപ്പൂര് പള്ളികൾ പൂട്ടിച്ചു. നിങ്ങൾക്കും അറിയാലോ ആ പള്ളി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടൂല എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ അവിടുത്തെ ജുമുഅ മുടക്കാൻ പോയി. എന്നിട്ട് നിങ്ങൾ വേഗം ഒരു പത്രം ഉണ്ട് നിങ്ങൾക്ക് അല്ലേ, പള്ളി പൂട്ടിക്കാൻ ആയും പ്ലാൻ ഇടുക. എന്നിട്ട് അതിന് പ്രവർത്തകരൊക്കെ ഒരുക്കിയിട്ട് ആയി തന്നെ പത്രത്തിൽ എഴുതുക. എന്ത്? അവിടെ ജുമുഅ കാന്തപുരം വിവാഹം മുടക്കി. നാട്ടുകാർ മുഴുവൻ ഈ 3 നേരമൊക്കെ ചോറ് വയ്ക്കണവരാ ജനങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരങ്ങനെ അപ്പടി വിശ്വസിച്ചിരുന്ന കാലൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ജനങ്ങൾ അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്ന കാല.
അതുകൊണ്ട് ഈ നുണ പറച്ചിലൊക്കെ ഒന്ന് നിർത്തിയിട്ട് നമ്മളിങ്ങനെ എന്നും ഈ വീറും ഭാഷയായിട്ട് പോകേണ്ടതല്ലോ. നമ്മൾ അനൈക്യത്തിന്റെ ആൾക്കാരല്ല, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാ. പക്ഷേ ആ രീതിയിലേക്ക് ഞങ്ങൾ വരുന്നത്. നമ്മളെ ശത്രു ആരാരെങ്കില് ബിദഅത്താണ്, കാദിയാനികള്, ചേകന്നൂരികള്, അല്ലേ, മുജാഹിദുകള്, ജമാഅത്തുകാര്, വ്യാജ ശൈഖുമാര്, അല്ലേ, ആത്മീയ രംഗത്തെ ചൂഷണങ്ങള്, ഇതിനൊക്കെതിരെയാണ്. അനാവശ്യമായി ആവശ്യമില്ലാത്ത ബഹളങ്ങളും ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി ഇവിടുത്തെ പുത്തംവാദികൾക്ക് ഏണിയും കോണിയും വെച്ചു കൊടുത്ത് ഓല സുഖിപ്പിച്ച് ഓല അരികു പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് മഹല്ലത്തുകളിലൊക്കെ സുന്നികൾ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തിയാലൊന്നും ഒരു കാരണവശാലും അള്ളാന്റെ ദീന് ലോകാവസാനം വരെ ഇവിടെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട, സന്ദേഹം വേണ്ട. അതുകൊണ്ട് ഈബത്തും നമീമത്തും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് AP ഉസ്താദ് എന്താ ബന്ധം? ആ സാധു അറിയും കൂടിയില്ല ഇവിടെ അങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കണേ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആ ഉസ്താദ് ഇങ്ങനത്തെ ഒരു വിഷയം അറിയില്ല. അപ്പൊ മൂപ്പര് വന്നിട്ട് AP ഉസ്താദ് ഇതിങ്ങനെ വലിയ കൂലിയിട്ടുന്ന കാര്യമൊന്നുമല്ല ഈ ഈബത്ത് പറയലൊന്നും. അതൊക്കെ നിങ്ങൾ മദ്രസയിലെ കുട്ടികൾക്ക് എന്താ, ചെറിയ മക്കളൊക്കെ നിങ്ങൾ എന്തോരോ മദ്രസയിൽ എന്താ, ചില സ്ഥലത്ത് ഇവിടുത്തെ കഥയല്ല പറഞ്ഞ ചില മാലിന്യങ്ങൾ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ നിർബന്ധ കാര്യങ്ങൾ ഒന്നും ഉണ്ടായിട്ടല്ല. AP ഉസ്താദ് പറഞ്ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും, 4 കുട്ടികളാണെങ്കിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ തുടങ്ങിക്കാണ്ടിന്ന് പറയുന്നത് അത് വിഷമം കൊണ്ടാണ്. ചില സ്ഥലത്തൊക്കെ കുട്ടികൾക്ക് രാവിലെ പോയിട്ട് ഖുർആനും തജ്വീദും നല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. AP അങ്ങനെ AP ഇങ്ങനെ എന്തൊരു കൗമുങ്ങൾ ചിന്തിച്ചു നോക്കി. എന്താ അതിന്റെയൊക്കെ കാര്യോ? ഈ ഈബത്ത് പറയുന്നത് വലിയ സുഖമുള്ള കാര്യമൊന്നല്ല. അള്ളാന്റെ റസൂൽ നരകത്തിൽ ചില മനുഷ്യന്മാരെ കണ്ടു, പിച്ചള കൊണ്ടുള്ള നഖ ഒൽക്കുള്ളത് ഹദീസിലുള്ളതാ. മുഖം വയറും ഒക്കെ മാന്തി പൊളിച്ചിട്ട് അവനാന്റെ ഇറച്ചി അവനാൻ തിന്നുക. നബി ഇത് കണ്ടപ്പോ ജിബ്രീലിനോട് ചോദിച്ചു, ഇതാരാ ചോദിച്ചു. ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞത് എന്താ അറിയോ? ഇത് നാട്ടില് മനുഷ്യന്മാരെ പച്ചർച്ചിന്നോരാന്നാ, നിങ്ങൾ നല്ല സൂക്ഷിക്കണം. AP ഉസ്താദിന്റെ കുറ്റം പറയാനായിട്ട് മാത്രമാണ് നിങ്ങളൊക്കെ പ്രസംഗിക്കുന്നത്. എത്ര കാലം ഇനിയെങ്കിലും നിർത്തിക്കൂടെ? എന്നു മുതൽ കേക്കൽ തുടങ്ങിയതാണ് ഇതൊക്കെ, അല്ലേ? പറഞ്ഞിരുന്ന ചില ആൾക്കാരൊക്കെ തൗബ ചെയ്ത് നന്നായി. പക്ഷെ അതിലും വലിയ അധോഗതിയിലേക്ക് ഒരു പോണത് വേറെ തമാശ ഇരിക്കട്ടെ. ഏതായിരുന്നാലും ഞങ്ങൾ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും നല്ലതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവനാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അവനാനെ തുണക്കുള്ളൂ. പള്ളിക്കാട്ടിൽ ഒറ്റക്കേ കടക്കുള്ളൂ. ഒരാളും രക്ഷിക്കേണ്ടാവില്ല. ഒരു സമസ്തയൊന്നും അവിടെ സഹായിക്കാൻ വരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും നമ്മളെ നാവുകളെയും നമ്മുടെ കണ്ണിനെയും നമ്മുടെ കാതുകളെയും ഈബത്ത് കേൾക്കുന്നതിൽ നിന്ന് സൂക്ഷിക്കുക. വെറുതെ കുറ്റം ഒരു എത്ര കളവുകൾ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന് നേരെ പറിച്ചുണ്ടാക്കി. എന്റെ കയ്യിൽ ഇതിനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മർക്കസ് ഞങ്ങളൊക്കെ പഠിച്ച സ്ഥാപന 14 ദിവസം കൊണ്ട് സനദൂർത്തു നിങ്ങൾ പറഞ്ഞില്ലേ? എന്നിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കാണിച്ച് പ്രസംഗിച്ചില്ലേ? ആ ഇബ്രാഹിം ദാരിമി എന്ന് പറയുന്ന ആ മനുഷ്യൻ വന്നിട്ട് AP ഉസ്താദിന് മുമ്പാകെ മറുപടി പറഞ്ഞില്ലേ? മുദ്രപ്പേപ്പറിൽ ക്ഷമാപണം എഴുതി കൊടുത്തതിന്റെ മേശപ്പുറത്ത് ഇതായിരിക്കണം. നിങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയോ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, നിങ്ങൾക്കും അറിയുന്നല്ലേ. അതുകൊണ്ട് ഈ നുണ പറച്ചിലൊക്കെ നിർത്താം. കള്ളത്തരം അള്ളാഹു റസൂൽ എന്താ പറഞ്ഞത്? കയ്പുള്ളതാണെങ്കിൽ സത്യം പറയണമെന്നല്ലേ? കൂനൂമായ സ്വാദിക്കുന്നല്ലേ ഖുർആൻ പറയുന്നത്? നിങ്ങൾ സത്യത്തിന്റെ ആളുകളോടൊപ്പം നിൽക്കണം എന്നല്ലേ? അതുകൊണ്ട് വീറും വാശിയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ മഹല്ലത്തിൽ ഐക്യത്തോടുകൂടെ ഇത് നമ്മുടെ പൂർവികരായ ആളുകൾ ദാനം ചെയ്തിരിക്കുന്നത് ഇസ്ലാമിന്റെ തനത് രൂപമായ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശ സംരക്ഷണം നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു പള്ളിക്ക് വേണ്ടിയാണ്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക. അവിടെ AP സമസ്ത EK സമസ്ത എന്ന് പറഞ്ഞ സമസ്തൊന്നും പള്ളിന്റെ ഉള്ളിൽ വേണ്ട. അതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഇവിടെ മുത്തവല്ലിയും സമസ്തന്റെ ആൾക്കാർ ഒരു പാനലിൽ മത്സരിച്ച് എന്നിട്ട് ഇവിടെ ജയപരാജയങ്ങൾ ഇതൊക്കെ വേരി വലിച്ചിതി കൂടി ഞങ്ങളെ വലിച്ചുണ്ടാക്കി ഈ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമമൊന്നും വേണ്ട. അത് അതിന്റെ വഴിക്ക് അങ്ങനെ പോയിക്കോട്ടെ. ഞങ്ങളെ വഴിക്ക് അങ്ങനെ പോവുകയാണ്. ഇതൊക്കെ തിരിച്ചറിയാൻ ഞങ്ങൾക്കുമാകുന്നുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളും അതിനൊക്കെ വിവേകമുള്ളവരാണ് എന്ന് ഒറ്റവാക്കിൽ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം, സംസാരിക്കാമെന്ന് ഓർമ്മപ്പെടുത്തി നമുക്ക് ദുആഓടുകൂടെ അവസാനിപ്പിക്കാം. എല്ലാവരും എണീറ്റിട്ട് ഈ സദസ്സിന്റെ മുന്നിലേക്കൊന്ന് വന്ന് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഒന്ന് നിന്ന് ഒരു ചെറിയ സംഭാവന ഇവരിനോട് പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും വേണ്ടെന്ന് പറയുന്നത് ആയിക്കോട്ടെ എന്ന് തോരുന്നാ മതി ഇൻഷാ അല്ലാഹ്. സാധാരണ എല്ലാവരും സംഭാവന വാങ്ങാനാ പറയുന്നത്, ഇത് വേണ്ടാന്ന് പറയുന്നത്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലെ സംഘാടകരെ കൈ കൊടുത്താൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കുറഞ്ഞ വാക്കുകൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമ്മൾ പിരിയുകയാണ്. നമ്മൾ പിന്നെ അനുവദിച്ചു തന്ന ടൈം നമ്മൾ ആ ടൈമിൽ തന്നെ മതി. അൽഹംദുലില്ലാഹ്. ആവശ്യമെങ്കിൽ നമുക്കൊക്കെ ഇനിയും കാണാം, പറയാം. എല്ലാവരും സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആക്ക് നേതൃത്വം കൊടുക്കും.